നല്ല മനോഹരമായ സ്റ്റോറിയാണ്. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നേരെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമസ്കാരം കൊച്ചി. ഇത് 91.20 എന്ന റേഡിയോ FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണ്. യൂത്ത് ഡേയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായി പറയേണ്ടത് യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ പറ്റിയാണ്. അതിലെ ഏറ്റവും വലിയ പ്രശ്നം ജോലിയില്ലായ്മ തന്നെയാണ്. FM-ന്റെ ശബ്ദം പതിയെ നഗരത്തിൻ്റെ തിരക്കുമായി അലിഞ്ഞു ചേർന്നു. നഗരത്തിലെ ഒരു വലിയ ഫൈനാൻസിംഗ് കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിനായി ആൽബി നടന്നു. ഓഫീസിന് മുന്നിലെ ഹാളിലായി മികച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിനായി തയ്യാറെടുക്കുന്നു. അകത്തേക്കിരിക്കൂ, പ്യൂൺ എന്ന് തോന്നിച്ചയാൾ ആൽബിയെ അകത്തേക്ക് ക്ഷണിച്ചു. ചെന്നപാടെ മറ്റൊരാൾ ആൽബിയുടെ കയ്യിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് ഫിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവിടെയുള്ള കസാരയിലിരുന്ന ആൽബി കോളങ്ങൾ ഓരോന്നായി പൂരിപ്പിക്കാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരാൾ അത് വാങ്ങിക്കൊണ്ടുപോയി. ഓരോരുത്തരെയായി അകത്തേക്ക് വിളിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണല്ലേ? അടുത്തിരുന്നയാൾ ആൽബിയോട് ചോദിച്ചു. അതെ, ആൽബി മറുപടി നൽകി. സാരമില്ല, ശീലമായിക്കോളും. ഞാൻ ശ്യാം. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ആൽബി. ശ്യാം ആദ്യമായിട്ടാ? ഇത് 25ാമത്തേതാണ്. അയാൾ പുഞ്ചിരിയോടെ മറുപടി നൽകി. എന്നിട്ടും ഒന്നും ശരിയായില്ല ഇതുവരെ. ഓഹ്, എവിടെ ശരിയാവാൻ? ജോലി വേണേൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് കിട്ടണമെങ്കിലോ ജോലിയും. ഇനി എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ അതിനാണേൽ ബോണ്ട് കെട്ടിവെക്കണം. ഒന്നും ശരിയാവില്ല. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമല്ലേ? കിട്ടിയാ പറയാൻ കിട്ടിയെന്ന് അയാൾ അലസമായി പറഞ്ഞു. സംസാരിച്ചിരിക്കവേ ആൽബിയുടെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ പോൾ എന്ന പേര് തെളിഞ്ഞു. ആൽബി കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ, ഞാൻ ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണെന്ന് അറിയില്ലേ? പിന്നെ വിളിക്കേ. ബ്രോ, കട്ടാക്കല്ലേ. ആ പ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ആ ബീച്ച് ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ പറയണ്ടേ? പോൾ പറഞ്ഞു തീരും മുമ്പേ ആൽബി കോൾ കട്ട് ചെയ്തു. ശ്യാം, പ്യൂൺ വിളിച്ചു. എന്നെ വിളിച്ചു, ഞാൻ പോയിട്ട് വരാം. അയാൾ ആൽബിക്ക് കൈ കൊടുത്തു. ഓൾ ദ ബെസ്റ്റ്, ആൽബി പറഞ്ഞു. താങ്ക്സ്. പക്ഷേ അകത്തിരിക്കുന്നവർ കൂടെ കനിഞ്ഞാലേ തൻ്റെ വിഷ് കൊണ്ട് പ്രയോജനമുള്ളൂ. ശ്യാം അകത്തേക്ക് പോയി. എന്തായിരിക്കും അവർ ശ്യാമിനോട് ചോദിച്ചിട്ടുണ്ടാകുക? ആൽബി മനസ്സിൽ ആലോചിച്ചു കൂട്ടി. അല്പസമയത്തിനകം ശ്യാം പുറത്തേക്ക് വന്നു. എന്തായി, കിട്ടിയോ? ആൽബി ചോദിച്ചു. അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിക്കാണുമല്ലേ? എവിടെ കിട്ടാൻ? കിട്ടിയെങ്കിൽ സാലറി പാക്കേജിനെ പറ്റി സംസാരിച്ചേനെ. പിന്നെ പറയാമെന്ന് വെച്ചാൽ കിട്ടിയില്ലെന്ന് അർത്ഥം. ശ്യാം നിരാശയോടെ പറഞ്ഞു. ഞാൻ പോട്ടെ, ഇപ്പോൾ പോയാൽ വീട്ടിലേക്കുള്ള ബസ് കിട്ടും. ശ്യാം അത് പറഞ്ഞുകൊണ്ട് ആൽബിക്ക് കൈ കൊടുത്ത് പുറത്തേക്ക് പോയി. അയാൾ പോകുന്നത് ആൽബി അല്പം വിഷമത്തോടെ നോക്കി നിന്നു. ആൽബി! അറ്റൻഡറുടെ വിളി കേട്ടാണ് ആൽബി ഉണർന്നത്. ആൽബി പതുക്കെ എഴുന്നേറ്റ് ഓഫീസ് മുറിയിലേക്ക് നടന്നു. മേ ഐ കമിൻ സാർ? വാതിൽ പതിയെ തുറന്ന് ആൽബി ചോദിച്ചു. യെസ്, കമിൻ. ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ അനുവാദം നൽകി. യു ആർ ആൽബി ജോൺ? യെസ് സാർ. ഓക്കെ ആൽബി, ഡിസ്ക്രൈബ് യുവർ സെൽഫ്. മൈ നെയിം ഇസ് ആൽബി ജോൺ. ഐ ആം കമ്മിങ് ഫ്രം. ഇംഗ്ലീഷിൽ ആൽബി അയാളെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. ആൽബിക്ക് മുന്നിലെ ചോദ്യശരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അയാൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കവേ അയാളുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ വേഗം ഫോൺ എടുത്ത് നോക്കി. പ്രിയയാണ്. അയാൾ കോൾ കട്ട് ചെയ്തു. വേഗം പോക്കറ്റിലേക്ക് ഫോൺ വെച്ചു. സോറി സാർ, ആൽബി അവരോടായി പറഞ്ഞു. ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾ അറിയിക്കാം. കഴുത്തിലെ ടൈ വലിച്ചഴിച്ചുകൊണ്ട് ആൽബി ഓഫീസിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്തായി ബ്രോ, വല്ലോ നടക്കുമോ? പുറത്ത് കാത്തുനിന്ന പോൾ ചോദിച്ചു. ആൽബി ഒന്നും മിണ്ടാതെ ബൈക്കിൻ്റെ പിന്നിൽ കയറി. ഓ, ഡാർക്കായല്ലേ? സാരമില്ല മച്ചാനെ, നമുക്കേ അടുത്ത ഇൻ്റർവ്യൂവിൽ നോക്കാം. നമ്മളൊക്കെ ഇല്ലേ കൂടെ? പിന്നെ പ്രിയയുടെ അടുത്തേക്കല്ലേ പോണേ? ആൽബി വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മൂളി. ബൈക്ക് ബീച്ച് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നു. ആൽബി അകത്തേക്ക് കിടന്നു. ഒരു ടേബിളിൽ തനിച്ചിരിക്കുകയായിരുന്നു പ്രിയ. മച്ചാനെ, നീ പോയി കൊഞ്ചം പേസിയിട്ട് വാ. ഞാൻ ആ കിളികളുടെ കൂടെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് പോൾ മറ്റൊരു ടേബിളിലിരിക്കുന്ന 2 പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയി. ഹായ് ബേബീസ്. പോൾ അവരോട് സംസാരിക്കാൻ ആരംഭിച്ചു. ആൽബി പ്രിയ ഇരിക്കുന്ന ടേബിളിൻ്റെ അരികിലേക്ക് നടന്നു. ആൽബിയെ കണ്ട പ്രിയയുടെ മുഖത്ത് ചെറിയ നീരസം നിറഞ്ഞു. ആൽബി, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, പ്രിയ പറഞ്ഞു തുടങ്ങി. അപ്പൻ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ പിടിച്ചു നിന്നു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല ആൽബി. ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് നീ പറയുന്നത്? നീ ഒരു ജോലി വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിൽ ആലോചിക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് അപ്പം പറയുന്ന ആളെ കെട്ടേണ്ടി വരും. ഓ, അപ്പോൾ അത് പറയാനാണോ നീ എന്നെ വിളിച്ചത്? അതേന്ന് കൂട്ടിക്കോ. ഞാൻ ഓപ്പണായിട്ട് പറയുക, എനിക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. ആൽബിയുടെ നാവിലേക്ക് തികട്ടി വന്ന വാക്കുകൾ അയാൾ കടിച്ചമർത്തി. വിരലുകൾ അവൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. ദൂരെ നിന്നും വഴക്ക് നോക്കി കണ്ട പോൾ അങ്ങോട്ട് വന്നു. എന്താ ബ്രോ സീൻ? നിന്റെ കൂട്ടുകാരനെ എനിക്ക് വേണ്ട, പ്രിയ പറഞ്ഞു. ഓ, തേപ്പ് സീനാണോ? ബ്രോ നീ വാ, ഇവളുടെ മോന്തയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത്
ആ ബീച്ചിൽ പോയി മദാമ്മമാരുടെ ബാക്കിൽ നോക്കിയിരിക്കുന്നതാ. സൂപ്പർ ഡയലോഗ് ഡെലിവറി മച്ചാ. ബീച്ചിന് വശത്തായി നിരത്തിയിരുന്ന പാറമേൽ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് മദ്യം നിറഞ്ഞ ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് ജോമോൻ പറഞ്ഞു. ഗ്ലാസ്സിലേക്ക് വീണ വെള്ളം പതിയെ മദ്യത്തിൻ്റെ നിറം സ്വീകരിച്ചു. അടിത്തട്ടിൽ നിന്നുയർന്ന ചെറുകുമിളകൾ മുകളിൽ വന്ന് പൊട്ടിത്തകർന്നു. അശാന്തമായ കടലിലേക്ക് ഉൽക്കയെന്ന വണ്ണം ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബുകൾ പതിച്ചു. എന്നിട്ടെന്താവാൻ, അവൾ ലണ്ടനിൽ ഒരു സായിപ്പിനെയും കെട്ടി സുഖമായി ജീവിക്കുന്നു, ആൽബി പറഞ്ഞു. ശരിക്കും കോമഡി ഇതല്ല ബ്രോ. എഞ്ചിനീയറിംഗ് 2ാം വർഷം പഠിക്കുമ്പോൾ ഇവനൊരു ബന്ധു വഴി ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടിയതാണ്. ശരിക്കും? അതേന്നേ, അന്ന് അവൾ പറഞ്ഞേ. ആൽബി, നമ്മൾ പ്രേമിച്ചു തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, ഇപ്പോൾ ജോലിക്ക് പോകണ്ടാന്നേ. പെണ്ണുങ്ങളുടെ സ്വരത്തിൽ പോള് പറഞ്ഞു. പിന്നെ കല്യാണമായപ്പോൾ പറയുന്നു ഓടിപ്പോയൊരു ജോലി വാങ്ങിയിട്ട് വരാൻ. എന്താലേ, വാട്ട് എ സെന്റിമെന്റൽ തേപ്പ് സ്റ്റോറിയല്ലേ. ജോമോൻ പൊട്ടിച്ചിരിച്ചു. ഡാടാ മതിയടാ, കുറച്ചു നേരമായി രണ്ടും കൂടെ ശവത്തിൽ കുത്താൻ തുടങ്ങിയിട്ട്, ആൽബി ചെറിയ നീരസത്തോടെ പറഞ്ഞു. അതിനുശേഷം പ്രേമമൊന്നും ഉണ്ടായിട്ടില്ലേ? ജോമോൻ ചോദിച്ചു. എവിടുന്ന്, മച്ചാൻ്റെ ആ ഹാങ് ഓവർ ഇപ്പോഴും പോയിട്ടില്ല. അയ്യടാ, അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ഈ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. ആകാശത്ത് നിലാവ് കുടിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി ആൽബി പറഞ്ഞു. പിറ്റേ ദിവസം വേറൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ആൽബി അവനെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ പോളിനെയും കണ്ടില്ല. കാത്തുനിന്ന് മുഷിഞ്ഞപ്പോഴാണ് ആൽബി നടക്കാൻ തീരുമാനിച്ചത്. ഓരോ മെട്രോ തൂണുകളും താണ്ടി നടക്കുമ്പോൾ ആൽബി പോളിനെ മനസ്സിൽ തെറി വിളിച്ചുകൊണ്ടേയിരുന്നു. അവനൊന്നുകൂടി പോളിനെ വിളിച്ചു. മച്ചാനെ, ഞാൻ ദേ എത്തി, ഒരു 5 മിനിറ്റ്. ഇവിടെ ഡാർക്കിലെ ബ്ലോക്കാണ് മാൻ. ഞാൻ ദേ കലൂരുണ്ട്, ഒന്ന് പെട്ടെന്ന് വാ പോളെ. ദാ എത്തിക്കഴിഞ്ഞു, എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആൽബി കോള് കട്ട് ചെയ്തു. നടക്കുമ്പോഴാണ് കാലിലെ ഷൂലേസ് അഴിഞ്ഞിരിക്കുന്നതായി മനസ്സിലായത്. അയാൾ ഒരു സൈഡിൽ മാറിയിരുന്ന് ഷൂലേസ് മുറുക്കവേ അയാൾക്ക് പിന്നിൽ ഒരു സ്കൂട്ടർ വന്ന് നിന്നു. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു പോർക്കെ? താഴെ വച്ചിരുന്ന ഫയലും കയ്യിലെടുത്ത് തിരിഞ്ഞുകൊണ്ട് ആൽബി ചോദിച്ചു. പക്ഷെ പിന്നിൽ സ്കൂട്ടറിൽ പോളായിരുന്നില്ല, 2 പെൺകുട്ടികൾ. സോറി, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവനാണെന്ന് വിചാരിച്ച ഐ ആം റിയലി സോറി. അല്പം ജാള്യതയോടെ ആൽബി പറഞ്ഞൊപ്പിച്ചു. ഇറ്റ്സ് ഓക്കെ ചേട്ടാ. ചേട്ടാ, എനിക്കൊരു ഹെൽപ്പ് ചേട്ടാ, വളരെ അത്യാവശ്യമാണ്. എന്ത് പറ്റി പെങ്ങളെ? പ്ലീസ് ചേട്ടാ, പറ്റില്ലെന്ന് പറയരുത്. ഞങ്ങളെ സഹായിക്കാൻ ചേട്ടന് മാത്രമേ പറ്റൂ. പ്ലീസ് ചേട്ടാ. ഓക്കെ, കാര്യം പറ. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അത് ചേട്ടാ, എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? അയ്യേ, ഇതാണോ? ഒന്ന് പോയടി. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണിങ്ങനെ ചൂടാകുന്നത്? ദൂരേന്ന് വരുന്ന പോളിത് കാണുന്നു. എന്ത്, ആൽബി മച്ചാൻ്റെ കൂടെ ചിക്സോ? അവൻ വണ്ടി അവരുടെ മുന്നിൽ ബ്രേക്ക് ഇട്ട് നിർത്തി. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് അവിടെ വരുന്നത്? എൻ്റെ ബ്രോ, അവിടെ ഒരു ആക്സിഡൻ്റായി ആകെ സീനായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ ഇങ്ങെത്തിയത്. അല്ല മച്ചാനെ, ആരാണ് ഇവര്? ഹലോ ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യാവോ? ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചൂടാകുന്നു. എപ്പോ ചെയ്തെന്ന് ചോദിച്ചാൽ പോരെ? മച്ചാനെ, ചിക്സിനോട് ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല, എന്ത് ഹെൽപ്പാണ് വേണ്ടേ? അതെ ചേട്ടാ, എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? വൈ നോട്ട്? അയ്യേ, ഇത്ര നിസ്സാര ഹെൽപ്പാണോ? ഇപ്പോൾ ചെയ്യാലോ. ബെൽ ബട്ടണും അമർത്തും ഞാൻ. പോൾ പോക്കറ്റിൽ ഫോൺ പരുതാൻ തുടങ്ങി. അയ്യോ, ഫോൺ കാണുന്നില്ല. ഗേൾസ്, നമ്പർ ഒന്ന് ഡയൽ ചെയ്യാമോ? പറ ചേട്ടാ. 9645. പോൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഫോണെടുത്ത് അല്പം ജാള്യതയോടെ പെൺകുട്ടികളെ നോക്കി. അതിൽ കോൾ ചെയ്തത് ആൽബി ആയിരുന്നു. അവരുടെ നമ്പർ ചൂണ്ടാനുള്ള അവസരമാണ് അവൻ തുലച്ചത്. മച്ചാനെ. പോൾ ഫോൺ കാതിൽ വെച്ച് പല്ല് കടിച്ചു. സോറി ഗേൾസ്, ഫോൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്താ? മാജിക് മഷ്റൂം മീഡിയ. അപ്പോൾ ഉറപ്പായും ചെയ്തേക്കാം ഗേൾസ്. താങ്ക്സ് ചേട്ടാ. അതെ ഗേൾസ്, പോസ്റ്റിൽ എന്തെങ്കിലും സംശയം ചോദിക്കാൻ നമ്പർ? ഇപ്പോൾ വേണ്ട ചേട്ടാ, പിന്നീടാകട്ടെ. അല്ല, കുട്ടിയുടെ നമ്പർ? പോയോ? ആ സാരമില്ല, പിന്നെ പൊക്കിക്കോളാം. നിനക്ക് നാണമില്ലേ പോളെ? മച്ചാനെ, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിനൊക്കെ ഒരു ലൈഫുള്ളൂ. ലൈഫ് നമ്മ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം, ഓക്കെ? അല്ലാതെ നിന്നെപ്പോലെ ഒരുത്തി തേച്ചെന്നും പറഞ്ഞ് ചുമ്മാ മസിലും പിടിച്ച് നടന്ന ലൈഫിൽ അതിനെ ടൈം കാണൂ ബ്രോ. ലെറ്റ്സ് എൻജോയ് യുവർ ലൈഫ് ബ്രോ. മതി നിന്റെ സാഹിത്യം, നീ വണ്ടി എടുക്ക്. അമ്മച്ചി വിളിച്ചിരുന്നു. പോള് വണ്ടി മുന്നോട്ടെടുത്തു. സ്കൂട്ടർ ആൽബിയുടെ വീടിന്റെ ഗേറ്റ് കടന്ന് പോർച്ചിലേക്ക് പ്രവേശിച്ചു. വരാന്തയിൽ അമ്മച്ചി അവരെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഷോ, ആ കൊച്ചനങ്ങ് പോയി. കുറച്ചുകൂടെ നേരത്തെ വരാൻ മേലായിരുന്നു. അവൻ എത്ര നേരം കാത്തിരുന്നു. അമ്മച്ചി ആരുടെ കാര്യമായി പറയുന്നേ? എടാ, നിന്റെ കൂടെ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച എടാ, അന്ന് നീയുമായി കുറെ തല്ലുണ്ടാക്കി പിന്നീട് നിന്റെ കൂട്ടുകാരനായില്ലേ ആ പയ്യൻ? ഓ, ജെയ്സണോ? കുറച്ച് ആലോചിച്ച ശേഷം ആൽബി പറഞ്ഞു. ആ കൊച്ചൻ തന്നെ. അവനിപ്പോൾ ഡോക്ടറാണെന്ന്. അവൻ്റെ കല്യാണം, അതിനെ വിളിക്കാൻ വേണ്ടി വന്നതാ. കുറേ നേരം കാത്തു നിന്നു. പിന്നെ കുറച്ച് തിരക്കുണ്ട്. പിന്നെ നിന്നെ നേരിട്ട് കണ്ടോളാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാനെങ്ങും പോണില്ല, ആൽബി അലസമായി പറഞ്ഞു. അതെങ്ങനെ ശരിയാവുക?
ആ കൊച്ചൻ നമ്മുടെ അഡ്രസ്സ് തേടി പിടിച്ച് ഇവിടെ വന്ന് വിളിച്ചപ്പോൾ പോകാതിരിക്കുന്നത് മര്യാദയാണോ? നീ പഠിച്ച ബോർഡിങ്ങിൽ നിന്നെങ്ങാണ്ട് അവൻ അഡ്രസ്സ് കണ്ടുപിടിച്ചേ. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഒരു റീയൂണിയൻ കൂടിയാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ ഉറപ്പായും ചെല്ലണമെന്നാ പറഞ്ഞേ. എൻ്റെ മോൻ പോണം. നോക്കാമെന്നല്ല, പോണം. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു യാത്ര നല്ലതാ. പിന്നെ നിന്റെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാലോ. കണ്ണൂർ വെച്ച കല്യാണം. അമ്മച്ചി അതെനിക്ക് വിട്ടേക്ക്. ഇവനെ സെറ്റാക്കുന്ന കാര്യം നുമ്മ ഏറ്റു. കണ്ണൂർക്കൊരു ട്രിപ്പ് സെറ്റായ സന്തോഷം ഉള്ളിൽ നോക്കി പോൾ പറഞ്ഞു. മച്ചാനെ, ഇനി ഒരാഴ്ചയുള്ളൂ കല്യാണത്തിന്. നീ ക്യാഷ് മാത്രം ചെലവാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തോളാം. പോള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, ഞാൻ ചെലവാക്കിയാൽ നീ എല്ലാം സെറ്റ് ചെയ്യുമല്ലേ? ആൽബി പുച്ഛം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ഇത് കേട്ട പോളിൻ്റെ കണ്ണു നിറഞ്ഞു. അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ചെലവാക്കാൻ എനിക്ക് എവിടുന്നാടാ മണി മച്ചാനെ? അപ്പനും അമ്മച്ചിയും പോയേ പിന്നെ നിങ്ങളുടെ കൂടെയല്ലേ ഞാൻ. കാര്യമൊക്കെ ശരിയാ. നീ എൻ്റെ വല്യമ്മയുടെ മോനാ. എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് മച്ചാനെ നിങ്ങളോട്. ഇപ്പോൾ തനിയെ താമസം മാറണമെന്ന് തോന്നുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭാരമാണ് ബ്രോ. ഇടങ്കണ്ണിൽ ചിരി ഒളിപ്പിച്ച പോൾ സെന്റി അടിച്ചു. എന്തിനാണ് ആൽബി എൻ്റെ കൊച്ചിനെ കരയിക്കുന്നത്? ആ പോളെ, നിന്നെയും ആൽബിയെയും ഞാൻ വേർതിരിച്ചാണോ കണ്ടേക്കുന്നത്? അവൻ മാറി താമസിക്കാൻ പോവാണ് പോലും. ആൽബി, നിനക്കെവിടുന്ന പണം? അപ്പം മരിച്ചപ്പോൾ കിട്ടിയ ജോലി കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും നിങ്ങളെ നോക്കിയേ. ഇപ്പോൾ ആ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാനിന്ന് വരെ കാശിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? പറയടാ. നിങ്ങൾക്കൊക്കെ കല്യാണത്തിന് പോകാനുള്ള എല്ലാ ചെലവിനുള്ള കാശും ഞാൻ തരും. വാ പോളെ, വല്ലതും കഴിക്കുക. അമ്മച്ചി വിളമ്പിത്തരാം. വേണ്ട അമ്മച്ചി, വേണ്ട. ആൽബി പോളിനെ നോക്കി. ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. കല്യാണം എവിടെ വെച്ചാണ്? ജോമോൻ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. കണ്ണൂർ വെച്ചിട്ടാണ് മച്ചാനെ. എടാ ഞാനും വരട്ടേടാ. വന്നോ? വരണ്ടാന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? മച്ചാ വാ. വന്നാ ഒരു ചെറിയ സീനുണ്ട്. എന്താ സീൻ? പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എന്ത് അഡ്ജസ്റ്റ്? നീ കാര്യം പറ മച്ചാനെ. ഞാനും ആൽബിയും പോയിട്ട് വരുന്നവരെ ഈ ഷോപ്പ് നീ നോക്ക്. എങ്ങനെ? അതെ, ഞാനും ആൽബിയും കല്യാണത്തിന് പോകുവാലോ. പോയിട്ട് വരുന്നവരെ നീ ഈ ഷോപ്പ് ഒന്ന് നോക്ക്. ഞാൻ അമ്മച്ചിയുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഈ ട്രിപ്പ് ഒപ്പിച്ചത്. നീ അപ്പം തന്നെ ഈ യൂസറുകാർ ഷോപ്പും നോക്കി ഇവിടെ ഇരി. ഞാൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. അല്ല ബ്രോ, നിനക്കെന്താ? കട അടച്ചിട്ട് വന്നാ? കട അടച്ചിട്ട് ഇറങ്ങി നടന്ന അപ്പൻ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. ആ ബെസ്റ്റ്. അപ്പോൾ അപ്പൻ്റെ മോൻ ഈ കടയും കെട്ടിപ്പിടിച്ച് അപ്പൻ പറയുന്ന കേട്ട് ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ മച്ചാനെ, അടുത്ത വ്യാഴാഴ്ചയാണ് ട്രിപ്പ്. ഞാൻ പറഞ്ഞ കാറ് സെറ്റാക്കി വെച്ചേക്കണം. ആൽബി വരുന്നുണ്ട്. അവനോടും ഇപ്പോൾ ചോദിക്കാൻ നിൽക്കണ്ട. ഇനി വേലയും കൂലിയും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ ഇവിടെ വാ. ജോമോൻ പിറുപിറുത്തു. എന്താ വല്ലം പറഞ്ഞോ ബ്രോ? അല്ല, വണ്ടി ശരിയാക്കി തരാമെന്ന് പറയുമായിരുന്നു. അപ്പോഴേക്കും ആൽബി അങ്ങോട്ട് നടന്നു വന്നു. എന്തായി? ആൽബി ചോദിച്ചു. ഒന്നുമില്ല ബ്രോ, ഞാൻ ആ കാറിൻ്റെ കാര്യം സെറ്റാക്കുമായിരുന്നു. എല്ലാം റെഡിയാണ്. വേണമെങ്കിൽ ഇന്ന് തന്നെ പുറപ്പെടാം, അല്ലേ ജോമോനെ? അല്പം വിഷമവും അസൂയയും കലർന്ന ഒരു നേർത്ത മൂളൽ ജോമോനിൽ നിന്നുയർന്നു. ഇവനെന്താ ഒരു വിഷമം പോലെ? അതോ വണ്ടി കുറച്ചുകൂടി നേരത്തെ തരാൻ പറ്റാത്തതിൻ്റെ വിഷമമാണോ? തേണ്ടി. ഒരു അവിഞ്ഞ ചിരി ചിരിച്ച് ജോമോൻ മനസ്സിൽ പറഞ്ഞു. ബ്രോ, ഡ്രസ്സ് എടുക്കണ്ടേ? ലുലുവിൽ പോകാം. കല്യാണത്തിന് നമുക്ക് പൊളിക്കണം. നീ അങ്ങ് പൊളിച്ചാൽ മതി. ഞാനുള്ളതൊക്കെ ഇട്ടോളാം. അല്ല, ഇതിനിപ്പോൾ ക്യാഷ് എവിടുന്നാ? നമ്മുടെ അന്നമ്മച്ചുള്ളപ്പോൾ ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്ന വെച്ചാ? അതൊക്കെ പോട്ടെ. എന്താണ് മാൻ, പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവല്ലേ? എന്താണ് ഒരു സന്തോഷമില്ലാത്ത? എടാ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. പറ ബ്രോ, അപ്പോഴല്ലേ അറിയൂ മനസ്സിലാകുമോ ഇല്ലേ എന്ന്. എടാ, അത് എല്ലാവരും വരും. എല്ലാവരും ഏതെങ്കിലുമൊക്കെ നിലയിലെത്തിയിട്ടുണ്ടാകും. ഇവിടെ ഞാൻ മാത്രം ഇങ്ങനെ. അത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നൈസായിട്ട് ഡീൽ ചെയ്യാം. അതുമാത്രമല്ല പോളെ, വേറൊരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. പോൾ ആൽബിയെ നിർബന്ധിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ആൽബി പോളിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണത്തിന് പോകാൻ തയ്യാറായി. ഏകദേശം രാത്രി 8 മണിയോടെയാണ് അവർ യാത്ര ആരംഭിച്ചത്. പോളായിരുന്നു ഡ്രൈവ് ചെയ്തത്. ആൽബി ആകട്ടെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കാറിലെ സെറ്റിലൂടെ മനോഹരമായൊരു ഇന്ത്യഗാനം പുറത്തേക്കൊഴുകി. പോൾ ആൽബിയെ നോക്കി. അപ്പോഴും ആൽബി ചിന്തയിലായിരുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? പോൾ കാര്യം തിരക്കി. ഇല്ലടാ, ഞാൻ ആലോചിക്കുമായിരുന്നു. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണല്ലേ? എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന ഒരു യാത്ര പോലെ. പോള് പെട്ടെന്ന് തൻ്റെ പോക്കറ്റൊക്കെ തിരയാൻ തുടങ്ങി. എന്താടാ, എന്ത് പറ്റി? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പോക്കറ്റ് തപ്പുന്ന പോളിനെ നോക്കി ആൽബി ചോദിച്ചു. അല്ലടാ, ഞാൻ ട്രിപ്പിന് വേണ്ടി സെറ്റ് ചെയ്തു വെച്ച സ്റ്റിക്ക് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയതാ. ഭാഗ്യം, അത് അവിടെ തന്നെയുണ്ട്. ഇവനെന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാകാത്ത പോലെ ആൽബി പോളിനെ ഒന്ന് നോക്കി. അല്ല മച്ചാൻ, സാഹിത്യമൊക്കെ പറയുന്നു. എൻ്റെ സ്റ്റിക്കെങ്ങാനും എടുത്ത് കാച്ചിയൊന്ന് ചോദിച്ചതാ. പോൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഒന്ന് പോടാപ്പനെ. എന്തായാലും ഞാൻ ഹാപ്പിയായി മച്ചാനെ. നിന്റെ ഡിപ്രഷനൊക്കെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രിപ്പ് പോയാൽ എല്ലാം ശരിയാകുമെന്ന്. പോൾ സന്തോഷത്തോടെ പറഞ്ഞു. പോൾ പറഞ്ഞതിന് ചെറിയൊരു പുഞ്ചിരി മറുപടിയായി നൽകിയ ശേഷം ആൽബി വീണ്ടും വെളിയിലേക്ക് കണ്ണു നട്ടിരുന്നു. സെറ്റിൽ അപ്പോഴും ഒരു ഹിന്ദി ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. കാർ മരങ്ങളുടെയും മയിൽക്കുട്ടികളെയും പിന്നിലാക്കി മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ അവർ കാർ മാറി മാറി ഓടിച്ച് വഴിയോരക്കടകളിൽ ഇറങ്ങി ചായയും കുടിച്ചു.
സമയം ഏകദേശം 12 അടുക്കുന്നു. റോഡെല്ലാം ഏറെക്കുറെ വിജനമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ പോകുന്ന പെട്രോൾ ടാങ്കറുകളും മീനും മറ്റുമായി പോകുന്ന ഇൻസുലേറ്ററുകളുമായിരുന്നു അതിന് ഒരു അപവാദം. ഡാ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഓടിക്കണോ? ആൽബി പോളിനോട് ചോദിച്ചു. എന്ത്? ഈ രാത്രി 4 മണി വരെ ഓൺലൈനിൽ ചത്തുകുത്തിയിരിക്കുന്ന എന്നോടാ വാല? നീ വേണമെങ്കിൽ സ്ലീപ്പിക്കോ, കണ്ണൂർ വരെ വേണമെങ്കിൽ ഞാൻ ഓടിച്ചോളാം. പോള് ട്രിപ്പ് പോകുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു. ഉറക്കമൊന്നും വരുന്നില്ലടാ. ഇപ്പോൾ എവിടെയായി? വല്ല ബോധ്യമുണ്ടോ? നമ്മളിപ്പോൾ പാലക്കാടായിട്ടുണ്ട് മച്ചാനെ. ഈ പോക്ക് പോയാൽ നമുക്കൊരു മണിക്കൂർ കൊണ്ട് കണ്ണൂർ പിടിക്കാം. പെട്ടെന്ന് റോഡിന് വശത്ത് നിന്നും 25ഓളം വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി കാറിൻ്റെ മുന്നിലേക്ക് ചാടി. ലിഫ്റ്റിനായി കൈ നീട്ടി. പോൾ ആൽബിയെ ഒന്ന് നോക്കി. ഏതോ വള്ളിക്കേസാണ്, നീ നിർത്തണ്ട വിട്ടോ, ആൽബി പോളിനോട് പറഞ്ഞു. മച്ചാനെ, ഒരു പെണ്ണ് ഈ അർദ്ധരാത്രി ഒരു സഹായം ചോദിക്കുമ്പോൾ നിർത്താതെ പോകുന്നത് ശരിയാണോ? നാളെ ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞൊരു വാർത്ത വന്ന് കണ്ടാൽ അതെന്നും നമുക്കൊരു വേദനയാകില്ലേ? കാറ് സ്ലോ ആക്കിക്കൊണ്ട് പോള് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും കാർ ആ കുട്ടിയെ കടന്നുപോയിരുന്നു. ആൽബി ഒന്നും മിണ്ടിയില്ല. മച്ചാനെ, നീ ഒരു നോ പറഞ്ഞാൽ ഒരുപാട് കാറുകൾ കടന്നുപോയ പോലെ ഈ കാറും കടന്നുപോകും. പക്ഷെ നിന്റെ ഒരു എസ് ചരിത്രമാകും. നാളെ ഒരുപാട് ചെറുപ്പക്കാർ എസ് പറയാനുള്ള ചരിത്രം. പോള് ട്രാഫിക് സിനിമയിലെ ജോസ് പ്രകാശിനെ പോലെ പറഞ്ഞു. മതി നിന്റെ ഡയലോഗ്. നിനക്ക് ആ പെൺകുട്ടിയെ കാറിൽ കയറ്റണം, അത്രയല്ലേ ഉള്ളൂ. കയറ്റിക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ. ഏറ്റവും അടുത്ത ബസ് സ്റ്റോപ്പ് വരെ മാത്രം. ഓക്കെ ആണെങ്കിൽ നിർത്തിക്കോ. ആൽബി ഒരു അർദ്ധസമ്മതം മൂളി. നീ മുത്താണ് മച്ചാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽബി ആവേശത്തോടെ കാറ് പിന്നോട്ടെടുത്തു. അത് ആ പെൺകുട്ടിക്ക് അടുത്ത് വന്ന് നിന്നു. കാർ അടുത്തേക്ക് വന്നതും പ്രതീക്ഷയോടെ ആ പെണ്ണ് കാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ കാലിക്കറ്റിന് പോകുമായിരുന്നു, ബസ് മിസ്സായി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? തോളിൽ കിടന്ന ബാഗ് നേരെയാക്കിക്കൊണ്ട് ഒരു അപേക്ഷ സ്വരത്തിലാണ് ആ പെൺകുട്ടി അത് പറഞ്ഞത്. അവൾ ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. പോൾ സീഡിലൂടെ കൈയിട്ട് ലോക്ക് തുറന്ന് കയറിക്കോളൂ എന്ന അർത്ഥത്തിൽ തലകാട്ടി. ആ പെൺകുട്ടി സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അകത്തേക്ക് കയറി ഡോറടച്ചു. വളരെ നന്ദിയുണ്ട്, ഒരുപാട് നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അതൊന്നും പ്രോബ്ലം ഇല്ലെന്നേ, ഞങ്ങൾ ഡെയിലി ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാറുള്ളതാ. ഇന്ന് ആരെയും കിട്ടിയില്ലെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് കുട്ടി വന്നത്. സന്തോഷായി, ചിരിച്ചുകൊണ്ട് പോൾ പറഞ്ഞു. എൻ്റെ പേര് പോള്, ഇതെൻ്റെ കസിൻ ആൽബി. കുട്ടിയുടെ പേരെന്താ? സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പോൾ ചോദിച്ചു. എൻ്റെ പേര് ജിൻസി, ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് വന്നതാ. പോൾ എന്ത് ചെയ്യുന്നു? ജിൻസിയുടെ മറുചോദ്യം കേട്ടതും പോൾ മറുപടി പറയാതെ തിരിഞ്ഞിരുന്നു. പോൾ ചൂളുന്നത് കണ്ടപ്പോൾ അറിയാതെ ആൽബിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കുട്ടി കാലിക്കറ്റിനാണെന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾ കണ്ണൂർക്കാ. വേണമെങ്കിൽ ഞങ്ങൾ കാലിക്കറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. വിഷയം മാറ്റിക്കൊണ്ട് പോൾ അറിയാതെ പറഞ്ഞതും ആൽബിയുടെ വാക്കുകൾ ഓർത്തതും ഒരുമിച്ചായിരുന്നു. ആൽബി ദേഷ്യം കടിച്ചു പിടിച്ച് പോളിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പോളൊന്ന് ചൂളിപ്പോയി. അവൻ്റെ കൈകൾ പതിയെ മ്യൂസിക് സെറ്റിൽ സ്വിച്ചിൽ അമർന്നു. അതിലെ സംഗീതം നിലച്ചിരുന്നു. പോളൊന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. കാറിൽ നിശബ്ദത തളം കെട്ടി നിന്നു. പെൺകുട്ടി ഇടയ്ക്കിടെ പുറകോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആൽബി മിററിലൂടെ കണ്ടു. സമയം വീണ്ടും കടന്നുപോയി, ദൂരവും. അവിടെ ഒന്ന് ചവിട്ട്. കുറെ മുന്നിലേക്ക് ചെന്നപ്പോൾ കണ്ട ഒരു ചായക്കട ചൂണ്ടിക്കൊണ്ട് ആൽബി പറഞ്ഞു. വണ്ടി നിന്നതും ആൽബി പുറത്തിറങ്ങി ചായക്കട ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. പോൾ മെല്ലെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. ടീ ഓർ കോഫി? ഡോർ തുറന്നുകൊണ്ട് പോൾ ചോദിച്ചു. നോ താങ്ക്സ്. അവൾ 2 വാക്കിൽ മറുപടി ചുരുക്കി. ഇവിടെ വാടാ പോർക്കേ. ആൽബിയുടെ ശബ്ദം കേട്ട് അല്പം ഞെട്ടലോടെയാണ് പോൾ ഡോർ അടച്ചുകൊണ്ട് ചായക്കടയിലേക്ക് പോയത്. എടാ, ഞാൻ നിന്നോട് എന്ത് പറഞ്ഞിട്ടാണ് അവളെ കാറിൽ കയറ്റിയത്? എടാ മച്ചാൻ, നീ ഒന്ന് കൂളായേ. ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയി. നമുക്ക് സെറ്റാക്കാം. നിനക്ക് അവളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ പോരെ? നമുക്ക് സെറ്റാക്കാന്നേ. വാ, ഒരു ചായ കുടിക്കേ, എല്ലാം സെറ്റാക്കാം. ചേട്ടാ 2 ചായ. കടക്കാരനെ നോക്കിക്കൊണ്ട് പോൾ ഓർഡർ നൽകി. ഡോക്ടറുടെ മരണം പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഇവർക്കെങ്ങാനും വല്ല പകലും തപ്പിയാൽ പോരെ? അപ്പോൾ ശരിക്കും തപ്പാലോ? ചൂട് ചായ കുടിച്ചുകൊണ്ട് പോൾ കടയിൽ തൂങ്ങിക്കിടന്ന പത്രം വായിച്ചുകൊണ്ട് ആൽബി ഒന്ന് ചിരിപ്പിക്കാനുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു. എന്തു ഊള കോമഡിയാടാ. പോളിനെ കളിയാക്കിക്കൊണ്ട് ആൽബി പറഞ്ഞു. വാ പോവാം. ഈ എടുക്ക്, ഞാൻ ഓടിക്കാം. പോളിൻ്റെ കയ്യിൽ നിന്നും ആൽബി ചാവി വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവർ കാർ മുന്നോട്ടെടുക്കുമ്പോൾ ഒരു ഇൻഹേലർ ഉപയോഗിക്കുകയായിരുന്നു ജിൻസി. എക്സ്ക്യൂസ് മീ, എനിക്ക് ഈ ആസ്മയുടെ പ്രശ്നമുള്ളതാ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ AC ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ നന്നായിരുന്നു. ആൽബി പറഞ്ഞത് കേട്ടില്ലേ? കുട്ടിക്ക് AC അലർജിയാണെന്ന്. അത് ഓഫ് ചെയ്യ്. ആജ്ഞ കലർന്ന സ്വരത്തിലും അപേക്ഷ നിറഞ്ഞ മുഖഭാവത്തോടെയും പോൾ ആൽബിയോട് പറഞ്ഞു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ഗിയർ മാറ്റിയ ശേഷം ആൽബി പതിഞ്ഞ സ്വരത്തിൽ AC ഓഫ് ചെയ്തുകൊണ്ട് പോളിനോട് പറഞ്ഞു. അവൻ മുന്നോട്ട് തിരിഞ്ഞതും അപ്രതീക്ഷിതമായി ഒരു ലോറി എതിരെ വന്നതും ഒന്നിച്ചായിരുന്നു. കാർ പെട്ടെന്ന് വെട്ടിച്ച ആൽബി അടുത്തുള്ള മരത്തിൽ കൊണ്ടിടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ ചവിട്ടി നിർത്തി. കുറേ നേരത്തേക്ക് അവർക്ക് ചെവിയിലൂടെ ഒരു മൂളൽ അനുഭവപ്പെട്ടു. ആൽബിയുടെ തല സ്റ്റീറിംഗിലിടിച്ച് അല്പം മുറിഞ്ഞിരുന്നു. പോളാകട്ടെ ഭയന്ന സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നു. ആൽബി ബോട്ടിലിരുന്ന് അല്പം വെള്ളമെടുത്ത് പോളിന്റെ മുഖത്തേക്ക് തെളിച്ചു. അവൻ സ്വബോധത്തിലേക്ക് തിരികെ വന്നു. അവർ കാറിന് പുറത്തിറങ്ങി കുറേ നേരം നിന്നു.
അപ്പോഴാണ് പോൾ ജിൻസിയെ പറ്റി ഓർത്തത്. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഓടി വന്ന് കാറിൻ്റെ പിൻസീറ്റിലേക്ക് നോക്കി. അവിടെ കാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു ജിൻസി. പോൾ ഡോർ തുറന്ന് ജിൻസിയെ കുലുക്കി വിളിക്കാൻ തുടങ്ങി. അവൾ പ്രതികരിച്ചില്ല. പോൾ വർദ്ധിച്ച ഭയത്തോടെ ആൽബിയെ നോക്കി. ആൽബി അങ്ങോട്ടേക്ക് ഓടി വന്ന് ജിൻസിയുടെ റിസ്റ്റ് പിടിച്ചു നോക്കി. അത് നിശ്ചലമായിരുന്നു. പോയി. പാതി മുറിഞ്ഞ വാക്കോടെ ആൽബി പറഞ്ഞത് കേട്ട് സ്തബ്ധനായി പോൾ ആൽബിയെ നോക്കി. കല്യാണ വീടിൻ്റെ മുന്നിലേക്ക് കാറ് വന്ന് നിന്നു. അതിൽ നിന്നും ആൽബിയും പോളും പുറത്തിറങ്ങി. അവരുടെ മുഖം ഭയത്തിലും ആശങ്കയിലും വിളറിയിരുന്നു. കല്യാണ വീട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട്, പ്രമുഖരും അല്ലാത്തവരുമായ ആളുകൾ. ഡോർ പതുക്കി അടിച്ചിട്ട് അവർ മുന്നോട്ട് നടന്നു. പന്തൽ വളരെ മനോഹരമായ അലങ്കാര വിളക്കുകളാലും ആഡംബര വസ്തുക്കളാലും അലങ്കരിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ ഒരു ഗായകൻ പാടാൻ തുടങ്ങിയിരുന്നു. വളരെ മനോഹരമായ സംഗീതം. നവവരനും വധുവും പുത്തൻ വസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്. ആളുകൾ അവർക്ക് സമ്മാനപ്പൊതികളും ആശംസകളും സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. വരൻ ആൽബിയെ കാണുകയും ഹസ്തദാനം നൽകി വേദിയിലേക്ക് ഫോട്ടോ എടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ആൽബി സ്നേഹപൂർവ്വം ആ ക്ഷണം നിരസിച്ചെങ്കിലും അയാളുടെ നിർബന്ധം ആൽബിയെ വേദിയിലേക്ക് പോകാൻ നിർബന്ധിതനാക്കി. പോളും കൂടെ ചെല്ലുകയും അവർ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ആൽബിയുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് പൊടിയുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത ശേഷം അവരെ മറ്റുള്ള ഫ്രണ്ട്സ് കാണുകയും ക്ഷണിക്കുകയും ചെയ്തു. നീ അങ്ങോട്ട് നിൽക്ക്, ഞാൻ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം, വരൻ ആൽബിയോട് പറഞ്ഞു. ഡ്രിങ്ക്സിനായി കൂട്ടുകാർ ആൽബിയെയും പോളിനെയും ക്ഷണിച്ചു. അടുത്തുള്ള ഒരു ലേക്ക് റിസോർട്ടിലായിരുന്നു മദ്യസൽക്കാരം. നിങ്ങളെന്താ മാരേജിനെത്താഞ്ഞ്? കൂട്ടുകാരൻ മാത്യു ആണ് ചോദിച്ചത്. വഴിയിൽ വെച്ച് കാറൊന്ന് കംപ്ലൈൻ്റ് ആയി. ആൽബി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ആ നുണ പറയുമ്പോൾ ആൽബി പോളിൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് പാളി നോക്കാതിരുന്നില്ല. റിസപ്ഷനെങ്കിലും എത്താൻ കഴിഞ്ഞില്ലേ, ഭാഗ്യം. ആൽബിയെ സപ്പോർട്ട് ചെയ്യാനെന്നോണം പോള് പറഞ്ഞു. ടെൻഷൻ കാരണം ആൽബി വളരെ കൂടുതൽ കുടിച്ചു. പോളാകട്ടെ മദ്യം തൊട്ടുകൂടിയില്ല. പേടി അയാളിൽ അത്രമേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. കുടിച്ചും സംസാരിച്ചും ആൽബി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പോളിൻ്റെ കണ്ണുകളും പതിയെ അടയാൻ തുടങ്ങിയിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് രണ്ടുപേരും ഉണർന്നത്. ഉണർന്നപ്പോൾ തന്നെ അവർ പോകാൻ തയ്യാറെടുത്തു. എന്താണ് നേരത്തെ പോകുന്നത്? ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ, ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടിട്ട് പോയാൽ പോരെ? ബിബിൻ ചോദിച്ചു. ഇല്ലടാ, പോയിട്ട് കാര്യമുണ്ട്. അമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ ദിവസത്തേക്ക് തന്നെ കഷ്ടപ്പെട്ട സമ്മതം വാങ്ങിച്ചേ. ഓക്കേടാ, സമയം കിട്ടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കൂടാം. പിന്നെ നീ എന്നാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു പാർട്ടി തരുന്നത്? ആൽബി ഒന്നും മിണ്ടാതെ യാത്ര പറഞ്ഞിറങ്ങി. യാത്ര തുടർന്നു. കാറ് മുന്നോട്ട് നീങ്ങി. തലേന്നത്തെ മദ്യപാനം ആൽബിയിൽ കഠിനമായ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കൊണ്ടോട്ടി പാലത്തിന്റെ കീഴിലായി 25 വയസ്സായ യുവതിയുടെ മൃതദേഹം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ്. ഇടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് TV-യിലെ ആ വാർത്ത അവർ ശ്രദ്ധിച്ചത്. ഇൻസൈറ്റിൽ കാണിച്ച ഫോട്ടോ കണ്ട് അവരുടെ ചങ്ക് കലങ്ങി. അവരുടെ കാറിൽ കയറിയ ആ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. അവർ മുഖത്തോട് മുഖം നോക്കി. അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ അവരുടെ മനസ്സിലേക്ക് ഓടി വന്നു. പോയി. പെൺകുട്ടിയുടെ റിസ്റ്റ് പിടിച്ചു നോക്കി ആൽബി പറഞ്ഞു. ആൽബിയും പോളും മുഖത്തോട് മുഖം നോക്കി. എന്താണ് ചെയ്യുക? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? പോൾ ആൽബിയോട് ചോദിച്ചു. നോ, വേണ്ട. അങ്ങനെ ചെയ്താൽ അവരുടെ സംശയത്തിൽ ആദ്യ ചൂണ്ടുവിരൽ നീളുന്നത് നമ്മളിലേക്കായിരിക്കും. അതിന് ഇതൊരു ആക്സിഡന്റ് അല്ലേ? അതൊന്നും പറഞ്ഞാൽ അവർ മനസ്സിലാക്കില്ല. ആദ്യം നമ്മളെ പൂട്ടും, പിന്നെയല്ലേ അന്വേഷണമൊക്കെ നടത്തൂ. അതിൻ്റെ വിധിയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ പാതി ജീവിതം പോയിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തൽക്കാലം ഇതെവിടെയെങ്കിലും കളയാം. ഒന്നും നടന്നിട്ടില്ല. നമ്മളാ പെൺകുട്ടിയെ കണ്ടിട്ടേയില്ല. നമ്മളാർക്കും ലിഫ്റ്റ് കൊടുത്തിട്ടുമില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ആലോചിക്കാം. നീ കാറിൽ കയറ്. എവിടെ നിന്നോ ഒരു ധൈര്യം വന്ന പോലെ ആൽബി പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. അവൻ കാറ് മുന്നോട്ടെടുത്തു. പാതി മരവിച്ച മനസ്സുമായി പോളും അവനെ അനുഗമിച്ചു. കാറ് മുന്നോട്ട് നീങ്ങി. അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. പോൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് നേരം നോക്കാൻ അയാൾക്ക് ആകില്ലായിരുന്നു. ആ പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ ശപിച്ചിരിക്കണം. കാർ വിജനമായൊരു വഴിയിലൂടെ ഇരുട്ടിലേക്ക് കടന്നു. കുറേ ദൂരം മുന്നോട്ട് പോയ കാറ് റോഡ് വിട്ട് കുറേ താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു നദിക്കരയിൽ ചെന്ന് നിർത്തി. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ആൽബി പിൻസീറ്റിലിരിക്കുന്ന ബോഡി വലിച്ച് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. പോൾ അപ്പോഴും ആ ഞെട്ടലിൽ നിന്നും ഉണരാതെ നിൽക്കുകയായിരുന്നു. എന്നെ ഒന്ന് സഹായിക്ക്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. നീ എന്ത് ചെയ്യാനാ പ്ലാൻ? പരിഭ്രമത്തോടെ പോൾ ചോദിച്ചു. ആൽബി നദിയിലേക്ക് നോക്കി. മച്ചാനെ, എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇത് കൂടുതൽ ഡാർക്ക് സീനാകും. നിന്റെ മനസ്സിൽ വേറെ ബെറ്റർ ഐഡിയ ഒന്നുമില്ലല്ലോ. ചിലക്കാതെ സഹായിക്കാൻ നോക്ക്. എടാ, നമുക്കിപ്പോൾ വേണ്ടത് ആലോചിക്കാനുള്ള സമയമാണ്. ഇതിവിടെ ഉപേക്ഷിച്ചാൽ നാളെ ഇത് കാണുന്ന ആരെങ്കിലും പോലീസിൽ വിളിച്ചു പറയും. നിനക്കറിയാലോ, അന്വേഷണമൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അവരെങ്ങനെ പോയാലും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളെ കണ്ടെത്തും. മറിച്ച് ഇപ്പോൾ ഇത് നദിയിലിട്ടാൽ മതി. എന്തെങ്കിലും ബോഡിയോ റിമൈൻസോ കിട്ടുന്നതുവരെ നമ്മൾ സേഫാണ്. എന്തെങ്കിലും വെയിറ്റ് കെട്ടി എറിഞ്ഞാൽ മതി, പിന്നെ പൊങ്ങി വരില്ല. നമുക്ക് സമയമില്ല, വാ പിടിക്ക്.
ആൽബി ബോഡിയുടെ തലഭാഗം പിടിച്ച് പോൾ കാലും. അവർ നദിക്കരയിലേക്ക് നടന്നു. ആൽബി അടുത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ബോഡിയുടെ വയറ്റിൽ വെച്ചു. വള്ളി എന്തേലും കിട്ടുമോ എന്ന് നോക്ക്, ആൽബി പോളിനോട് പറഞ്ഞു. പോൾ നദിക്കരയാകെ തിരഞ്ഞു. കിട്ടിയൊരു തുണിക്കഷ്ണം കീറി വള്ളി പോലെയാക്കി ഒന്നുകൂടി വലിച്ച് ബലം പരിശോധിച്ചു. അത് ബോഡിയിൽ ചേർത്ത് കെട്ടി നദിയിലേക്ക് തള്ളിയിട്ടു. ആ രാത്രിയിലും അടുത്ത പകലും ആ കാറിൽ തന്നെ അവർ കഴിച്ചുകൂട്ടി. തിരിച്ച് വീട്ടിലേക്ക് പോകണോ കല്യാണ വീട്ടിലേക്ക് പോകണോ എന്ന ആശയക്കുഴപ്പം അവരെ അലട്ടിയെങ്കിലും അവസാനം കല്യാണ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നു. ഒരു അന്വേഷണം വന്നാൽ നേരിടാൻ ഒരു കരുതലെന്നോണം അവിടെ തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. റോഡിലൂടെ പാഞ്ഞുപോയ ലോറിയുടെ ഹോൺ ശബ്ദമാണ് പോളിനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ബ്രോ, ഇനി എന്താ പ്ലാൻ? നമുക്ക് തൽക്കാലം വീട്ടിലേക്ക് പോകാം. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുക. നീ വണ്ടി എടുക്ക്. ചായ കുടിച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് വലിച്ചെറിഞ്ഞുകൊണ്ട് ആൽബി കാറിന്റെ പിൻസീറ്റിൽ കിടന്നു. പോൾ വണ്ടിയെടുത്തു. അന്നത്തെ രാത്രിക്ക് ദൈർഘ്യം കൂടിയതുപോലെ പോളിന് തോന്നി. ഒരുപക്ഷെ ആ രാത്രി അവസാനിക്കാതിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചിരിക്കണം. പോലീസ് നായ മണം പിടിച്ച് നദിക്കരയിലെത്തിയിരുന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. പാതിയായ സിഗരറ്റ് താഴേക്ക് വലിച്ചെറിഞ്ഞ് അത് ഷൂ കൊണ്ട് ചവിട്ടി അണച്ചുകൊണ്ട് ഇൻസ്പെക്ടർ തോണിക്കാരനെ ജീപ്പിന്റെ അടുത്തേക്ക് വിളിച്ചു. താൻ എപ്പോഴാ കണ്ടേ? രാത്രി ഒരു 2 മണിയായിട്ടുണ്ടാകും സാറേ. ആ സമയത്ത് തനിക്കെന്തായിരുന്നു ഇവിടെ പണി? അയാളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ചോദിച്ചു. അത് സാറേ, ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. വഞ്ചിയിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ രാത്രിയായി. ആ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടോ. സത്യമാ സാറേ, എനിക്കങ്ങനെ വീടൊന്നുമില്ല. വഞ്ചി എവിടെ കിട്ടുമോ ആ വഞ്ചിത്തട്ടിലെ കിടക്കാറ്. ഇന്നലെ കുറച്ചധികം പൈസ കിട്ടിയിരുന്നു. അതുകൊണ്ട് കുറേ കുടിച്ചു, കിടന്നുറങ്ങിപ്പോയി. എന്നിട്ട് രാത്രി എന്തോ വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടാ ഉണർന്നത്. ഇരുട്ടായതുകൊണ്ടൊന്നും വ്യക്തമായി കണ്ടില്ല. അവർ എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റിയില്ല സാറേ. ഇരുട്ടായിരുന്നു സാറേ. സാധാരണ ചിലരൊക്കെ രാത്രിയിൽ നദിക്കരയിൽ കുടിക്കാൻ വരാറുണ്ടായിരുന്നു. അവരും അങ്ങനെ വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചേ. ഇപ്പോൾ രാവിലെയല്ലേ അറിയണത്. ശരി, താൻ പൊക്കോ. പിന്നെ കുറച്ചു നാളത്തേക്ക് ഇവിടെ തന്നെ കാണണം. വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. എങ്ങോട്ടും പോയേക്കരുത്. അപ്പോഴേക്കും ഫോറൻസിക് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് വന്നു. ടയറിന്റെ പാടും ഷൂ പാടുകളും മാത്രമേ ഇവിടെയുള്ളൂ. 2 പേരുടെ ഷൂ പാടുകൾ കാണാനുണ്ട്. വേറെ ഒന്നും തന്നെയില്ല. പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിവലിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. എന്നാൽ മുഖത്തിന്റെ ഭാഗം കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അറിയാം, ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറോടായി പറഞ്ഞു. ഇൻസ്പെക്ടർ കീഴുദ്യോഗസ്ഥരെ വിളിച്ചു. ഇവിടെ അടുത്ത് എവിടെ CCTV ക്യാമറ ഉണ്ടെന്ന് പരിശോധിക്കണം. രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയിൽ ഇവിടേക്ക് വന്നുപോയ വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ, ക്വിക്ക്. കാർ അപ്പോഴേക്കും ജോമോന്റെ ഗ്യാരേജിൽ വന്നു നിന്നു. സ്ഥലമെത്തി. പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പോള് പറഞ്ഞു. ആൽബി പതിയെ എഴുന്നേറ്റു. ഉറങ്ങാതെ അയാളുടെ കണ്ണുകൾ വീങ്ങിയിട്ടുണ്ടായിരുന്നു. കാറ് കണ്ടതും ജോമോൻ അങ്ങോട്ടേക്ക് നടന്നു വന്നു. നേരത്തെ വന്നല്ലോ. നിങ്ങളില്ലാതെ ആകിയ ബോറായിരുന്നു മച്ചാനെ. ആൽബിയുടെയും പോളിന്റെയും മുഖത്ത് നിന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് ജോമോൻ മനസ്സിലാക്കി. അയാളുടെ ചിരി പതിയെ മാഞ്ഞ് മുഖത്ത് ഗൗരവഭാവം നിറഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ കാര്യങ്ങൾ വിശദീകരിച്ചതും ജോമോൻ തലയ്ക്ക് കൈവച്ചിരുന്നു പോയി. ആൽബി, നീ ചെയ്തത് കടന്നുപോയി. നിനക്ക് പോലീസിൽ അറിയിക്കുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോ കേസ് വേറെ വഴിക്കാ പോകുന്നത്. ഇനി നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഞാൻ പോലും വിശ്വസിച്ചെന്ന് വരില്ല. ജോമോനെ, ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഇതിപ്പോ കാറും കൂടി പണിയായല്ലോടാ ആൽബി. ക്ഷമിക്കടാ. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ എനിക്ക് അതാണ് ശരിയെന്നാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അയാളുടെ വാക്ക് പാതിയിൽ മുറിഞ്ഞു. കാർ ഒളിപ്പിക്കണം. കുറേ നേരം ചിന്തയിൽ മുഴുകിയിരുന്ന ശേഷം ആൽബി പറഞ്ഞു, ആദ്യം നമ്മളിലേക്ക് എത്താനുള്ള വഴി അതാണ് കാറ്. വാ. ജോമോൻ അവരെ വിളിച്ച് ഗ്യാരേജിന്റെ പിറകിലുള്ള പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ആ കെട്ടിടം ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. ജോമോൻ തുരുമ്പിച്ച പൂട്ട് തുറന്നു. കാർ ഇവിടെ സേഫായിരിക്കുമെന്ന് തോന്നുന്നു. പോളെ, നീ കാർ എടുത്തിട്ട് വാ. പോൾ മുന്നിലേക്ക് പോയപ്പോൾ ഒരു പോലീസ് ജീപ്പ് റോഡിലൂടെ കടന്നുപോയതും ഒന്നിച്ചായിരുന്നു. അയാളുടെ ഉള്ളിൽ ഭയത്തിന്റെ തീയൊന്നാളി. എന്നാൽ ജീപ്പ് അങ്ങോട്ടേക്കല്ല എന്ന് മനസ്സിലായതും അയാൾക്ക് ശ്വാസം നേരെ വീണു. അയാൾ പതിയെ കാർ മുന്നോട്ടെടുത്ത് അത് ജോമോന്റെ ഗ്യാരേജിന്റെ പിന്നിലെ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. കാറിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെയായി? CI ചോദിച്ചു. സാർ, അടുത്തുള്ളൊരു കമ്പ്യൂട്ടർ സെന്ററിലെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. 2 മണിക്ക് ശേഷം ആ വഴിയിലൂടെ കടന്നുപോയ കാറുകൾ 7 എണ്ണമാണ്. അതിൽ 2 എണ്ണം SUV കാറാണ്. SUVയുടെ ടയർ മാർക്കുകൾ നദിക്കരയിലേതുമായി ചേരില്ല. കാരണം ടയറിന്റെ വലിപ്പവും ടയറുകൾ തമ്മിലുള്ള അകലവും മറ്റും കാറുകളുടെ ടയറുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാറുകളെ നമുക്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാം. ബാക്കിയുള്ള 5 കാറുകളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് നമ്മളിപ്പോൾ. നമ്പറുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. കേസ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതികളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം സാർ. എന്തായാലും ഒന്ന് വേഗത്തിലാക്കിക്കോ. മരിച്ചത് മീഡിയയിലുള്ള പെൺകുട്ടിയായതുകൊണ്ട് തലവേദന കൂടും. ഓക്കെ സാർ. ജോമോൻ ബിൽഡിംഗ് പൂട്ടി ഓഫീസിലേക്ക് നടന്നു.
ഒന്നും മിണ്ടാതെ ആൽബിയും പോളും അവനെ അനുഗമിച്ചു. ജോമോൻ ഓഫീസിലേക്കാണ് നേരെ പോയത്. ഉള്ളിൽ കയറി അയാൾ കസാരയിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു. അയാളുടെ ഫോൺ ശബ്ദിച്ചെങ്കിലും അയാൾക്കത് കേൾക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ചിന്തകൾ അയാളിൽ കാട് പിടിച്ചിരുന്നു. അപ്പോഴാണ് ടേബിളിന്റെ മുകളിൽ കിടന്ന ന്യൂസ് പേപ്പർ ആൽബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ അത് വായിക്കാൻ തുടങ്ങി. കൊണ്ടോട്ടി പാലത്തിന്റെ സമീപത്ത് നിന്ന് കിട്ടിയ യുവതിയുടെ മൃതദേഹം സംഭവത്തിൽ ദുരൂഹതയേറുന്നു. കഴിഞ്ഞ ദിവസം പാലത്തിനടിയിലായി മരിച്ച നിലയിൽ കാണപ്പെട്ട ജിൻസി എന്ന ജേർണലിസ്റ്റിന്റെ മരണം മുങ്ങിമരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങളിൽ കായൽ ജലത്തിന്റെ സാന്നിധ്യമില്ല. കൊലപാതകത്തിന് ശേഷം ബോഡി കായലിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജസൽ അറിയിച്ചു. തലയിലുള്ള പരിക്ക് മരണകാരണമായിട്ടില്ലെന്നും മരണം നടന്നതിന് ശേഷമുള്ള പരിക്കാണതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വാർത്ത കേൾക്കവേ പോളിന്റെ മുഖത്തുണ്ടായ ഭാവങ്ങൾ വിവരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. തലയിലേറ്റ മുറിവെല്ലാം മരണത്തിന് കാരണമെങ്കിൽ വലിയ ഡാർക്കാകില്ലെന്നാണ് തോന്നുന്ന ബ്രോ. ആക്സിഡന്റിൽ മരിച്ചതായിരിക്കില്ലല്ലോ. അതിൽ ആശ്വസിക്കാം, അയാൾ പറഞ്ഞു. എന്നാലും അവളുടെ കൂടെ അവസാനമുണ്ടായിരുന്ന ആളുകൾ നമ്മളായിരുന്നത് നമ്മളെ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ചും ആക്സിഡന്റാണ് നടന്നതെന്ന് പറയാനുള്ള ഒരു കാരണവും ഇല്ലാതായതുപോലെ. ചിലപ്പോൾ നമ്മളെ കൊലപാതകികളാക്കി ചിത്രീകരിക്കാൻ അതൊന്നും മതിയാകും, ആൽബി പറഞ്ഞു. എന്നാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവളെ കൊന്നത് ആരാണ്? ആൽബിയുടെ തലയിൽ ചിന്തകൾ ചൂടുപിടിച്ചു. ഈ യാത്ര തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് അവൻ മനസ്സിൽ പലവട്ടം ചിന്തിച്ചിരിക്കണം. പോളാകട്ടെ ഒന്നും നടന്നില്ല എന്ന മട്ടിൽ സോഫയിൽ ചാരിയിരുന്ന് മയങ്ങുകയാണ്. ജോമോന്റെ മുഖത്ത് നോക്കാൻ ആൽബിക്കായില്ല. വെറുതെ അവനെ കൂടി ഇതിൽ വലിച്ചഴിച്ചോ എന്നൊരു കുറ്റബോധം ആൽബിയുടെ മനസ്സിനെ മതിച്ചു. അവന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് പോളിൽ നിന്നും നേർത്ത കൂർക്കമ്പലി ശബ്ദം പുറപ്പെടാൻ തുടങ്ങിയിരുന്നു. ആൽബിക്ക് ദേഷ്യം അടക്കാനായില്ല. അവൻ കാലുമടക്കി പോളിനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്നേരമേ ആൽബിയോട് പറഞ്ഞതാ പരിചയമില്ലാത്തവർക്ക് ലിഫ്റ്റ് കൊടുക്കണ്ടാന്ന്. വീണ് കിടന്നിടത്ത് നിന്നും കണ്ണ് മെല്ലെ തുറന്നുകൊണ്ട് പോൾ പറഞ്ഞു. ചുറ്റും നോക്കിയൊന്ന് അന്താളിച്ചു. അച്ഛാൻ ഇവിടെ നിന്ന് പോലീസുകാരൊക്കെ എന്തേ? അവളെവിടെ ജിൻസി? നമ്മളെപ്പോഴാ തിരിച്ചു വന്നേ? ചുറ്റും ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ആൽബിയെയും ജോമോനെയും നോക്കിക്കൊണ്ട് ഒരു സ്വപ്നമാണെന്ന സത്യം ഒരു ജാള്യതയോടെ മനസ്സിലാക്കിക്കൊണ്ട് പോൾ ചോദിച്ചു. നീ എന്താ പറഞ്ഞത്? അന്നേരെ പറഞ്ഞില്ലേ ലിഫ്റ്റ് കൊടുക്കണ്ടാന്ന്. അല്ല, പോലീസ് പിടിക്കുമ്പോഴും മോൻ ഇങ്ങനെ തന്നെയായിരിക്കുമല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആൽബി തന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ല ബ്രോ, ഞാനൊരു ഡാർക്ക് ഡ്രീം കണ്ടു. പോലീസ് നമ്മളെ പിടിച്ചെന്ന്. നീ നൈസായിട്ട് സ്കൂട്ടായി. ഞാൻ എസ്കേപ്പ് ആകാൻ നോക്കിയപ്പോൾ എന്തിലോ തട്ടി വീണു. നോക്കിയപ്പോൾ അവളുടെ ബാഗിന്റെ വള്ളി എന്റെ കാലിൽ കുരുങ്ങിയിരിക്കുന്നു. പോള് പറഞ്ഞു നിർത്തിയതും ജോമോനും ആൽബിയും മുഖത്തോട് മുഖം നോക്കി. താനെന്തെങ്കിലും അബദ്ധം പറഞ്ഞോ എന്ന മട്ടിൽ പോളും ആശയക്കുഴപ്പത്തിലായി. അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആൽബി മേശപ്പുറത്ത് നിന്നും ഗ്യാരേജിന്റെ താക്കോലെടുത്ത് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഓടി. താക്കോൽ താഴിന്റെ ദ്വാരത്തിൽ 2 തവണ തിരിഞ്ഞു. അതിന്റെ വാതിൽ ഒരു ഇരമ്പലോടെ തുറന്നു വന്നു. അവൻ കാറിന്റെ അടുത്തേക്ക് നടന്നു. പതിയെ കാറ് തുറന്നു. കാറിന്റെ പിൻസീറ്റിൽ ഒരു മൂലയ്ക്കായി അവളുടെ ബാഗ് അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹലോ, ക്യാൻ ഐ സ്പീക്ക് വിത്ത് ഡോക്ടർ സാമുവൽ? ഫോൺ റിസീവർ കാതിനോട് ചേർത്ത് SI ചോദിച്ചു. യെസ് ഡോക്ടർ, സാമുവൽ ഹിയർ. ആദ്യമേ പറയട്ടെ, ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട. കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സുമായി ഞാൻ ലീവിലാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? മറുതലക്കിൽ നിന്നും മറുപടി വന്നു. കേസോ? വാട്ട് കേസ്? ശബ്ദത്തോടൊപ്പം ഡോക്ടറുടെ മുഖഭാവം തെല്ലു മാറിയിരുന്നു. അതെല്ലാം നേരിട്ട് കാണുമ്പോൾ പറയാം. ഓക്കെ, ഒരു വൈകുന്നേരം 4 മണിക്ക് ശേഷം വീട്ടിലേക്ക് വന്നോളൂ. ഒന്ന് ആലോചിച്ച ശേഷം ഡോക്ടർ സാമുവൽ മറുപടി പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആ ശബ്ദത്തോടെ കോള് കട്ടായി. അതേസമയം ജിൻസിയുടെ ബാഗ് പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ആൽബിയും പോളും ജോമോനും. ബാഗിൽ നിന്നും ഓരോ വസ്തുക്കളായി അവർ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ആദ്യം വന്നത് അവളുടെ ID കാർഡായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസ് അനലിസ്റ്റ് കം റിപ്പോർട്ടറായിരുന്നു ജിൻസി. പിന്നീട് പുറത്തെടുത്തത് ഒരു ഇൻഹേലറായിരുന്നു. അപ്പോൾ അവളൊരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു അല്ലേ? ജോമോൻ ചോദിച്ചു. പിന്നെ ആരെങ്കിലും PUBG കളിക്കാൻ വേണ്ടി ഇൻഹേലർ ബാഗിലിട്ട് നടക്കുമോ? എന്താണ് മാൻ? ജോമോനെ കളിയാക്കിക്കൊണ്ട് പോള് പറഞ്ഞു. എന്ത് ചെളിയാടാ, നിനക്കിതൊരു 2 വർഷം മുമ്പ് പറയാൻ പാടില്ലായിരുന്നോ? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിരിക്കായിരുന്നു. ജോമോൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. പോളിന്റെ വാ അടഞ്ഞു. അവൻ അങ്ങനെ മറുപടിയില്ലാതെ നിന്നു പോകുന്നതും അപൂർവ കാഴ്ചയാണ്. മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടും? സംഗതി കുട്ടികളിയല്ല, കൊലക്കേസാ. അത് ഓർത്താൽ നന്ന്. അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. ചുമ്മാ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കടാ. ആൽബി പറഞ്ഞതും രണ്ടുപേരും നിശബ്ദരായി. ആൽബി തിരച്ചിൽ തുടർന്നു. അടുത്തതായി ആൽബി പുറത്തെടുത്തത് ഒരു ഫയലും അതിൻ്റെ ഉള്ളിൽ ഒരു പെൺഡ്രൈവുമായിരുന്നു. ഡോക്ടർ സുദർശൻ ഡെത്ത് മിസ്റ്ററീസ് ആൻഡ് ഫൈൻഡിങ്സ്. ഫയലിൻ്റെ മുമ്പിൽ എഴുതിയിരുന്ന ഹെഡ്ലൈൻ ആൽബി വായിച്ചു. പതിയെ അവൻ ഫയലിൻ്റെ പേജുകൾ മറിച്ചു. അവയെല്ലാം വെറും ബ്ലാങ്ക് പേപ്പറുകൾ മാത്രമായിരുന്നു. നിന്റെ ലാപ്ടോപ്പ് എവിടെ? ആ പെൺഡ്രൈവ് കയ്യിലെടുത്തുകൊണ്ട് ആൽബി ജോമോനോട് ചോദിച്ചു. ഓഫീസിനകത്തുണ്ട്, ജോമോൻ മറുപടി നൽകി.
നമുക്ക് സഹായമാകുന്ന എന്തെങ്കിലും ഇതിലുണ്ടാകുമ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അവർ ബാഗും എടുത്ത് ഓഫീസിലേക്ക് നടന്നു. ജോമോൻ തൻ്റെ ലാപ്ടോപ്പ് ആൽബിക്ക് നേരെ തിരിച്ചു വെച്ചു. ആൽബി ഫയലിലുണ്ടായിരുന്ന പെൺഡ്രൈവ് ലാപ്പിൽ കണക്ട് ചെയ്തു. എന്താണ് പെൺഡ്രൈവിലെന്നറിയാൻ ജോമോനും പോളും ആൽബിക്ക് 2 വശത്തായി സ്ഥാനം പിടിച്ചു. ആൽബി പെൺഡ്രൈവ് ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ഫൈൻഡിങ്സ് എന്നൊരു ഫയൽ ദൃശ്യമായി. വളരെ പ്രതീക്ഷയോടെ ആൽബി ആ ഫയൽ ഓപ്പൺ ചെയ്തു. പ്രതീക്ഷ നിറഞ്ഞു നിന്ന മൂവരുടെയും മുഖം നിരാശയ്ക്ക് വഴിമാറി. കാരണം ആ ഫയലും ശൂന്യമായിരുന്നു. ആൽബി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ആരായിരിക്കും ഈ ഡോക്ടർ സുദർശൻ? അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? മൗനത്തെ മുറിച്ചുകൊണ്ട് ആൽബി ചോദിച്ചു. എടാ, നിനക്കറിയില്ലേ? നീ പത്രമൊന്നും വായിക്കാറില്ലേ? നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ ഡോക്ടറാണ് സുദർശൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓങ്കോളജിസ്റ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. നമ്മുടെ ബിജോയുടെ അപ്പനെ ചികിത്സിച്ച് അവൻ്റെ അപ്പന് ക്യാൻസർ ആയിരുന്നല്ലോ. അങ്ങേരല്ലേ ഫസ്റ്റ് സ്റ്റേജിലേ കണ്ടുപിടിച്ചത്? പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ബിജോയുടെയും അപ്പൻ്റെയും കൂടെ ഞാനും പോയിരുന്നു. നമ്മുടെ കാറെടുത്താ പോയത്. ഓ, പുള്ളിക്ക് എന്ത് പറ്റി? കഴിഞ്ഞ മാസം അയാൾ ആത്മഹത്യ ചെയ്തു. ആ മരണത്തെ ചുറ്റിപ്പറ്റി ഒരു മാസമായി പല കോൺസ്പിറസികളും നടക്കുന്നുണ്ട്. നല്ല മനുഷ്യനായിരുന്നു. ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് മച്ചാനെ ഞാൻ ഗുഡ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തത്. പോൾ പറഞ്ഞത് മനസ്സിലാകാത്തവണ്ണം ജോമോനും ആൽബിയും പോളിനെ നോക്കി. എന്താ നോക്കുന്നേ? എനിക്ക് നേരത്തെ ഡെഡാകാനൊന്നും വയ്യ മച്ചാനെ. നീ എന്ത് തേങ്ങയായി പറയുന്നേ? ഒന്ന് തെളിച്ചു പറ, ആൽബി ചോദിച്ചു. നീ ചൂടാവില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ആൽബിയുടെ ദേഷ്യം കണ്ടപ്പോൾ ഒന്ന് പരിങ്ങിക്കൊണ്ട് പോള് പറഞ്ഞു. ആ പറ. അല്ല, ഈ ഗുഡ് ഹ്യൂമൻ ബീയിങ്സിനെ ആണല്ലോ ഗോഡ് നേരത്തെ വിളിക്കുക. അങ്ങനെ എന്തോ ഉണ്ടല്ലോ അല്ലേ? ഒരുവിധം പറയാൻ വന്ന കാര്യം പോൾ പറഞ്ഞൊപ്പിച്ചു. ഈ മൂട്ടിൽ തീ പിടിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ കോപ്പിലെ തമാശ പറയാൻ നിൽക്കരുത്, മനസ്സിലായോ? ആൽബി പോളിനോട് കയർത്തു. വലത് കൈയിലെ തമ്പുയർത്തി പോൾ മനസ്സിലായി എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. കാറിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെയായി? CI ചോദിച്ചു. സാർ, കാറിൻ്റെ RC ഓണർ മിസ്റ്റർ ഡോക്ടർ സാമുവലാണ്. അയാൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അദ്ദേഹം പുതിയൊന്ന് വാങ്ങിയപ്പോൾ ഇത് വിൽക്കാൻ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നു. SI പറഞ്ഞു. ആ ഏജൻസിയെ പറ്റി അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. എറണാകുളം ബേസ്ഡായി പ്രവർത്തിക്കുന്ന A to Z എന്ന യൂസ്ഡ് വെഹിക്കിൾ ഷോപ്പാണ് ഓഫീസ്. അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അവിടുത്തെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു സാർ. അവർ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എവിഡൻസാണ് മുഖ്യം. നിങ്ങൾ ചെന്ന് ജോയിൻ ചെയ്ത് ഒന്നിച്ച് മൂവ് ചെയ്താൽ മതി. ഓക്കെ സാർ. ഒരു സല്യൂട്ടോടെ അയാൾ പുറത്തേക്ക് നടന്നു. ഇതേ സമയം പലതവണ ആൽബിയുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മച്ചിയാണ് വിളിച്ചത്. ആൽബി ഫോൺ എടുത്തില്ല. എടാ, ഒരു വഴിയുണ്ട്. എൻ്റെ ഒരു കസിൻ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആളെ ഒന്ന് പോയി കാണാം. ഒരുപക്ഷെ അവൾക്ക് നമ്മളെ എന്തെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഒരു പ്രതീക്ഷ നൽകുന്ന പോലെ ജോമോൻ ആൽബിയോട് പറഞ്ഞു. വാ, ഇപ്പോൾ തന്നെ പോകാം. ആൽബി ജോമോനെ കൂട്ടി പോകാൻ ധൃതി കാണിച്ചു. നിക്കടാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവൾ ഫ്രീ ആണോ എന്ന് അറിയണ്ടേ. ഫോണെടുത്ത് കോണ്ടാക്ട് തിരഞ്ഞുകൊണ്ട് ജോമോൻ പറഞ്ഞു. ശേഷം ഫോൺ കാതിൽ വെച്ച് പുറത്തേക്ക് നടന്നു. എന്താ ഒന്നും മിണ്ടാത്ത? നിന്റെ വായിൽ നാക്കില്ലേ? സാഹചര്യം ഒന്ന് അയവ് വരാൻ വേണ്ടിയാണ് പോൾ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആൽബിക്കറിയാം. അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒന്നും മിണ്ടാതെ സോഫയിലിരിക്കുന്ന പോളിനെ നോക്കി ആൽബി ചോദിച്ചു. ഓ, ഞാനൊന്നും സ്പീക്കണില്ലേ? പോൾ ഒറ്റ വാക്കിൽ മറുപടി നൽകി. അപ്പോഴേക്കും ജോമോൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അകത്തേക്ക് വന്നു. വാ, അവൾ ഫ്രീ ആണ്. ഇപ്പോൾ ഇടപ്പള്ളിയിലുണ്ട്. അവിടെ ചെന്നാൽ കാണാം. പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ജോമോന്റെ മറുപടി വന്നു. ഡാ, ഞങ്ങളൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. നീ കടയൊന്ന് നോക്കിക്കോ, ജോമോൻ പറഞ്ഞു. നിങ്ങൾ ലേറ്റ് ആകുമോ? പോൾ ചോദിച്ചു. പറയാൻ പറ്റില്ല. ഒന്ന് ചെയ്യേ, ലേറ്റ് ആകുവാണെങ്കിൽ നീ ഓഫീസ് പൂട്ടിക്കോ. നീ വീട്ടിലേക്ക് ചെന്നാൽ മതി. ഞാൻ ആൽബിയുമായി അവിടെ വന്ന് കീ കളക്ട് ചെയ്തോളാം, ജോമോൻ പറഞ്ഞു. പിന്നെ അമ്മച്ചിയോടൊന്നും പറയാൻ നിൽക്കണ്ട, ആൽബി കൂട്ടിച്ചേർത്തു. ശരി എന്നാ. അവനോട് യാത്ര പറഞ്ഞ ജോമോനും ആൽബിയും ഇറങ്ങി. യാത്ര പറഞ്ഞിറങ്ങിയ ജോമോനും ആൽബിയും ട്രാഫിക് കയങ്ങളിൽ തിക്കിലും തിരക്കിലും മുന്നോട്ട് നീങ്ങി. മിന്നി അണയുന്ന പച്ചയും ചുവപ്പും ലൈറ്റുകൾ ആൽബിയെ ഒരേ സമയം പ്രതീക്ഷകളും ആശങ്കകളും നിറച്ചുകൊണ്ടേയിരുന്നു. കൊച്ചി നഗരം അങ്ങനെയാണ്. എപ്പോഴും തിരക്കാണ്. എന്തെങ്കിലും ജോലികളിൽ മുഴുകി നിൽക്കാത്ത ഒരാളെ പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അന്ന് ഇടപ്പള്ളി പള്ളിപ്പെരുന്നാൾ കൂടിയായത് തിരക്കിന്റെ ആധിക്യം വർദ്ധിപ്പിച്ചിരുന്നു. ബാൻഡ് മേളങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളെ തന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന പശ്ചാത്തല സംഗീതം പോലെയാണ് ആൽബിക്ക് തോന്നിയത്. ആളുകൾക്കിടയിൽ ജോമോൻ തന്റെ കസിനായ ഇമയെ തിരയുമ്പോൾ കാർ പാർക്ക് ചെയ്യാൻ ഒരു ഇടം തേടുകയായിരുന്നു ആൽബി. ഒടുവിൽ കാർ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറ്റി നിർത്തി ഒരു ഓരത്തായി പാർക്ക് ചെയ്തു. തിരക്കിന്റെ ഇടയിൽ ഇമയെ കണ്ടെത്താൻ ജോമോൻ നന്നേ ബുദ്ധിമുട്ടി. അവസാനം പരാജയപ്പെട്ട് തന്നെ ഫോണിന്റെ ഒരു കോളിൽ അഭയം പ്രാപിക്കാൻ അയാൾ തീരുമാനിച്ചു. ദാ ഇവിടെ. ഫോൺ അറ്റൻഡ് ചെയ്ത് കൈകൾ ഉയർത്തി അവളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇമ പറഞ്ഞു. തിരക്കിനിടയിൽ കൈകൾ ഉയർത്തി നിൽക്കുന്ന ഇമയെ ജോമോനും കണ്ടു. വാ. ആൽബിയെ വിളിച്ചുകൊണ്ട് ജോമോൻ ഇമയ്ക്ക് അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. എന്താ അർജന്റായി കാണണമെന്ന് പറഞ്ഞ്? എനിത്തിങ് സീരിയസ്? ആകാംക്ഷ അടക്കാനാവാതെ ഇമ ചോദിച്ചു. യെസ്, ഇറ്റ് ഈസ്, ബട്ട് നോട്ട് ഹിയർ. നീഡ് സം പ്രൈവസി, ജോമോൻ പറഞ്ഞു. ഓക്കെ, എന്നാൽ നമുക്ക് കോഫി ഷോപ്പിൽ പോകാം.
അടുത്തുള്ള വേക്കപ്പ് കഫേ എന്ന സ്ഥാപനത്തെ കാണിച്ചുകൊണ്ട് ഇമ പറഞ്ഞു. കഫയിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. അങ്ങിങ്ങായി 1-2 മേശ പങ്കിട്ട് കമിതാക്കളും കോഫി കുടിച്ചുകൊണ്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ തിരയുന്ന ചില ഒഫീഷ്യൽസുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഭിത്തിക്ക് സമീപമുള്ള ഒരു ടേബിളിന്റെ ചുറ്റും അവർ ഇടം പിടിച്ചു. റൗണ്ട് ഷേപ്പ് ടേബിളായിരുന്നു ആ കഫേക്ക് ഉണ്ടായിരുന്നത്. അവിടെ ഇരുന്നാൽ പുറത്തു നടക്കുന്നതെല്ലാം വ്യക്തമായി കാണാമായിരുന്നു. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജോമോൻ സംസാരത്തിന് തുടക്കമിട്ടു. കൺട്രോൾ റൂം, കലൂർ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കടയിൽ ഒരു ഡീൽ നടക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യുക, ഓവർ. പോലീസ് ജീപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്ന വയർലെസ് സെറ്റിൽ ആ സന്ദേശം 2-3 തവണ ആവർത്തിച്ചു. ആൽഫ 29 കോപ്പി ദാറ്റ്. മറുവശത്ത് നിന്നും അതിനുള്ള മറുപടിയും ആവർത്തിച്ചു. ഇനിയും എത്ര ദൂരമുണ്ട്? വയർലെസിന്റെ മേലുള്ള ബട്ടൺ തിരിച്ചുകൊണ്ട് SI ചോദിച്ചു. ഏറിയാൽ ഒരു 1/2 കിലോമീറ്റർ. ഈ ട്രാഫിക് ഉള്ളതുകൊണ്ട് ദൂരം തോന്നുന്നതാണ്, ഡ്രൈവർ മറുപടി പറഞ്ഞു. പോലീസ് ജീപ്പിന്റെ മുകളിലെ നീലയും ചുവപ്പും വെളിച്ചം മാറി മാറി കത്തിക്കൊണ്ടേയിരുന്നു. ചുവപ്പ് നിറമായിരുന്നു മുന്നിട്ട് നിന്നത്. അതിന്റെ പ്രകാശം ചുറ്റും വ്യാപിച്ച് ജീപ്പ് കടന്നു പോകുന്ന ഇടമെല്ലാം ആ ചുവപ്പ് നിറത്തിൽ പ്രതിഫലിച്ചു. ആൽബിയെയും ജോമോനെയും കാത്തിരുന്ന് മടുത്തുപോയിരുന്നു. പോൾ പൊതുവെ സംസാരപ്രിയനായ അവനെ ഏകാന്തത വളരെ അസ്വസ്ഥനാക്കി. കുറെ നേരം അവൻ മൊബൈലിൽ നോക്കി. മടുത്തപ്പോൾ TV ഓണാക്കി. അതിൽ ഓടിക്കൊണ്ടിരുന്ന വാർത്ത ജിൻസിയുടെ മരണത്തെപ്പറ്റി ആയിരുന്നതിനാൽ അവൻ പെട്ടെന്ന് അത് ഓഫാക്കി. വീണ്ടും ഫോൺ കയ്യിലെടുത്തു. യെസ്, ഐ റിമെമ്പർ. അവൾ ആ കേസുമായി 1-2 വട്ടം ചീഫ് എഡിറ്ററെ കണ്ടിരുന്നു. ഞാൻ വെളിയിലായിരുന്നു. എഡിറ്റേഴ്സ് ക്യാബിൻ ഗ്ലാസ് കവേഡാണ്. അവൾ അയാളോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എഡിറ്ററെ കുറിച്ച് ദേഷ്യത്തിലാണ് കാണാൻ കഴിഞ്ഞത്. അയാളെ കൺവിൻസ് ചെയ്യിക്കാൻ അവൾക്കായില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് പോലീസ് ആത്മഹത്യയായി റിപ്പോർട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത ഒരു കേസ് എങ്ങനെ കൊലപാതകം എന്ന് പറയുന്നു? അങ്ങനെ തെളിയിക്കാനുള്ളൊരു എവിഡൻസും അവളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ജിൻസിക്ക് എന്തായിരുന്നു ഈ കേസിൽ ഇത്ര പേഴ്സണൽ ഇൻട്രസ്റ്റ്? മനസ്സിൽ തോന്നിയ സംശയം ആൽബി ഇമയോട് ചോദിച്ചു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാനും ഇത് അവളോട് ചോദിച്ചിരുന്നു. ആ ഡോക്ടർ ഇവളുടെ ഒരു റിലേറ്റീവായിരുന്നു. അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർക്ക് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ബിക്കോസ് അയാൾക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. എന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളുമൊക്കെയായി. ഹി വാസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ്. അതിനായി അയാൾ വിവാഹം പോലും കഴിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അന്ന് അവൾ പറഞ്ഞത്. അവളുടെ വാക്കുകളിൽ ഡോക്ടറോട് ഒരു തരത്തിലുള്ള ആരാധന നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് സോ. ഇമ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ കിടപ്പുവശം ആൽബിക്ക് വിവരിച്ചു നൽകി. ഇത് നടന്നിട്ട് എത്ര നാളായി? ജോമോനാണ് അത് ചോദിച്ചത്. 1 ആഴ്ച. ഡോക്ടർ മരിച്ച് 1 ആഴ്ച കഴിഞ്ഞു. ഇമ അവസാനമായി എപ്പോഴാണ് ജിൻസിയുമായി സംസാരിച്ചത്? ആൽബി ചോദിച്ചു. അന്ന് തന്നെ. അവളൊരു ലോങ് ലീവ് എടുത്തിരുന്നു. ഡോക്ടറുടെ മരണത്തിൽ സംശയമുണ്ടെന്നും അവസാനമായി ഡോക്ടറെ കാണുമ്പോൾ അയാൾ വളരെ ഹാപ്പി ആയിരുന്നെന്നും അതിനെപ്പറ്റി ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവുകയാണെന്നും പറഞ്ഞു. പിന്നീട് പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവൾ അറ്റൻഡ് ചെയ്യാറില്ല. ആ ലാസ്റ്റ് ടൈം അവൾ ഇങ്ങോട്ട് വിളിച്ചു. എന്തൊക്കെയോ അവൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാമെന്നും പറഞ്ഞു. ഓഫീസ് പൂട്ടി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു പോൾ. അപ്പോഴാണ് ഓഫീസിന്റെ മുമ്പിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും പ്രവഹിച്ച ചുവന്ന വെളിച്ചം അവിടെ മാകെ അടിച്ചു വീശി. അതേസമയം പോളിന്റെ ഉള്ളിലും ഭയത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുകയായിരുന്നു. ഡോറ് തുറന്ന പോലീസുകാർ വെളിയിലേക്ക് ഇറങ്ങി. SI മുന്നിൽ നടക്കുകയും കൂടെയുള്ളവർ അയാളെ അനുഗമിക്കുകയും ചെയ്തു. അവർ അടുത്തെത്തും തോറും പോളിന്റെ നെഞ്ചിടിപ്പ് കൂടി. അത് പൊട്ടിപ്പോകുമോ എന്നുകൂടെ അവൻ സംശയിച്ചു. ഓഫീസ് ക്ലോസ് ചെയ്യുകയാണോ? SI ആരാഞ്ഞു. ആ അതെ സാർ. പോൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അയാളുടെ ദേഹം വിയർത്തൊഴുകിയിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒന്ന് തുറക്കണം. SI കുറച്ച് ആജ്ഞ കലർന്ന സ്വരത്തിലാണത് പറഞ്ഞത്. കൂട്ടിക്കൊണ്ടിരുന്ന ചാവി റിവേഴ്സിൽ തിരിച്ചുകൊണ്ട് പോൾ യാന്ത്രികമായി ഡോറ് തുറന്നു. ലൈറ്റ് ഓൺ ചെയ്യേ. SIയുടെ ഓരോ വാക്കും ഓരോ പ്രഹരം പോലെയാണ് പോളിന് അനുഭവപ്പെട്ടത്. അവൻ മെല്ലെ ലൈറ്റ് ഓൺ ചെയ്തു. നിങ്ങളുടെ കോൺട്രാക്ട് രജിസ്റ്റർ എടുക്കുക. വിസിറ്റേഴ്സ് ചെയറിൽ ഇരുന്നു കൊണ്ട് SI പറഞ്ഞു. അപ്പോൾ അവസാനമായി ജിൻസിയോട് സംസാരിച്ചത് മരിച്ച വാർത്ത അറിഞ്ഞതിന് 1 ദിവസം മുമ്പ് രാത്രിയിലാണല്ലേ? മറ്റെന്തെങ്കിലും ജിൻസി പറഞ്ഞിരുന്നോ? കൃത്യം എത്ര മണിയായപ്പോഴാണ് ജിൻസി വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ? പ്രതീക്ഷകൾ കൈവിടാതെ ആൽബി ചോദിച്ചു. തന്നെ രക്ഷിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ലഭിക്കുമോ എന്ന പ്രത്യാശയോടെ. ഏകദേശം രാത്രി 11 തോന്നുന്നു. യെസ്, അന്നൊരു സ്പെഷ്യൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു. കുഴൽക്കിണറിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരു കുട്ടിയുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ ലൈവ് സ്ട്രീം. ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവൾ വിളിച്ചത്. 1 സെക്കൻഡ്. ഫോണിലെന്തോ പരതിക്കൊണ്ട് ഇമ പറഞ്ഞു. അവൾ ഫയൽ ഓപ്പൺ ചെയ്തു. ഹലോ ജിൻസി, എന്താടി ഇത്? എത്ര വട്ടം നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. വേറെ ആർ യു നൗ? ഇമേ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ. എല്ലാ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്രയും വേഗം അവിടെ എത്താം. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാം. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ശരിയുമേ, ഞാൻ ഇറങ്ങാൻ പോവുക. വെക്കട്ടെ. ഓക്കെ. ഫോണിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ആയിരുന്നതുകൊണ്ട് ഇതിപ്പോൾ ഹെൽപ്ഫുൾ ആയല്ലേ? ഇമ വലിയ എന്തോ കാര്യം ചെയ്ത പോലെ പറഞ്ഞു. അവളുടെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നോ? ഇടയിലൊരു പുരുഷ ശബ്ദം കേട്ടല്ലോ.
വോയിസ് ക്ലിപ്പ് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ആൽബി ചോദിച്ചു. എവിടെ? ഞാനൊന്നും കേട്ടില്ലല്ലോ. അത്ഭുതത്തോടെ ഇമ പറഞ്ഞു. ആ ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി പ്ലേ ചെയ്യാമോ? ആൽബി ചോദിച്ചു. ആൽബി പറഞ്ഞ ആ ശബ്ദമുണ്ടോ എന്ന് കേൾക്കാൻ തികഞ്ഞ ജിജ്ഞാസയോടെ ഇമ വീണ്ടും ആ അവസാന ഭാഗം പ്ലേ ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാം. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ശരി ഇമേ, ഞാൻ ഇറങ്ങാൻ പോവുക, വെക്കട്ടെ. ഓക്കെ. ആരോ ജിൻസിയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ആൽബി ചോദിച്ചു. ഓ മൈ ഗോഡ്, ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. അത്ഭുതത്തോടെ ഇമ പറഞ്ഞുപോയി. അപ്പോഴേക്കും ജോമോന്റെ ഫോണിലേക്ക് പോളിന്റെ കോൾ വന്നിരുന്നു. 1 സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജോമോൻ അത് അറ്റൻഡ് ചെയ്ത് കാതിനോട് ചേർത്ത് വെച്ച് പുറത്തേക്ക് നടന്നു. ഇമ, എനിക്ക് ആ വോയിസ് ഒന്ന് ഫോർവേഡ് ചെയ്യാമോ? ആൽബി ചോദിച്ചു. അപ്പോഴേക്കും ജോമോൻ അങ്ങോട്ട് ഓടിയെത്തി. ആൽബി, വാടാ, സീനായി, ക്രിക്കന്മാർ ഓഫീസിലെത്തി. ആൽബി ഒരു നിമിഷം ധരിച്ചിരുന്നു. തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അയാൾക്ക്. ജോമോനൊപ്പം യാന്ത്രികമായി ആൽബി നടന്നു, ഇമയോട് ഒരു യാത്ര പോലും പറയാതെ. വോയിസ് ഞാൻ ജോമോന്റെ നമ്പറിലേക്ക് അയച്ചേക്കാം എന്ന് ഇമ പറഞ്ഞത് അവൻ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇതിൽ ഡോക്ടർ സാമുവലിന്റെ കാറ് സെയിൽ ചെയ്തയാളുടെ എഗ്രിമെന്റ്സോ മറ്റോ ഡീറ്റെയിൽസോ കാണുന്നില്ലല്ലോ. എഗ്രിമെന്റ് ബുക്ക് മുഴുവനും തിരഞ്ഞുകൊണ്ട് SI ചോദിച്ചു. സാർ, ഓണർ ഓൺ ദി വേ ആണ്. ഞാൻ അവൻ്റെ ഫ്രണ്ടാണ്. ബിസിനസ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ബ്രോ. അല്ല സാർ. തൻ്റെ സ്വതസിദ്ധമായ സംസാരശൈലി മറച്ചു പിടിക്കാൻ പാടുപെട്ടുകൊണ്ട് പോള് പറഞ്ഞു. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ ഇത്ര നേരത്തെയാകുമെന്ന് കരുതിയില്ല. ആൽബി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പറഞ്ഞു. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ആരെയും പേടിക്കണ്ട. നമ്മളൊരാളെ സഹായിക്കാനല്ലേ ശ്രമിച്ചത്. അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ. ആൽബിയെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം ജോമോൻ പറഞ്ഞെങ്കിലും അതൊന്നും ആൽബിയുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഉതകുന്ന വാക്കുകളായിരുന്നില്ല. അവർ ഞങ്ങളുടെ കാറിലേക്ക് വന്ന് കയറുമ്പോൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതിനർത്ഥം അവൾ അതിനു മുമ്പ് ഓടി വരികയായിരിക്കണം, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും ഓടിച്ചിരിക്കണം. കുറച്ചു നേരം ആലോചനയിൽ മുഴുകിയ ശേഷമാണ് ആൽബി അത് പറഞ്ഞത്. നീ എന്താ ആൽബി പറഞ്ഞു വരുന്നത്? പരസ്പര ബന്ധമില്ലാതെ ആൽബി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ജോമോൻ ചോദിച്ചു. എന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ ആൽബി വീണ്ടും സംസാരം തുടർന്നു. അവസാനമായി അവൾ ഇമയോട് സംസാരിച്ചത് 11 മണിക്ക്. ഞങ്ങളുടെ കാറിൽ കയറിയപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ടാകും. ഇതിനിടയിലുള്ളത് 1 മണിക്കൂർ. ഈ സമയം അവൾക്കൊപ്പം ഉണ്ടായത് ഒരു പുരുഷൻ. ശബ്ദം വെച്ച് നോക്കിയാൽ ഏകദേശം 28-32 ഇടയ്ക്ക് പ്രായം വരുന്ന ഒരാൾ. ആ പുരുഷൻ അവൾക്ക് പരിചയമുള്ള ആളാകണം, അല്ലെങ്കിൽ രാത്രി ആ സമയത്ത് അവൾ അവിടെ ഉണ്ടാകില്ല. അതൊരു ഇൻഡോറാണ്. ഒന്നുകിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂം, വീടോ ഫ്ലാറ്റോ ആകാനാണ് സാധ്യത. കൂടുതലതും റെയിൽവേ പാലം അടുത്തുള്ളത്. മേ ബി വളരെ അടുത്തറിയുന്ന ഒരാൾ. അയാൾ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. കുറച്ചു നേരം ആൽബി നിശബ്ദനായി. പിന്നെ വീണ്ടും തുടർന്നു. ഡ്രോപ്പ് ചെയ്തെങ്കിൽ പിന്നെ അവൾ എന്തിനു ലിഫ്റ്റ് ചോദിക്കണം? ഒന്നുകിൽ അയാൾ അവളെ ഡ്രോപ്പ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും തിരക്ക് വന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ആൽബിയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. ആദ്യം ജിൻസി ആരുടെ അടുത്തേക്കാണ് പോയതെന്ന് കണ്ടെത്തണം. ഇതൊക്കെ കേട്ട ജോമോൻ വാ പൊളിച്ചിരുന്നു. പിന്നെ ഞെട്ടലിൽ നിന്ന് മുക്തനായി. നീ പറഞ്ഞതെല്ലാം ശരി. ആ വീടല്ലെങ്കിൽ ഫ്ലാറ്റ്, അതുമല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറി. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ അറിഞ്ഞു? അല്ലെങ്കിൽ നീ എങ്ങനെ ആ നിഗമനത്തിലെത്തി? ആ വോയിസ് ക്ലിപ്പ് ശരിക്കും കേട്ടു നോക്ക്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? റെയിൽവേ പാലത്തിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ് ആണെന്ന് അങ്ങനെ മനസ്സിലാക്കാം. അത് പറയുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ആൽബി. ഔട്ട്ഡോറിൽ നിന്ന് വണ്ടിയുടെയും മറ്റ് ശബ്ദങ്ങൾ കേൾക്കാത്തതിനാൽ അനുമാനിച്ചിരിക്കാമല്ലേ ജോമോൻ താൻ ഒട്ടും പിന്നിലല്ല എന്ന തരത്തിൽ പറഞ്ഞു. അതുമാത്രമല്ല, വോയിസ് ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പെൻഡുലം ശബ്ദം കേൾക്കുന്നില്ലേ? ഇമയുടെ വാക്കുകൾ പ്രകാരം അവൾ വിളിച്ചത് 11 മണിക്കാണ്. ആ സമയം അവിടെ പെൻഡുലം ക്ലോക്ക് 11 തവണ മുഴങ്ങിയിരുന്നു. ഒരു ഓഫീസിലോ ഹോട്ടൽ മുറിയിലോ അത്തരത്തിലുള്ള ക്ലോക്കുകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതൊരു പ്രൈവറ്റ് സ്പേസ് ആണ്. ഒന്നുകിൽ വീട്, അല്ലെങ്കിൽ ഫ്ലാറ്റ്. അത് ജിൻസിയുടെയോ അല്ലെങ്കിൽ കൂടെയുള്ള ആളിൻ്റെയും ആകാം, ആൽബി വിശദീകരിച്ചു. അപ്പോഴേക്കും അവർ ജോമോൻ്റെ ഓഫീസിൻ്റെ അടുത്തെത്തിയിരുന്നു. നീ ഇപ്പോൾ അകത്തേക്ക് വരണ്ട. എന്തെങ്കിലും സീനായാൽ നീ കൂടെ കുടുങ്ങണ്ടേ? നീ ഇവിടെ വെയിറ്റ് ചെയ്യേ. എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം. ആൽബി അവിടെ ഇറക്കിക്കൊണ്ട് ജോമോൻ പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതിനാലാകാം ആൽബി അവിടെ ഇറങ്ങാൻ തയ്യാറായി. ജോമോൻ കാർ ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഓടിച്ചുപോയി. അകത്ത് എന്താണ് നടക്കുന്നതെന്നറിയാതെ വീർപ്പുമുട്ടലിൽ ആൽബി പുറത്ത് കാത്തിരുന്നു. ജോമോന്റെ കാർ മുറ്റത്ത് വന്നു നിന്ന ശബ്ദം കേട്ടതും അത് പോളിൽ ചെറുതല്ലാത്തൊരു ആശ്വാസം നിറച്ചു. അല്പം ഭയമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ ജോമോൻ മെല്ലെ അകത്തേക്ക് നടന്നു. പോലീസുകാർക്ക് നടുവിൽ ഒന്നും മിണ്ടാനാകാതെ പോൾ നിൽക്കുകയാണ്. താനാണോ ഇതിൻ്റെ ഓണർ? ജോമോനെ കണ്ടപാടെ SI ചോദിച്ചു. സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പൊക്കെ അപ്പൻ്റെ പേരില്ല സാറേ. നോക്കി നടത്തുന്നതൊക്കെ ഞാൻ തന്നെയാണ്. വാക്കുകളിൽ കൃത്രിമമായ വിനയം കലർത്തിയാണ് ജോമോൻ അത് പറഞ്ഞത്. മിസ്റ്റർ ജോമോൻ, ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മിസ്റ്റർ ഡോക്ടർ സാമുവൽ നിങ്ങളെ ഒരു കാറ് വിൽക്കാൻ ഏൽപ്പിച്ചിരുന്നില്ലേ? സാറത് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ജോമോൻ പരുങ്ങാൻ തുടങ്ങി. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ചോദ്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് SI പറഞ്ഞു. ഏൽപ്പിച്ചിരുന്നു സാർ. മറ്റു വഴികളൊന്നും മനസ്സിൽ വരാത്തതിനാൽ ജോമോൻ അത് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് കാറ് വിറ്റിരുന്നോ? SI ഒന്നിനു പിറകെ ഒന്നായി ചോദ്യങ്ങൾ തൊടുത്തുകൊണ്ടേയിരുന്നു.
ഇല്ല. 21:22 കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 3 ദിവസം മുമ്പ് കാർ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ, ജോമോൻ നെഞ്ചിരിപ്പോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞങ്ങ് സമ്മതിച്ചു തരാൻ പറ്റുമോ ജോമോനെ? നിഗൂഢമായി ഒരു ചിരി ചിരിച്ചുകൊണ്ടാണ് SI അത് പറഞ്ഞത്. പിന്നെ ഇവിടെയുള്ള നിങ്ങളുടെ കാർ എങ്ങനെ കൊണ്ടോട്ടിയിൽ ഒരു കൊലപാതകം നടത്തി? അതൊക്കെ പോട്ടെ, ഇവിടെ CCTV ഉണ്ടല്ലോ, അന്നത്തെ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ജോമോൻ ഒന്നും മിണ്ടാതെ മടിച്ചു നിന്നു. ഈ സമയം വെളിയിൽ ഇരുട്ടിന്റെ മറപറ്റി നിൽക്കുന്ന ആൽബി അക്ഷമനായി. അകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നറിയാൻ അയാളുടെ മനസ്സ് വെമ്പി. അകത്തേക്ക് കയറി ചെല്ലാനുള്ള ചിന്തകൾ അയാളിൽ ആധിപത്യം സ്ഥാപിച്ചു. മനസ്സ് അതിനയാളെ നിർബന്ധിച്ചെങ്കിലും ബുദ്ധി അതിനെ തടഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കൂടി ആൽബി ആ നിൽപ്പ് തുടർന്നു. അതിനുശേഷം എന്തും വരട്ടെ എന്ന് വിചാരിച്ച അയാൾ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പോലീസ് ജീപ്പ് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു. അയാൾ ആ ശ്രമത്തിൽ നിന്നും പിന്തിരിയവേ ആ പോലീസ് ജീപ്പ് അയാളെ കടന്നുപോയി. അതിന്റെ പിൻസീറ്റിൽ ജോമോനും പോളും ഇരിപ്പുണ്ടായിരുന്നു. ജോമോനിൽ നിന്നും ഒരു ദയനീയ നോട്ടം ആൽബി ഒളിച്ചിരുന്ന ഭാഗത്തേക്ക് പാഞ്ഞു. അവൻ കൺമുന്നിൽ നിന്നും അകന്നു പോകുന്നത് ആൽബി നിസ്സഹായനായി നോക്കി നിന്നു. ജീപ്പ് കൺമുന്നിൽ നിന്നും അകന്നതും അയാൾ നിലത്തേക്കിരുന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. അയാൾ ഒന്ന് ഉറക്കെ അലറി. അയാളുടെ ശബ്ദം മഴയോടൊപ്പം അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായി പോയി. ഒരു നിർണായക നിമിഷത്തിൽ താനെടുത്തൊരു തെറ്റായ തീരുമാനം, തനിക്കൊപ്പം തന്റെ കൂട്ടുകാരെയും അപകടത്തിലാക്കിയെന്ന കുറ്റബോധം അയാളെ വേട്ടയാടി. അയാൾക്ക് ഭക്ഷണം കഴിക്കാനായില്ല, ഉറങ്ങാനായില്ല. എങ്ങനെയെങ്കിലും നിരപരാധിത്വം തെളിയിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ അയാൾ തയ്യാറായി. ജോമോനും പോളും പിടിയിലായ സ്ഥിതിക്ക് ഇനി പോലീസ് തന്നിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന് ആൽബി മനസ്സിലാക്കി. തന്റെ അടുത്തെത്താനുള്ള ഏറ്റവും വലിയ മാർഗം തന്റെ മൊബൈൽ ഫോൺ ആണെന്നറിഞ്ഞ ആൽബി ആദ്യം അത് ഉപേക്ഷിച്ചു. തന്റെ ഫോട്ടോയും മറ്റും ഉടൻ തന്നെ ലുക്കൌട്ട് നോട്ടീസായി വരുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. നിരത്തിൽ ഒരു ബൈക്കിലിരുന്ന് ഹെൽമെറ്റ് കൈക്കിലാക്കി അയാൾ ആദ്യം പോയത് സ്റ്റേഷനറി കടയിലേക്കാണ്. അത്യാവശ്യം സാധനങ്ങളും ഷേവിംഗ് സെറ്റും മറ്റും വാങ്ങി ഒരു ലോക്കൽ ലോഡ്ജിൽ ചെന്നു. റൂമുണ്ടോ? ആൽബി ചോദിച്ചു. സിംഗിളാ ഡബിളാ? റിസപ്ഷനിലിരുന്ന പയ്യൻ തമിഴിൽ ചോദിച്ചു. സിംഗിൾ, ആൽബി മറുപടി നൽകി. ഉങ്ക ID പ്രൂഫും അഡ്വാൻസ് ഒരു 500 രൂപയും കൊടുങ്ക സാർ. ID പ്രൂഫ് കൊടുക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെയാണെന്ന് ആൽബിക്ക് മനസ്സിലായി. അതിനായി അയാൾ മറ്റൊരു വഴി കണ്ടെത്തി. ഇങ്ക റൂം റെന്റ് എവളോ? 1 day 800 രൂപ സാർ, പയ്യൻ മറുപടി നൽകി. 1 day 800 ரொம்ப ജാസ്തി, ഞാൻ വേറെ വല്ല കമ്മിയാ ലോഡ്ജിൽ കിടക്കുമെന്ന് പാക്കറേ. അതും പറഞ്ഞ് ആൽബി ഇറങ്ങാൻ തുടങ്ങി. പോകാതിങ്ക സാർ, പിന്നിൽ നിന്നും പയ്യന്റെ വിളി വന്നു. സാർ ഉങ്ങൾ റൂം താനെ വേണോ? ഞാൻ തരാം, ബട്ട് ഒരു ചിന്ന കണ്ടീഷൻ. ഇത് കൊഞ്ചം അൺഒഫീഷ്യൽ, റെക്കോർഡിൽ എതുവും ഇരിക്കാതെ. നീങ്ക ഇങ്ങ തങ്കരുതുക്ക് മറ്റേ ആർക്കും തെരിയക്കൂടാതെ. இந்த ക്യാഷ് എനിക്ക് താ വന്ന് ചേരും. പുരീതാ മോർണിംഗ് കിளம்பலாம். 1 night மட்டும்தான். നാളേക്ക് ഓണർ വരതുക്ക് മുന്നാടിയാ. ശരിയാ? വേല പോറ വിഷയം കൊഞ്ചം ഗൗരവമായി എടുക്കുക സാർ. താൻ ആഗ്രഹിച്ചോ അത് തന്നെയാണ് ഈ പയ്യനും പറയുന്നതെന്ന് ആൽബിയെ അത്ഭുതം നിറച്ചു. ഓക്കെ ഡീൽ, റൂം ചാവി കൊടു, ആൽബി പറഞ്ഞു. എന്താങ്ക റൂം നമ്പർ 32. சொன்னது ஞாபகம் வச்சுக்கங்க സാർ, മറന്നിടാതെ. ചാവി കൊടുത്തുകൊണ്ട് കണ്ടീഷൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പയ്യൻ പറഞ്ഞു. ഏയ് എന്നടാ ഓവറാ പண்ற, മോർണിംഗ് കിளம்பலாம் അവളോ താനേ സാർ? ഒരു നിമിഷം. റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയ ആൽബിയെ പയ്യൻ പിന്നിൽ നിന്ന് വിളിച്ചു. അപ്പ ഇതും നിനക്കാതിങ്ക സാലറി ரொம்ப കമ്മിയാതാ, അതിനാല இந்த மாதிரி വേല പാക്കറേ. ഓക്കെ ഓക്കെ. കുറച്ചു പണം കയ്യിൽ വന്ന സന്തോഷത്തോടെ പയ്യൻ റിസപ്ഷൻ ക്യാബിലേക്ക് നടന്നു. ആൽബി റൂമിലേക്കും. സമയം രാവിലെ 6 മണിയായപ്പോഴേക്കും ആൽബി പുറത്തു വന്നു. അയാളെ കാത്ത് റിസപ്ഷനിസ്റ്റ് പയ്യൻ അക്ഷമനായി നിൽക്കുന്നുണ്ടായിരുന്നു. ആൽബിയെ കണ്ടതും അവനിൽ നിന്നും ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് ഉയർന്നു. ആദ്യം അയാളെ കണ്ടിട്ട് അവന് മനസ്സിലായില്ല എങ്കിലും റൂമിന്റെ ചാവി വെച്ച് അവൻ ആളെ തിരിച്ചറിഞ്ഞു. നിങ്ങളല്ലേ ഇന്നലെ നൈറ്റ് ലേറ്റാ വന്നത്? ഹെൽമെറ്റ് വെച്ചതിനാല മൂഞ്ചിയെ ശരിയാ പാക്കലേ. ഇപ്പടിയും മൊട്ടയാ ഇരിക്കുവെന്ന് കൊഞ്ചം കൂടെ എതിർപ്പാക്കലേ. നീങ്ക മുടിയെല്ലാം വളർത്തിക്കിട്ടാ വന്ന സുമ്മാ ഗെത്താ ഇരിക്കും സാർ. അപ്പുറം ரொம்ப നன்றി സാർ, சொன்ன വാക്ക് കാപ്പാത്തതുക്ക്. ഇരിക്കട്ടും, എവ്വളോ ആച്ച്? ആൽബി ചോദിച്ചു. 400 രൂപ കൊടുങ്ക സാർ, പയ്യൻ ഒരു അപേക്ഷ സ്വരത്തിൽ പറഞ്ഞു. 400 ரொம்ப ജാസ്തി, ആൽബി പറഞ്ഞു. എന്ന സാർ? പയ്യൻ കെഞ്ചി. ഇതാ വച്ചുക്കോ. 500-ന്റെ ഒരു നോട്ട് പയ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് ആൽബി പറഞ്ഞു. 500-ന്റെ നോട്ട് കണ്ടതും പയ്യന്റെ മുഖം തെളിഞ്ഞു. ഇതിൽ 100 ജാസ്തി ഇருக்கு സാർ, അത് നീയേ വച്ചുക്കോ, അത് ഉനക്ക് ടിപ്പ്, ശരിയാ? അത് പറഞ്ഞ ശേഷം അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ആൽബി പറഞ്ഞു. ഉനക്ക് ഞാൻ ഫ്രീയാ ഒരു അഡ്വൈസ് തരേ. എനിക്ക് കൊടുത്തത് ഇരിക്കട്ടു, ഇനിമേ യാർക്കും இந்த மாதிரி പ്രൂഫ് ഇല്ലാമ റൂം കൊടുക്കാതെ, ശരിയാ? അപ്പുറം നീ പെരിയ പ്രശ്നയിലെ മാട്ടിക്കുവേ. അവന്റെ തോളിലൊന്ന് തട്ടിയിട്ട് ആൽബി പുറത്തേക്ക് നടന്നു. അപ്പോൾ റിസപ്ഷനിൽ വെച്ചിരുന്ന TV-യിൽ ഒരു വാർത്ത ഓടിക്കൊണ്ടേയിരുന്നു. മാധ്യമപ്രവർത്തകയുടെ കൊലപാതകം, പോലീസ് നിർണായക വഴിത്തിരിവിലേക്ക്. വാർത്തകൾ വിശദമായി റിപ്പോർട്ടർ ചാനൽ ന്യൂസ് അനലിസ്റ്റും റിപ്പോർട്ടറുമായ ജിൻസി ക്ലീറ്റസിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക്. കേസിൽ പ്രധാന പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി.
എറണാകുളം കളമശ്ശേരി സ്വദേശികളായ പോൾ വർഗീസിന്റെയും കൂട്ടാളി ജോമോൻ ജോണിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മരണം മുൻകൂട്ടി തീരുമാനിച്ച ഒന്നല്ലെന്നും അവിചാരിതമായി റോഡിൽ കണ്ടുമുട്ടിയ ജിൻസിയെ കാറിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കാറ് നൽകിയതിനും പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിച്ചതും തുടങ്ങിയ കേസുകൾക്ക് കൂട്ടുപ്രതി ജോമോൻ ജോൺ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതി എറണാകുളത്ത് പ്രമുഖ യൂസ്ഡ് കാർ ഏജൻസിയുടെ ഉടമയാണ്. കേസിൽ ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ള ആൽബി ജോൺ ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് CI ഫർഹാൻ അറിയിച്ചു. ഇത് അപൂർവമായാണ് കൊലപാതകം നടന്ന 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രതികളെ പിടികൂടുന്നത്. പോലീസിന്റെ കാര്യക്ഷമതയെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചു. കേരള പോലീസ് ഇന്ത്യയിലെ മറ്റു പോലീസ് സേനകൾക്ക് ഒരു മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻസൈറ്റിൽ അപ്പോൾ ആൽബിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്തയാളെ എങ്കയോ പാത്തിരിക്ക കറക്റ്റാ തിരിയല്ലേ? പയ്യൻ കുറച്ചു നേരം ഫോട്ടോ നോക്കി നിന്നിട്ട് പറഞ്ഞു, ആ എന്നെ വേണോ ആകട്ടോ, നമുക്ക് എന്നെ. എത്ര ആലോചിച്ചിട്ടും ആളെ മനസ്സിലാകാത്ത നിരാശയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ റിസപ്ഷൻ ക്യാബിനിലേക്ക് നടന്നു. ശേഷം റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തു. മേശ പൂട്ടി താക്കോൽ പോക്കറ്റിലേക്കിട്ട് അതൊന്നുകൂടി പിടിച്ച് പൂട്ട് വീണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചൂലും ബക്കറ്റും ബെഡ്ഷീറ്റുമായി ആൽബി താമസിച്ച മുറി ക്ലീൻ ചെയ്യാൻ റൂം നമ്പർ 32 നടന്നു. അതേസമയം ആൽബി അടുത്തത് എന്തെന്ന ചിന്തയിലായിരുന്നു. തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി അയാൾക്ക്. ചുറ്റിലുമുള്ള എല്ലാത്തിനെയും ഭയക്കേണ്ട അവസ്ഥ. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചുറ്റിലും നോക്കി തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും തിരിച്ചറിയുന്നില്ലെന്നും ഉറപ്പുവരുത്തിയ ശേഷം ആൽബി നടന്ന് അയാൾ ജംഗ്ഷനിലേക്ക് എത്തി. അടുത്തുള്ളൊരു ചായക്കടയിലേക്ക് ചെന്ന് അവിടുത്തെ ബെഞ്ചിലേക്ക് ഇരുന്നു. എന്താ വേണ്ടത്, ചായയോ അതോ? കടക്കാരൻ ചോദിക്കാനൊരുങ്ങി. ഒരു ചായ. അയാൾ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആൽബി പറഞ്ഞു. ശേഷം റോഡിലേക്ക് നോക്കിയിരുന്നു. അയാളുടെ മനസ്സ് പതിയെ ചിന്തയിലാണ്ടു. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങൾ അയാളുടെ ചിന്തകൾക്ക് അകമ്പടിയായി. അന്ന് ജിൻസി കയറിപ്പോയ ഓട്ടോ ഏതാണെന്ന് അന്വേഷിച്ചാലോ? അതെങ്ങനെ കണ്ടുപിടിക്കും? റിപ്പോർട്ടർ ചാനലിലെ എൻട്രൻസിലെ CCTV ഫുട്ടേജ് സംഘടിപ്പിച്ചാലോ? അവിടേക്ക് പോകുന്നത് ബുദ്ധിയാണോ? അല്ല, അതും മണ്ടത്തരമാകും. സാധാരണയായി CCTV ഫുട്ടേജുകൾ ഒരു മാസത്തെ ബാക്കപ്പേ ഉണ്ടാവും. അവിടെ പോകുന്നത് ഒരു 50-50 ചാൻസാണ്. ഇന്നാ ചായ. ചായക്കടക്കാരൻ്റെ ശബ്ദമാണ് അയാളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. വേറെന്തെങ്കിലും? അയാൾ ആ ചായ വാങ്ങി കുടിക്കാനൊരുങ്ങവേ കടക്കാരൻ ചോദിച്ചു. ആൽബി വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. കടക്കാരൻ തിരികെ പോയി. ചൂട് ചായ മോത്തി കുടിച്ചുകൊണ്ട് ആൽബി വീണ്ടും റോഡിലേക്ക് കണ്ണെറിഞ്ഞു. എതിർവശത്തുള്ള പള്ളിയുടെ മതിലിൽ എഴുതിയിരുന്ന വചനം അയാൾ ശ്രദ്ധിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. യെശയ്യ 41:10. ആ വാക്കുകൾ അയാളിൽ ചെറുതല്ലാത്ത ആത്മവിശ്വാസം നിറച്ചു. കുടിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ് ചുരുട്ടി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചു. ശേഷം അയാൾ ചായക്കടക്കാരൻ്റെ അടുത്തേക്ക് പോയി പോക്കറ്റിൽ നിന്നും ഒരു 10 രൂപ നോട്ടെടുത്ത് കടക്കാരന് കൊടുത്തിട്ട് തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് അയാൾ ഓർത്തത്, ജിൻസി പോയത് ഡോക്ടറുടെ മരണകാരണം കണ്ടുപിടിക്കാനല്ലേ? അപ്പോൾ അവൾ പോയിട്ടുണ്ടാകുക ഡോക്ടർ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളോട് സംസാരിക്കാനാവുമല്ലോ. അതാരാണെന്ന് അറിയുകയാണോ ആദ്യപടി? അപ്പോൾ ഞാൻ അന്വേഷണം ആരംഭിക്കേണ്ടത് അവിടെ നിന്നുമാണ്, മെഡിക്കൽ കോളേജിൽ നിന്നും. ആൽബിയുടെ മുന്നിൽ എന്തോ ഒരു വെളിച്ചം തുറന്നു വരുന്ന പോലെ അയാൾക്ക് തോന്നി. അയാൾ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ആൽബി മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ബസ് ഇറങ്ങി. അവിടെ നിന്നും ഒരു 1/2 കിലോമീറ്ററോളം നടക്കണമായിരുന്നു മെയിൻ ബ്ലോക്കിലേക്ക് എത്താൻ. കനത്ത വെയിൽ അയാളുടെ തലയിൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരുന്നു. തല മുട്ടിയടിച്ചത് ആൽബിയെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഒരു തൊപ്പി വാങ്ങി വയ്ക്കാൻ അത് അയാളെ നിർബന്ധിതനാക്കി. കറുത്ത ബേസ്ബോൾ മോഡൽ തൊപ്പിയാണ് ആൽബി വാങ്ങിയത്. അതിന്റെ ബിൽ അല്പം മുന്നോട്ട് ചരിച്ചു വെച്ചു. അത് അയാളുടെ മുഖത്തെ ഭാഗികമായി മറച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെ തിരിച്ചറിയാതിരിക്കാൻ നല്ലതാണെന്ന് ആൽബിക്ക് തോന്നി. അപ്പോഴേക്കും ആൽബി മെയിൻ ബ്ലോക്കിലെത്തി. മെഡിക്കൽ കോളേജ് രോഗികളാൽ നിറഞ്ഞിരുന്നു. പല ആംബുലൻസുകളുമായി മിനിറ്റിന് രോഗികൾ വന്ന് കൂടിക്കൊണ്ടേയിരുന്നു. മരുന്നുകളുടെയും മറ്റും മണം അയാളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. പല ഡിപ്പാർട്ട്മെന്റുകളും താണ്ടി ആൽബി ഓങ്കോളജി സെക്ഷനിലെത്തി. അവിടെ അങ്ങിങ്ങായി മരണപ്പെട്ട ഡോക്ടർ സുദർശന്റെ ആദരാഞ്ജലി പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറോടുള്ള ആദര സൂചകമായിരിക്കണം. ബ്ലോക്കിന് ഡോക്ടർ സുദർശൻ ബ്ലോക്ക് എന്ന് പേര് നൽകിയിരിക്കുന്നത് ആൽബി ശ്രദ്ധിച്ചു. അവൻ മുന്നോട്ട് നടക്കവേ 2 പോലീസുകാർ അയാൾക്കെതിരെ നടന്നു വരുന്നത് ആൽബി കണ്ടു. അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഫയലുകൾ ഉണ്ടായിരുന്നു. മനസ്സിലൂടെ ഒരു വെള്ളിടി പാഞ്ഞ പോലെ തോന്നി അവന്. കാൽവെള്ളയിൽ നിന്നും ഒരു തരിപ്പ് മേലോട്ട് പാഞ്ഞ പോലെ. ഒരു വശത്ത് മാറിപ്പോകാൻ ശ്രമിച്ച ആൽബിക്ക് തടസ്സമായി സ്ട്രെച്ചറിൽ ഒരു രോഗിയെ കിടത്തിക്കൊണ്ടു പോവുകയായിരുന്നു അറ്റൻഡർ. പോലീസുകാർ അടുത്തെത്തിക്കഴിഞ്ഞു. തൊപ്പിയുടെ ബിൽ ഒന്നുകൂടി ചരിച്ചു വെച്ച് രണ്ടും കൽപ്പിച്ച ആൽബി അവർക്കിടയിലൂടെ നടന്നുപോയി. ഇവനേതാടാ എന്ന അർത്ഥത്തിൽ ഒരു പോലീസുകാരൻ അവൻ്റെ പോക്കിനെ ഇഷ്ടപ്പെടാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്തൊക്കെയോ തെറികൾ പറഞ്ഞുകൊണ്ട് നടന്നു. പോലീസുകാർ പോയതും അവർ തൊപ്പിക്കിടയിലെ വിടവിലൂടെ തിരിഞ്ഞു നോക്കി. അവർ പോയെന്ന് ഉറപ്പുവരുത്തി. ശേഷം വിസിറ്റേഴ്സ് ചെയറിൽ ഇരുന്ന് ചുറ്റുപാടും നിരീക്ഷിക്കാൻ തുടങ്ങി.
അന്ന് പകൽ മുഴുവനും അവൻ അവിടെ ചുറ്റിപ്പറ്റി നടന്നു, തനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ സമയം കടന്നു പോകുന്തോറും അയാളുടെ പ്രതീക്ഷകൾ നിരാശയ്ക്ക് വഴിമാറി. അയാൾക്ക് ഉപകാരപ്പെട്ടതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള ആരുമായും സൗഹൃദം സ്ഥാപിക്കാനുള്ള അയാളുടെ ശ്രമങ്ങൾ വിജയിച്ചതുമില്ല. നിരാശയോടെ തിരികെ നടക്കാൻ ഒരുങ്ങവേ ഒരു കൈ അയാളുടെ തോളിൽ പതിച്ചു. താനേതാ? കുറേ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടർമാരെ ആരെങ്കിലും കാണാമെന്നതാണോ? കാണാൻ പറ്റിയില്ലേ? കുറേ നേരമായി ആൽബിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മധ്യവയസ്കനായ സെക്യൂരിറ്റി ഗാർഡ് അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ. ആൽബി മറുപടി പറയാനാകാതെ കുഴങ്ങി. എവിടെയോ കണ്ട പോലെ. നിന്റെ വീട് എവിടെയാ? സെക്യൂരിറ്റി ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് ആൽബിക്ക് മനസ്സിലായി. ആ, താ വരുന്നു. സെക്യൂരിറ്റിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി അവൻ അയാളുടെ പിന്നിലേക്ക് നോക്കി പറഞ്ഞു. സെക്യൂരിറ്റി ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ ആരെയും കണ്ടില്ല. തിരികെ ആൽബിയോട് സംസാരിക്കാൻ തുനിയവേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. തൻ്റെ മുന്നിൽ നിന്നയാൾ എവിടെയെന്ന് സെക്യൂരിറ്റി ഗാർഡിൻ്റെ കണ്ണുകൾ പരതുമ്പോൾ ആളുകൾക്കിടയിലെ തിരക്കിൽ ലയിച്ചു ചേരുകയായിരുന്നു ആൽബി. അയാളുടെ നടപ്പിന് വേഗത കൂടുതലായിരുന്നു. ഇടയ്ക്കിടെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാണ് അവൻ നടക്കുന്നത്. പെട്ടെന്ന് അയാൾ എന്തിലോ ചെന്നിടിച്ചു. എതിരെ വന്നയാളുടെ തോളായിരുന്നു അത്. അയാളുടെ കയ്യിലിരുന്ന ഫോൺ താഴെ വീണു. എവിടെ നോക്കിയാടോ നടക്കുന്നേ? താഴെ വീണ ഫോൺ കുനിഞ്ഞെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. പിന്നീട് നേരെ നോക്കി. തൻ്റെ മുഖത്തെന്താ കണ്ണി? ആൽബി? തികട്ടി വന്ന ദേഷ്യം അത്ഭുതത്തിന് വഴിമാറിക്കൊണ്ട് അയാൾ വിളിച്ചുപോയി. ആൽബി അയാളുടെ വാ പൊത്തിപ്പിടിച്ച് തൂണിനപ്പുറത്തുള്ള ഇരുണ്ട ഇടനാഴിയിലേക്ക് കൊണ്ടുപോയി. ഇത്രയും സമയമായിട്ട് നിങ്ങൾക്കൊരു പീറപ്പയ്യനെ പിടിക്കാൻ പറ്റിയില്ലേ? പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ. വളരെ ദേഷ്യത്തിലായിരുന്നു എസ് പിക്ക് മുന്നിൽ തലകുനിച്ചിരിക്കുകയാണ് CIയും SIയും. സാർ, ആൽബി അവസാനമായി ഉണ്ടായിരുന്നത് ജോമോൻ്റെ കൂടെയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ അന്വേഷിച്ച് ചെന്ന ഞങ്ങൾക്ക് കിട്ടിയത് ഉപേക്ഷിക്കപ്പെട്ടൊരു ഫോൺ മാത്രമാണ്. CI തൻ്റെ നിസ്സഹായാവസ്ഥ തുറന്നു കാണിച്ചുകൊണ്ട് പറഞ്ഞു. എക്സ്ക്യൂസുകളൊന്നും എനിക്ക് കേൾക്കണ്ട. മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. കേസ് നമ്മുടെ കയ്യിൽ നിന്നും പോയാൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിൻ്റെ ദോഷം. ഞാൻ അതൊരിക്കലും അനുവദിക്കില്ല. SP മറ്റൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് തോന്നി. സാർ, ഈ പറഞ്ഞ ആൽബി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഉള്ളയാളല്ല. അതിനാൽ അയാളെപ്പറ്റി റെക്കോർഡ്സ്, ഫിംഗർ പ്രിൻ്റ്, മറ്റു ഡീറ്റെയിൽസും ഒന്നും തന്നെയില്ല. ഫോണാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും. ലുക്കൗട്ട് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ആകെയുള്ള മാർഗം അയാളെ തിരിച്ചറിയുന്ന ആരെങ്കിലും വഴിയുള്ള ഇൻഫോർമേഷൻ മാത്രമാണ്, CI പറഞ്ഞു. അയാളുടെ വീടിൻ്റെ മുന്നിലും പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും പോലീസുകാരെ ഇടണം. ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കോൾസ് ഒബ്സർവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യേ. പിന്നെ നൈറ്റ് ഡേ പെട്രോളിംഗ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം. ഓക്കെ? SP നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. യെസ് സാർ. SIയും CIയും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. നൗ നിങ്ങൾക്ക് പോകാം. ആൻഡ് എല്ലാം വേഗത്തിലാകട്ടെ. ഓക്കെ സാർ. SIയും CIയും SPയുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. പത്രത്തിലും TV-യിലുമൊക്കെ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാനാകെ പരിഭ്രമിച്ചു പോയി, ശ്യാം പറഞ്ഞു. കാറിൽ വെച്ച് നടന്ന ആ പെൺകുട്ടിയുടെ മരണത്തിലുപരി ഇതിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. എനിക്കത് കണ്ടുപിടിക്കണം. അതിനാണ് ഞാൻ റിസ്ക് എടുത്ത് ഇവിടെ വരെ വന്നത്, ആൽബി നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. നീ എന്താ ഇവിടെ? പിന്നീടെന്തോ ഓർത്തുകൊണ്ട് ആൽബി ശ്യാമിനോട് ചോദിച്ചു. എൻ്റെ സിസ്റ്റർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, നേഴ്സാണ്. ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചു. പിക്ക് ചെയ്യാൻ വന്നതാ. വീട്ടിലാകെ ജോലിയുള്ളത് അവൾക്കാണേ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് നടന്ന് സമയം കളഞ്ഞത് മിച്ചം. മടുത്തളയാ. പുറത്തേക്കോ മറ്റോ പോയാലോ എന്ന് ആലോചിക്കുക. ശ്യാമിൻ്റെ മറുപടി കേട്ടതും ആൽബിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പ് മുളയിട്ടു. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ആൽബിയുടെ സ്വരത്തിൽ പ്രതീക്ഷയും അല്പം ദയനീയതയും നിറഞ്ഞിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ശിഖ എന്നെ ഒന്ന് സഹായിക്കണം, ആൽബി പറഞ്ഞു തുടങ്ങി. ആശുപത്രി ക്യാൻറ്റീനിലെ ഒരു മേശയ്ക്ക് ഇരുവശവുമായി ഇരിക്കുകയായിരുന്നു ശ്യാമും ആൽബിയും ശ്യാമിൻ്റെ സിസ്റ്റർ ശിഖയും. മരണപ്പെട്ട ഡോക്ടർ സുദർശനില്ലേ, ഓങ്കോളജിസ്റ്റ്, അയാളെപ്പറ്റി എന്താണ് അഭിപ്രായം? ശിഖ ശ്യാമിൻ്റെ നേർക്കൊന്ന് കണ്ണുപായിച്ചു. ശ്യാം പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ തലയരക്കി. ഇപ്പോൾ എന്താ പറയുക? വ്യക്തിപരമായി നോക്കിയാലും ഡോക്ടർ എന്ന നിലയിൽ മികച്ച ആളായിരുന്നു ഡോക്ടർ. രോഗികളോടുള്ള പെരുമാറ്റത്തിലും ചികിത്സയിലെ കൃത്യതയും ഡോക്ടറെ മറ്റു ഡോക്ടർമാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു. ഡോക്ടറെ കാണാൻ ആരെങ്കിലുമൊക്കെ വരാറുണ്ടായിരുന്നു? ഐ മീൻ പേഴ്സണലി? ആൽബി അടുത്ത ചോദ്യം ചോദിച്ചു. ഈ ആശുപത്രിയിലെ ഒരു നഴ്സ് എന്നതിലുപരി കൂടുതലൊന്നും എനിക്ക് ഡോക്ടറെ പറ്റി അറിയില്ല. രോഗികൾ വരാറുണ്ട്, പിന്നെ കുറേ ചാരിറ്റി പ്രവർത്തകർ. ഡോക്ടർക്ക് കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ ആ ഒരു പെൺകുട്ടി വരുമായിരുന്നു, ഈ ഇടയ്ക്ക് മരിച്ചില്ലേ, ഇപ്പം ന്യൂസിലൊക്കെ വന്നില്ലേ? എന്തോ ആലോചിച്ച വണ്ണം ശിഖ പറഞ്ഞു. ആൽബി തൻ്റെ തൊപ്പിയുടെ ബിൽ ഒന്നുകൂടെ മുന്നിലേക്ക് ചരിച്ചു വെച്ചു. ശ്യാം സിസ്റ്ററോടൊന്നും പറഞ്ഞിരുന്നില്ലെന്ന് ആൽബിക്ക് മനസ്സിലായി. അതൊരു വിധത്തിൽ നന്നായെന്ന് ആൽബിക്ക് തോന്നി. ശിഖയുമായി മുഖസമ്പർക്കം വരാതിരിക്കാൻ ആൽബി പരമാവധി ശ്രമിച്ചു. പിന്നെ ഡോക്ടർക്ക് ആശുപത്രിയിൽ ഏറ്റവും അടുപ്പം ആരോടാണെന്നറിയാമോ? ആൽബി അടുത്ത ചോദ്യം പറഞ്ഞു. അത് ഡോക്ടർ പ്രവീൺ. ഡോക്ടറുടെ ജൂനിയർ ആണ് അയാൾ. കുടുംബമൊന്നുമില്ലാത്ത ഡോക്ടർക്ക് ഒരു മകനെ പോലെയായിരുന്നു ഡോക്ടർ പ്രവീൺ.
സുദർശൻ ഡോക്ടറുടെ കൂടെയല്ലാതെ പ്രവീണിനെ കാണുന്നത് വിരളമായിരുന്നു. ഡോക്ടർ പ്രവീൺ ഇപ്പോൾ ഇവിടെയുണ്ടോ? അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? ആൽബി പ്രതീക്ഷയോട് ചോദിച്ചു. ഡോക്ടർ മരിച്ച ഒരാഴ്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. പ്രവീൺ ഡോക്ടർ ഇവിടെ നിന്നും പോയി. ട്രാൻസ്ഫർ ആണോ എന്നൊന്നും അറിയില്ല. സുദർശൻ ഡോക്ടറുടെ മരണം ഒരുപക്ഷെ അയാളിൽ ഒരു ശൂന്യത നിറച്ചിരിക്കാം. ശിഖ മറുപടി നൽകി. എനിക്കൊരു സഹായം കൂടി ചെയ്യണം. ഡോക്ടർ പ്രവീൺ എങ്ങോട്ടാ പോയതെന്ന് എനിക്കൊന്ന് അറിയണം. ഒന്ന് അന്വേഷിച്ചു പറയാമോ? ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തന്നെ ഞാനൊന്ന് പുറത്തു നിൽക്കാം. നിങ്ങളൊന്ന് തിരക്കിയിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി, ആൽബി പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ശിഖ എഴുന്നേറ്റു. കൂടെ ശ്യാമും. ആൽബി തൻ്റെ ക്യാപ്പ് ഒന്നുകൂടെ നേരെയാക്കി അവർക്ക് കൈ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആശുപത്രി വെളിയിലായുള്ള ഒരു കടയിൽ കയറി ഒരു ചായ വാങ്ങി അവിടെയുള്ള ഒഴിഞ്ഞ സ്റ്റൂളിലേക്ക് ഇരുന്നു. ചായ ഒരു ഇറുക്ക് കുടിച്ച് ചായയുടെ ചൂടിനൊപ്പം ആൽബിയുടെ ചിന്തകൾക്കും ചൂട് പിടിക്കുകയായിരുന്നു. ഡോക്ടറുടെ അടുത്തയാളായ പ്രവീണിനെ കാണാൻ ജിൻസി വന്നത് സ്വാഭാവികം. ഡോക്ടറെ കാണാൻ വരുമ്പോഴുള്ള പരിചയമാകും അവർ തമ്മിലുണ്ടാകുക. അങ്ങനെയുള്ളപ്പോൾ ഡോക്ടറുടെ മരണത്തിന് ശേഷം അതേപ്പറ്റി ജിൻസി അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ആദ്യ വ്യക്തിയും പ്രവീൺ തന്നെ. ഡോക്ടറുടെ മരണശേഷം സ്ഥലം മാറിപ്പോയ പ്രവീണിൻ്റെ പ്രവൃത്തിയെ കുറ്റം പറയാൻ പറ്റില്ല. അവിടെ അവനങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിലൊരു ന്യായമുണ്ട്. അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. ഇനി എന്തെങ്കിലും ഈ കേസിൽ തന്നെ സഹായിക്കാൻ പ്രവീണിന് മാത്രമേ കഴിയൂ. അവൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ ഇന്ന് തന്നെ അങ്ങോട്ട് തിരിക്കണം. ആൽബിയുടെ ചിന്തകൾ കാടുകയറി. അപ്പോഴേക്കും ശിഖയും ശ്യാമും ആശുപത്രിക്ക് പുറത്തേക്ക് വന്നിരുന്നു. ആൽബിക്കായി അവരുടെ കണ്ണുകൾ പരതവേ ഒരു ഒഴിഞ്ഞ സ്റ്റൂളിൽ ചായ ഗ്ലാസ് വായ്ക്കരികിൽ പിടിച്ച് ചിന്തിച്ചിരിക്കുന്ന ആൽബിയെ കണ്ടു. ശ്യാമും ശിഖയും ആൽബിക്ക് അരികിലേക്ക് നടന്നു. തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്ന സാമീപ്യം മനസ്സിലാക്കിയിട്ടാകണം ആൽബി മുഖമുയർത്തി നോക്കി. എന്തായി, എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരിരുവരെയും കണ്ടപ്പോൾ പ്രതീക്ഷ നിറഞ്ഞ വാക്കുകളോടെ ആൽബി ആരാഞ്ഞു. ഡോക്ടർ പ്രവീണിൻ്റെ മാറ്റം ട്രാൻസ്ഫർ ഒന്നുമല്ല, റിസൈൻ ചെയ്തിട്ട് അയാൾ പോയത്, ശിഖ പറഞ്ഞു. അത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. ആൽബി വളരെ അത്ഭുതത്തോടെയാണ് അത് പറഞ്ഞത്. ഒരു മരണത്തിൻ്റെ പേരിൽ സേഫായ ഒരു തൊഴിൽ ആരെങ്കിലും ഉപേക്ഷിക്കുമോ? കുറേ നേരം ആൽബി ആ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അയാൾ എങ്ങോട്ടാ പോയതെന്നതിനെ പറ്റി എന്തെങ്കിലും വിവരം? പിന്നീട് അയാൾ തലയുയർത്തി ചോദിച്ചു. അതറിയില്ല, ചിലപ്പോൾ നാട്ടിലേക്കാവും. ശിഖ തൻ്റെ അനുമാനം പങ്കുവച്ചു. അയാളുടെ നാടെവിടെയാ? പാലക്കാടാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തോന്നാൻ കാരണം, മുൻപ് ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇന്ദു എന്നൊരു നഴ്സിന് അയാളോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. അവൾ വാ തുറന്നാൽ എപ്പോഴും അയാളെ പറ്റിയാകും പറയുക. ആ കൂട്ടത്തിൽ അവൾ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാലക്കാട് ഒറ്റപ്പാലത്താണെന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ താങ്ക്സ് ശിഖ. ശ്യാമേ, എന്നാൽ ഞാൻ അങ്ങോട്ട് തിരിക്കുക. ഇതിന് ഒരു അവസാനം കണ്ടേ പറ്റൂ. പോയിട്ട് വരാം. ആൽബി അവരോട് യാത്ര പറഞ്ഞ് പോകാനിറങ്ങി. നീ ബൈക്കിനടുത്തേക്ക് നിൽക്ക്, ഞാനിപ്പോൾ വരാം. ശ്യാം ശിഖയോട് പറഞ്ഞ ശേഷം ആൽബിക്ക് അടുത്തേക്ക് നടന്നു വന്നു. ആൽബി, ശ്യാം വിളിച്ചു. ആൽബി നിന്നു. ഞാനും വരട്ടെ നിന്റെ കൂടെ? ശ്യാം ആൽബിയോട് ചോദിച്ചു. വേണ്ടടാ, ഞാൻ കാരണം നിറയെ പേര് കുഴപ്പത്തിലായി. അതിലേക്ക് നിന്നെയും കൂടി വലിച്ചഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ പെങ്ങൾ കാത്തു നിൽക്കുന്നു, നീ പൊയ്ക്കോ. ശ്യാമിൻ്റെ ആവശ്യം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു. ശരി ആൽബി, എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിക്കുക. എൻ്റെ നമ്പർ നിന്റെ കയ്യിലില്ലല്ലോ. ഞാനിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം, ഓക്കെ? ഒരു പേപ്പറിൽ തൻ്റെ നമ്പർ എഴുതിയ ശേഷം അതിൽ കുറച്ച് പണവും കൂടി വെച്ച് ആൽബിയുടെ കയ്യിൽ തിരികിക്കൊണ്ട് ശ്യാം പറഞ്ഞു. ശ്യാമിനെ ഒന്ന് പുണർന്ന ശേഷം ആൽബി അവിടെ നിന്നും ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. യാത്രക്കാരുടെ ബാഗ് തലയിൽ വെച്ച് പോർട്ടർമാർ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് വേഗത്തിൽ നടന്നു. പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന പല പ്രായത്തിലുള്ള നായകൾ. അപ്പോൾ കടന്നുപോയ ട്രെയിനിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട വേസ്റ്റുകൾ പറക്കുകയാണ് ചുവന്ന യൂണിഫോംധാരികളായ സ്ത്രീകൾ. പ്ലാറ്റ്ഫോമിലെ ചില പൈപ്പുകൾ പൊട്ടി വെള്ളം അനാവശ്യമായി പാഴാക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങിങ്ങായി തൻ്റെ ഫോട്ടോ പതിച്ച ലുക്കൌട്ട് നോട്ടീസുകൾ കാണാമായിരുന്നു ആൽബിക്ക്. ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് പതിയാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. പ്ലാറ്റ്ഫോമിലെ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്ന അനൗൺസ്മെന്റ് അയാൾക്ക് അലോസരമായി തോന്നി. പോകാൻ തീരുമാനിക്കുമ്പോൾ ബസ്സിൽ പോകണോ ട്രെയിനിൽ പോകണോ എന്ന ചോദ്യം മുന്നിൽ ഉയർന്നു വന്നതാണ്. ബസ്സിനേക്കാൾ സുരക്ഷിതം ട്രെയിനാണെന്ന് തോന്നിയതുകൊണ്ടാണ് ആൽബി ട്രെയിൻ തിരഞ്ഞെടുത്തത്. എത്രയും പെട്ടെന്ന് പ്രവീണിനെ കണ്ടെത്തണം, സത്യാവസ്ഥകൾ അറിയണം, കൂട്ടുകാരെ രക്ഷപ്പെടുത്തണം. ആ ചിന്ത മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മുന്നിൽ പാത്രത്തിൽ ചില്ലറത്തുട്ടുകൾ കുലുക്കിക്കൊണ്ടൊരു ഭിക്ഷക്കാരി നിൽക്കുകയാണ്. ആൽബി തൻ്റെ പോക്കറ്റ് പരിധി ഒരു 10 രൂപ നോട്ട് അവരുടെ പാത്രത്തിൽ നിക്ഷേപിച്ചു. അവരൊന്ന് കൈകൂപ്പിയ ശേഷം അവനെ ഒന്ന് ആശീർവദിക്കുന്ന പോലെ കൈ ഉയർത്തിയ ശേഷം നടന്നുപോയി. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. പല ട്രെയിനുകളും വന്നുപോയി. വെളിച്ചമെല്ലെ ഇരുട്ടിനെ വഴിമാറാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ ശബ്ദകോലാഹലങ്ങളോടെ പക്ഷികൾ കൂടണയാൻ ചില്ലകളിലേക്ക് ചേക്കേറുന്നത് ആൽബി ശ്രദ്ധിച്ചു. അയാൾ തൻ്റെ വീടിനെ പറ്റി ഓർത്തു, അമ്മച്ചിയെ പറ്റി. സമയം അപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ടാകും. അപ്പോഴേക്കും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആൽബിക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഞെരുക്കത്തോടെ വന്നു നിന്നു. പ്ലാറ്റ്ഫോമിലെ മേക്ക് പലതവണ ശബ്ദിച്ചു. അത് പലപ്പോഴായി കേട്ടുമടുത്ത അനൗൺസ്മെന്റുകളും പരസ്യവാചകങ്ങളുമായിരുന്നു. ട്രെയിൻ വന്ന് നിൽക്കുന്നതിന് മുമ്പേ അതിലേക്ക് കയറാൻ ഒരു കൂട്ട ഇടി തന്നെ നടന്നു. ആൽബി തൻ്റെ തൊപ്പി താഴേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അകത്ത് കടന്നു. താരതമ്യേന നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ.
ആൽബി നിന്നത് വാതിലിൻ്റെ അടുത്തുള്ള വാഷ് ബേസിനോട് ചേർന്ന് ഇടനാഴിയിലാണ്. കണ്ണാടിയിൽ കണ്ട തൻ്റെ പ്രതിബിംബം അയാൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല. കേവലം 3 ദിവസത്തെ മാനസിക സമ്മർദ്ദം അയാളിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് വരികയും മൊബൈലിലുള്ള ഫോട്ടോയിലുള്ളയാൾ ട്രെയിനിൽ ഉണ്ടോ എന്ന് പരുതുകയും ചെയ്യുന്നുണ്ട്. വാതിൽക്കൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ആൽബിക്ക് മനസ്സിലായി. അയാൾ ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ട്രെയിൻ ഐസൊലേറ്റഡ് കോച്ചുകളായത് അയാളിൽ ആശ്വാസം നൽകി. കാരണം അത് തന്നെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കുറക്കുമെന്ന് അയാൾ കണക്കുകൂട്ടി. ട്രെയിനിൽ ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോഴും അയാൾ ബാത്റൂമിൽ ഒളിച്ചു. ട്രെയിൻ അപ്പോഴേക്കും കുറേ ദൂരം പിന്നിട്ടിരുന്നു. ട്രെയിനിൽ ചിലർ ഉറങ്ങുകയാണ്, ചിലരാകട്ടെ ഫോണിൽ സിനിമ കാണുന്നുണ്ട്. യുവാക്കൾ കൂടുതലും കാതിൽ ഹെഡ്സെറ്റ് തിരികെ സംഗീതം ആസ്വദിക്കുന്നു. ആരും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. മൊബൈൽ എന്നൊരു ചെറിയൊരു ഉപകരണത്തിലേക്ക് എല്ലാവരുടെയും ലോകം ചുരുങ്ങിയിരിക്കുന്നു. നിദ്ര അയാളെ കടാക്ഷിച്ചില്ല. ട്രെയിൻ നദികളെയും മരങ്ങളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചു പാഞ്ഞു, അതിൻ്റെ ശബ്ദവ്യതിയാനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട്. ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കണം. ഒറ്റപ്പാലം സ്റ്റേഷൻ എത്തിയെന്നുള്ള അനൗൺസ്മെൻറ്റ് മുഴങ്ങിയപ്പോഴാണ് ഇറങ്ങാനുള്ള സ്ഥലമായെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. ഒരുവിധപ്പെട്ട ആളുകളെല്ലാം അവിടെ ഇറങ്ങാനുള്ളവരായിരുന്നു. അത്രയും നേരം നിന്നതുകൊണ്ടാകണം കാൽ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു ആൽബിക്ക്. വാതിലിനരികെ പോലീസുകാർ ഐഡന്റിറ്റി കാർഡ് വാങ്ങി ചെക്ക് ചെയ്യുന്നത് കണ്ട ആൽബി ഒന്ന് പരിങ്ങി. അയാൾ നേരെ എതിരെയുള്ള വാതിലിലൂടെ ഊർന്നിറങ്ങി ശബ്ദമുണ്ടാക്കാതെ നടന്നു. പ്ലാറ്റ്ഫോമിലെ സ്റ്റേഷൻ ഇൻഡിക്കേറ്ററും പിന്നിട്ട് നടന്ന അയാൾ അതിന് പിന്നിലെ വാട്ടർ ടാങ്കിൻ്റെ അടിയിലെ ഇരുട്ടിലേക്ക് അയാൾ മറഞ്ഞു. ഇരുട്ടിൻ്റെ മറപറ്റി അയാൾ നടന്നു. റോഡ് തീർത്തും വിജനമായിരുന്നു. തളം കെട്ടിയ നിശബ്ദതയ്ക്ക് ചീവീടുകളായിരുന്നു അപമാനം. ആൽബി നടത്തം തുടർന്നു. ഇനി എന്തെന്ന ചിന്ത അയാളെ വേട്ടയാടി. പെട്ടെന്ന് റോഡിലേക്ക് നോക്കി അയാൾ ഇരുട്ടിനെ കീറിമുറിച്ച് വീശിയടിക്കുന്ന നീലയും ചുവപ്പും വെളിച്ചത്തിൻ്റെ മിന്നലാട്ടങ്ങൾ കണ്ടു. അതൊരു പോലീസ് ജീപ്പാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് മറിഞ്ഞിരിക്കാൻ അയാൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ജീപ്പ് വളരെ സാവധാനമാണ് വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടെ വയർലെസ്സിൽ നിന്നും വ്യക്തമല്ലാത്ത ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ആ ജീപ്പ് മെല്ലെ നീങ്ങി വന്ന് ആൽബി വിളിച്ചിരുന്ന് കുറ്റിക്കാടിൻ്റെ അടുത്തായി നിർത്തി. ഒരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി. ആൽബി ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു ഊതി അതിൽ തീ പകർന്നു. പൊള്ളി ഉപേക്ഷിച്ച ശേഷം വിരലുകൾക്കിടയിൽ സിഗരറ്റ് വെച്ച് പുക ആഞ്ഞുള്ളിലേക്ക് വലിച്ചു. കുറച്ചു നേരത്തിന് ശേഷം മൂക്കിലൂടെയും വായിലൂടെയും അത് പുറത്തേക്ക് തള്ളി. 2-3 ആവർത്തി അത് തുടർന്ന ശേഷം സിഗരറ്റ് കുറ്റി താഴെയിട്ട് കാലുകൊണ്ട് ചവിട്ടി അണച്ചു. ശേഷം പാൻറ്റിൻ്റെ സിബ് തുറന്ന് കുറ്റിക്കാട്ടിലേക്ക് അയാൾ മൂത്രമൊഴിച്ചു. പിന്നെ ഒന്നുകൂടെ ചുറ്റും നോക്കി. മൊബൈൽ ഫോൺ എടുത്ത് സമയം നോക്കി. പിന്നീട് അത് പോക്കറ്റിൽ തന്നെ ഉപേക്ഷിച്ചു. വയർലെസ് അപ്പോഴും ശബ്ദിക്കുന്നുണ്ടായിരുന്നു. ശേഷം ജീപ്പിലേക്ക് അയാൾ നടന്നു. ഡോർ തുറന്ന് ജീപ്പിൽ കയറി ജീപ്പ് സാവധാനം മുന്നോട്ട് നീങ്ങി. ജീപ്പ് പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഉറക്കം അപ്പോഴേക്കും അയാളുടെ കൺപോളകളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. കുറേ ദൂരം നടന്നപ്പോൾ ശ്രീ വെങ്കിരി മഹാദേവ ക്ഷേത്രം എന്ന ബോർഡ് അയാൾ കണ്ടു. ആൽബി ആ ബോർഡ് ലക്ഷ്യമാക്കി നടന്നു. നടന്ന് ക്ഷേത്രത്തിലെത്തിയ അവൻ അമ്പലത്തിന്റെ പുറത്തായി കെട്ടിയിരുന്ന ഓലമേഞ്ഞൊരു കൂരയിൽ കുറെ ഭിക്ഷക്കാർ കിടക്കുന്നത് കണ്ടു. മറ്റൊന്നും ആലോചിക്കാതെ ആൽബിയും അവർക്കിടയിൽ സ്ഥാനം പിടിച്ചു. ഉറക്കം അയാളുടെ മേൽ അത്രത്തോളം ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ആൽബിയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അത് ഗാഠമായ നിദ്രയ്ക്ക് വഴിമാറി. ക്ഷേത്രത്തിൽ നിന്നും ഉയർന്ന പ്രഭാത സംഗീതം കേട്ട് ആൽബി പതിയെ കണ്ണു തുറന്നു. ഭിക്ഷക്കാർ അപ്പോഴും ഗാഠ നിദ്രയിലായിരുന്നു. സ്വയബോധത്തിലേക്ക് മടങ്ങി വരാൻ അവൻ കുറച്ച് സമയമെടുത്തു. ശേഷം മെല്ലെ എഴുന്നേറ്റ് ക്ഷേത്ര പരിസരത്തായി നിന്നിരുന്ന ചെറിയ പൈപ്പിന്റെ അടുത്തേക്ക് നടന്നു. കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ചു. ബാക്കി വന്ന വെള്ളത്തിൽ വായ കഴുകി കുറെ വെള്ളം അയാൾ ആർത്തിയോടെ അകത്താക്കി. നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു ആൽബിക്ക്. എങ്ങനെ തുടങ്ങും, എവിടെ നിന്നും തുടങ്ങും? അങ്ങനെയുള്ള സംശയങ്ങൾ അയാളെ കുഴക്കി. ഒറ്റപ്പാലം എന്നൊരു സ്ഥലമല്ലാതെ പ്രവീണിനെ സംബന്ധിക്കുന്ന ഒരു വിവരവും ആൽബിക്ക് അറിയില്ലായിരുന്നു. ആകപ്പാടെ ഒരു മാർഗമുള്ളത് എന്തെന്നാൽ അയാളുടെ പ്രൊഫഷനാണ്. സാധാരണക്കാരനായ ഒരു പ്രവീണിനെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഡോക്ടർ പ്രവീണിനെ കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ച് ആൽബി സമാധാനിച്ചു. അയാൾ പതിയെ നടത്തം ആരംഭിച്ചു. ആൽബിയുടെ ഭാഗ്യമാണോ എന്തോ അറിയില്ല, അയാൾക്ക് പ്രവീണിനെ ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. നഗരത്തിലെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായി സ്ഥാപിച്ച കൂറ്റൻ ഫ്ലക്സിൽ അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പരിസരത്തിന്റെ വശത്തായിട്ടുള്ള ഡോക്ടേഴ്സ് ലിസ്റ്റിൽ ഡോക്ടർ പ്രവീൺ എന്നൊരു പേര് ആൽബിയുടെ ശ്രദ്ധയാകർഷിച്ചു. പ്രവീണിലേക്കുള്ള തന്റെ അന്വേഷണം അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് അയാൾ തീർച്ചയാക്കി. എത്ര ഇടിച്ചാൽ ഇവന്മാർ ഒപ്പിട്ട് തരുമെന്ന് തോന്നുന്നില്ല സാർ. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ടാണ് കോൺസ്റ്റബിൾ അത് പറഞ്ഞത്. അയാളുടെ ഇന്നർ വേസ്റ്റ് മുഴുവനും വിയർപ്പിൽ നനഞ്ഞിരുന്നു. സെല്ലിന്റെ നടുക്കൊരു ബെഞ്ചിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ജോമോനും പോളും ശരീരം നിറയെ രക്തവും മുറിപ്പാടുകളുമായി കിടന്നു. അവരുടെ മേലെ അരണ്ട ഒരു ഫിലമെന്റ് ലൈറ്റ് കത്തുന്നുണ്ട്. നിറയെ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചതിന്റെ ഗ്ലാസ് മങ്ങിയിരുന്നു. താൻ ചോദിച്ചത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. ഇങ്ങനെയാണോ പ്രതികളെ ഹാൻഡിൽ ചെയ്യുന്നത്? താനൊക്കെ എത്ര വർഷമായിടോ സർവീസിൽ?
CI ഒരു കൃത്രിമ ചിരിയോടെ കോൺസ്റ്റബിളിനെ നോക്കി പറഞ്ഞു. അത് മനസ്സിലായെന്ന വണ്ണം അയാൾ ഒരു മറു പുഞ്ചിരി നൽകി സെല്ലിന്റെ മൂലക്കായി വെച്ചിരുന്ന മൺകൂജക്ക് അടുത്തേക്ക് നടന്നു. അതിനു മുകളിൽ വെച്ചിരുന്ന ഗ്ലാസ്സിലേക്ക് അയാൾ വെള്ളം പകർന്നു. ഒറ്റ വലിക്കാതെ അയാൾ അകത്താക്കി. അവരൊക്കെ ഈ പഴയ പോലീസുകാരാ, അതാ അങ്ങനെ. നിങ്ങളത് കാര്യമാക്കണ്ട, നിങ്ങളെ ഞാൻ സഹായിക്കാം. പക്ഷെ നിങ്ങൾ ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തരണം. നാളെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കഴിയുമ്പോൾ നിങ്ങളെ വെറുതെ വിട്ടേക്കാം. എന്താ? ജോമോനും പോളിനും അടുത്തേക്ക് കസേര കുറച്ച് നീക്കിയിട്ട് കുറ്റസമ്മതത്തിന്റെ പേപ്പറുകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് CI പറഞ്ഞു. വെള്ളം. പോളിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. എടാ PC, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്ക്. പിന്നിൽ നിൽക്കുന്ന കോൺസ്റ്റബിളിനോടായി CI പറഞ്ഞു. അയാൾ കൂജയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കൂടി പകർന്നു. അത് CIയുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾക്കെല്ലാം തരാം, പക്ഷേ ഈ പേപ്പറിന്റെ കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കണം. ഗ്ലാസ് കയ്യിൽ വെച്ച് തിരിച്ചുകൊണ്ട് CI പറഞ്ഞു. പറ്റൂല സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ കൊടുക്കാൻ നോക്കണ്ട. ജോമോനാണ് അത് പറഞ്ഞത്. നിനക്ക് വെള്ളം വേണ്ടേ? CI പോളിനോട് ചോദിച്ചു. വെള്ളം. പോൾ ഒരിക്കൽ കൂടി പറയാൻ ശ്രമിച്ചെങ്കിലും അവനിൽ നിന്നും ഒരു നേർത്ത സ്വരമല്ലാതെ ഒന്നും ഉയർന്നില്ല. അവന്റെ ആ അവസ്ഥ കണ്ട് CI ഒന്നുകൂടെ വെള്ളവും ഗ്ലാസും പോളിന്റെ വായ്ക്കരികിലേക്ക് കൊണ്ടുവന്ന ശേഷം അവന്റെ വായ്ക്ക് സമാന്തരമായി പിടിച്ച് താഴേക്ക് കമഴ്ത്തി കളഞ്ഞു. പോൾ നാക്കുകൊണ്ട് വെള്ളത്തിൽ തൊടാൻ ഒരു വിഫല ശ്രമം നടത്തി. എടാ പട്ടി! ആ രംഗം കണ്ടിട്ട് സഹിക്കാനാവാതെ ജോമോൻ വിളിച്ചുപോയി. PC. CI വിളിച്ചു. അത് മനസ്സിലായെന്ന വണ്ണം ഒരു ലാത്തിയുമായി PC അവിടേക്ക് വന്നു. നാളെ ഞാൻ വരുമ്പോൾ സൈൻ ചെയ്ത പേപ്പർ എനിക്ക് കിട്ടണം. പിന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാ, പുറമേ ഒന്നും കാണരുത്, മനസ്സിലായല്ലോ? CI PCയുടെ ചെവിയോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. യെസ് സാർ. അയാൾ പറഞ്ഞത് മനസ്സിലായ പോലെ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തു. CI പോയെന്ന് ഉറപ്പായപ്പോൾ അയാൾ തിരിഞ്ഞ് ജോമോന്റെയും പോളിന്റെയും അടുത്തേക്ക് നടന്നു. ഒരുപാട് വൈകിയില്ല. അയാളുടെ ലാത്തി പല ആവർത്തി വായുവിൽ ഉയർന്നതാണു. അവരുടെ നിലവിളികൾ സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഒടുങ്ങി. CMI മിഷൻ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ ഡോക്ടർ പ്രവീണിനെ കാണാനുള്ള അപ്പോയിന്റ്മെന്റിന് കാത്തിരിക്കുകയായിരുന്നു ആൽവി. റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി ഫോണിൽ ഡോക്ടർ പ്രവീണുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് അവൻ. ഹലോ സാർ. അതെ സാർ. എപ്പോഴേക്കാണ്? വെയിറ്റ് ചെയ്യാൻ പറയണോ? ഓക്കെ സാർ, ഓക്കെ. സാർ, ഡോക്ടർ ഓൾറെഡി ബിസിയാണ്. നിറയെ പേഷ്യൻസ് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നാളെ വരാനാണ് പറയുന്നത്. അവളൊരു വശ്യമായ പുഞ്ചിരിയോടെ ഫോൺ താഴെ വെച്ചുകൊണ്ട് ആൽവിയോട് പറഞ്ഞു. ഞാൻ വളരെ ദൂരെ നിന്നുമാണ് വരുന്നത്. ഡോക്ടറെ കാണാതെ പോകാൻ പറ്റില്ല. പ്ലീസ് സാറിനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കൂ. പിന്നെ ജിൻസിയുടെ ഫ്രണ്ടാണെന്ന് കൂടി പറയൂ, ആൽബി അപേക്ഷിച്ചു. മനസ്സില്ലാ മനസ്സോടെ റിസപ്ഷനിസ്റ്റ് ഫോൺ ഒന്നുകൂടി കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഡോക്ടർ ഫോൺ എടുത്തതും അവൾ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. ഓക്കെ സാർ, പറയാം, ഓക്കെ. ചെല്ലാൻ പറഞ്ഞു. 3rd ഫ്ലോർ. ഫോൺ താഴെ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. താങ്ക്സ്. ആൽബി ആ പെൺകുട്ടിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. രോഗികൾ ലിഫ്റ്റിനായി വെയിറ്റിംഗിലാണ്. 4321G. ലിഫ്റ്റിന്റെ വശത്തായുള്ള ഡിജിറ്റൽ നമ്പർ ഡിസ്പ്ലേയിൽ അക്കങ്ങൾ മാറി മാറി തെളിഞ്ഞു. അത് താഴെ വന്നിരുന്നു. അല്പസമയമേ എടുത്തുള്ളൂ. ലിഫ്റ്റിന്റെ ലോഹവാതിൽ ഇരുവശത്തേക്കും തുറന്നു മാറി. അതിലുണ്ടായിരുന്നവർ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും പൂർണ്ണമായി ഇറങ്ങിയ ശേഷം ആൽബിയും മറ്റുള്ളവരും ഉള്ളിലേക്ക് കയറി. ഓരോരുത്തരായി ഓരോ നമ്പർ പ്രസ് ചെയ്തു. ആൽബി തനിക്ക് പോകേണ്ട നമ്പറായ 3 അമർത്തി. ആൽബിയുടെ പ്രതീക്ഷകൾക്കൊപ്പം ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു. ലിഫ്റ്റ് 3ാം നിലയിൽ തുറന്നു. ആൽബിയും മറ്റു 2 പേരും അവിടെ ഇറങ്ങി. 3ാം നിലയിലുണ്ടായിരുന്ന 1-2 പേരാകട്ടെ ലിഫ്റ്റിന്റെ ഉള്ളിലേക്കും കയറി. ആൽബി വെളിയിലേക്ക് ഇറങ്ങി. അയാളുടെ കണ്ണുകൾ അഡ്മിനിസ്ട്രേറ്ററുടെ റൂം തിരക്കുകയായിരുന്നു. ചേട്ടാ, ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ക്യാബിൻ എവിടെയാ? എതിരെ നടന്നു വരുന്ന വെള്ളവസ്ത്രം ധരിച്ച ആളോട് ആൽബി ചോദിച്ചു. നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി, അവിടെ വലുതായി എഴുതി വെച്ചിട്ടുണ്ട്. ആൽബിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം അയാൾ മറുപടി നൽകി. താങ്ക്സ് ചേട്ടാ. നന്ദി പറഞ്ഞുകൊണ്ട് ആൽബി അവിടേക്ക് നടന്നു. നടക്കുകയായിരുന്നില്ല, അതൊരു തരം ഓട്ടമായിരുന്നു. ആൽബി ക്യാബിന്റെ മുന്നിലെത്തി. മേ ഐ കമിൻ? ഡോർ പാതി തുറന്ന് ആൽബി ചോദിച്ചു. അകത്ത് 2 പേരുണ്ടായിരുന്നു. ആൽബിയെ കണ്ടതും അയാൾ പ്രവീണിനെ ഒന്ന് നോക്കി. ഞാൻ ഇത് നോക്കിക്കോളാം, നീ ടെൻഷനാകണ്ട, ഓക്കെ? പ്രവീൺ അയാളോട് പറഞ്ഞു. ആർ യു ഷുവർ? യാ ഷുവർ, ബിലീവ് മീ. ആൽബിയെ നോക്കി 1 മിനിറ്റ് എന്ന ആംഗ്യം കാട്ടിക്കൊണ്ട് പ്രവീൺ അയാളോട് പറഞ്ഞു. വെൽ, ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. ഗുളിക പോലെ എന്തോ ഒന്ന് പൊട്ടിച്ച് വായിലേക്കിട്ട് മേശപ്പുറത്തിരുന്ന വെള്ളവും കുടിച്ച് അയാൾ പുറത്തേക്ക് നടന്നു. പോകും വഴി ആൽബിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ അയാൾ മറന്നില്ല. അയാൾ പുറത്തേക്ക് പോയതും പ്രവീൺ ആൽബിയെ ഉള്ളിലേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഡോക്ടർ, ഞാൻ വന്നത് ജിൻസിയുടെ ആരാണെന്നാ പറഞ്ഞ്? ആൽബി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അതിനെ മുറിച്ചുകൊണ്ട് ഡോക്ടറുടെ മറുചോദ്യം വന്നിരുന്നു. ഓ സോറി, നിങ്ങൾ പറയൂ. ഡോക്ടർ ആൽബിക്ക് ചോദിക്കാൻ അവസരം നൽകി. ജിൻസി മരിച്ചതിൻ്റെ 3ാം ദിവസം അവസാനമായി കണ്ടത് ഡോക്ടർ പ്രവീണിനെയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ആൽബി തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. യാ ശരിയാണ്, ഡോക്ടർ സുദർശൻ അവളുടെ ഒരു റിലേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി ചില ഫൈൻഡിങ്സ് കളക്ട് ചെയ്തിരുന്നു. അത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമായിരുന്നു എന്നൊക്കെ ചില കോൺസ്പിറൻസികൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രവീൺ, ഡോക്ടർ സംസാരം തുടരവേ
മുൻപ് വെളിയിലേക്ക് പോയ അയാൾ ഡോർ തുറന്ന് തല അകത്തേക്കിട്ട് നീട്ടി വിളിച്ചു. സി മിസ്റ്റർ, പേരെന്താണെന്നാ പറഞ്ഞ്? പുറത്തു നിൽക്കുന്നയാളെ നോക്കി തോൾ ചലിപ്പിച്ചുകൊണ്ട് ആൽവിയോട് പ്രവീൺ ചോദിച്ചു. ഐ ആം ബോബി. ആൽവി പേര് മാറ്റി പറഞ്ഞു. ഓക്കെ മിസ്റ്റർ ബോബി, ഞാൻ അർജൻറ്റായൊരു മീറ്റിങ്ങിലായിരുന്നു. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്താലോ? നമുക്ക് വിശദമായി സംസാരിക്കാം. ആൽവി ആ മറുപടിയിൽ അത്ര തൃപ്തനായിരുന്നില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു കൊടുത്തു. ഓക്കെ, ഈവനിങ് സഹജീവൻ ഗാർഡൻസിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ, ആൽവിക്ക് കൈ കൊടുത്തുകൊണ്ട് പ്രവീൺ പറഞ്ഞു. മറ്റു വഴികളില്ലാതെ ആൽവി ആ ഹസ്തദാനം സ്വീകരിച്ചു. ആൽവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തു നിന്നയാൾ അകത്തേക്ക് കയറി. സമയം വൈകുന്നേരം. പാർക്കിൽ ആളുകൾ സായാഹ്ന സവാരിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാ പ്രായക്കാരും ഉണ്ടായിരുന്നു. ആൽവി ഒരു ഒഴിഞ്ഞ സിമന്റ് ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു. അയാളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. സുഹൃത്തുക്കളോടൊപ്പം പങ്കിട്ട സായാഹ്നങ്ങൾ അയാളുടെ ഓർമ്മകളെ കുത്തി നോവിച്ചു. ജോമോനെയും പോളിനെയും കുറിച്ച് അവൻ ഓർത്തു. അവരിപ്പോൾ ഏതവസ്ഥയിലായിരിക്കും? തൻ്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെ മാറി മറിയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ അയാൾ അക്ഷമനായി പാർക്കിലെ ക്ലോക്കിലേക്ക് നോക്കി. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഡോക്ടറുടെ നമ്പർ വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാതിരുന്ന അയാളുടെ ബുദ്ധിയെ അയാൾ പഴിച്ചു. ഒരു കോയിൻ ബോക്സ് വഴിയെങ്കിലും ബന്ധപ്പെടാമായിരുന്നു. സമയം പിന്നെയും കടന്നുപോയി. സാർ, പാർക്ക് ക്ലോസ് ചെയ്യാൻ സമയമായി, ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ? സെക്യൂരിറ്റിയുടെ ശബ്ദമായിരുന്നു അത്. അയാൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 9:30. ആൽബി പതിയെ നടന്ന് പാർക്കിന്റെ പുറത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്തേക്ക് വന്നു. അത് മിന്നി മിന്നി കത്തുന്നുണ്ടായിരുന്നു. പ്രാണികൾ അതിനെ ചുറ്റി പറക്കുകയും ലൈറ്റിൽ വന്നിടിച്ച് താഴെ വീഴുകയും ചെയ്തുകൊണ്ടേയിരുന്നു. സെക്യൂരിറ്റി ഗേറ്റ് പൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. ആൽബി ഒന്ന് നോക്കിയ ശേഷം അയാൾ നടന്നുപോയി. നിരത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. പതിയെ ഇല്ലാതെയായി. ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട വാഹനങ്ങൾ പോകുന്നതൊഴിച്ചാൽ സമയം 10:30 അടുക്കുകയായിരുന്നു. ഇനിയും അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ലെന്ന് ആൽബിക്ക് തോന്നി. പെട്രോളിങ്ങിന് പോലീസുകാർ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങേയറ്റം നിരാശയോടെ അയാൾ തിരിഞ്ഞു നടന്നു. മെയിൻ റോഡിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് ഇരുട്ടിന്റെ മറപറ്റി നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു പ്രഹരം ആൽബിയുടെ തലക്കേറ്റു. ഇരുട്ടിൽ ഒരു വാനിന്റെ ലൈറ്റ് തെളിയുന്നതും താൻ അതിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നതും കണ്ണടയുന്നതിനു മുമ്പ് അവ്യക്തമായി അവൻ കണ്ടു. തലവേദനിക്കുന്നുണ്ടായിരുന്നു ആൽബിക്ക്. കണ്ണ് മെല്ലെ തുറക്കാൻ ശ്രമിച്ചു. മങ്ങിയ കാഴ്ച മെല്ലെ തെളിഞ്ഞു വന്നു. താൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അകത്തെ സജ്ജീകരണങ്ങളിൽ നിന്നും അതൊരു അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് ആണെന്നും അവൻ മനസ്സിലാക്കി. കൈകൊണ്ട് തല തടവാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ ആൽബിക്കതായില്ല. അയാളുടെ കൈകാലുകൾ ബലമായി എന്തിലോ ബന്ധിച്ചിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. കെട്ടുകൾ പൊട്ടിച്ച് മോചിതനാകാൻ അവനൊരു വിഫല ശ്രമം നടത്തി. രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കെട്ട് കൂടുതൽ മുറുകുകയായിരുന്നു. പെട്ടെന്ന് ആംബുലൻസ് നിന്നു. അതിലേക്ക് പ്രവീണും തലേ ദിവസം പ്രവീണിന്റെ ഒപ്പം കണ്ടയാളും കയറി. സർപ്രൈസ്! വന്നപാടെ കൈകൾ കൊട്ടിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെയാണ് അതയാൾ പറഞ്ഞത്. ഒരാളെ കൂടി ഇതിലേക്ക് ബലി കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതല്ല. എന്തു ചെയ്യാം, നീ ഇതിലേക്ക് വന്ന് കയറുകയായിരുന്നു. ആംബുലൻസിന്റെ ബാക്ക് ഡോർ അടച്ചുകൊണ്ട് പ്രവീണാണ് അത് പറഞ്ഞത്. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടന്നേനെ. നിന്റെ ആ നശിച്ച കാർ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ. നിന്ന നിൽപ്പിൽ ഭാവം മാറിയ പ്രവീൺ ആൽബിയോട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കിനി ജീവിക്കാൻ അനുവാദമില്ല ആൽബി, നീ മരിക്കണം. നിരപരാധികളായ നിന്റെ കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ ഈ അവസ്ഥയ്ക്ക് നീയാണ് കാരണം എന്ന കുറ്റബോധത്തോടെ നീ മരിക്കണം. അതാണ് നിനക്കുള്ള ശിക്ഷ. സുകുമാരക്കുറുപ്പിന് ശേഷം കേരളക്കരയിൽ മറ്റൊരു പിടികിട്ടാപ്പുള്ളി ഉണ്ടാവാൻ പോവുകയാണ് ആൽബി. ഒരു പെൺകുട്ടിയെ കാറിലിട്ട് കൊന്ന് കായലിൽ തള്ളിയ കുപ്രസിദ്ധ കൊലയാളി പിടികിട്ടാപ്പുള്ളി ആൽബി ജോൺ. അത് നീയാണെന്നുള്ളതിൽ നിനക്ക് അഭിമാനിക്കാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പ്രവീൺ അത് പറയുമ്പോൾ ഒരു ഭ്രാന്തമായ ആവേശം അയാളുടെ വാക്കുകളിൽ ഉണ്ടാകുന്നത് ആൽബി ശ്രദ്ധിച്ചു. ആൽബിയുടെ മുഖത്തപ്പോൾ പുച്ഛം നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. വൈ ആർ യു ലാഫിംഗ്? പ്രവീണിന്റെ കൂടെയുള്ളയാളാണ് അത് ചോദിച്ചത്. അവനെ ഞാൻ പേടിപ്പിക്കാം. കയ്യിൽ സർജിക്കൽ ഗ്ലൗസ് ധരിച്ചുകൊണ്ടാണ് പ്രവീൺ അത് പറഞ്ഞത്. ശേഷം ആംബുലൻസിന്റെ വശത്തായി വച്ചിരുന്ന ഒരു ബോക്സിൽ നിന്നും ഒരു ലാൻസെറ്റ് പുറത്തെടുത്തു. ശസ്ത്രക്രിയകൾക്കും അനാട്ടമിക്കൽ പഠനങ്ങൾക്കും ഉപയോഗിക്കുന്ന ചെറുതും മൂർച്ചയുള്ളതുമായ ബ്ലേഡുള്ള ഉപകരണം. അയാൾ അതുമായി പതിയെ ആൽബിക്ക് അടുത്തേക്ക് നടന്നെടുത്തു. കൂടെയുള്ളയാൾ ഒരു പുഞ്ചിരിയോടെ അത് നോക്കി തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. പ്രവീൺ അപ്പോഴേക്കും നടന്ന ആൽബിക്ക് അരികിലെത്തിയിരുന്നു. ആൽബിയുടെ കണ്ണിൽ അപ്പോഴും ഭയമുണ്ടായിരുന്നില്ല. പ്രവീൺ അടുത്തു വന്നതും ആൽബി 2 കാലും ഉയർത്തി പ്രവീണിന്റെ വയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി. അപ്രതീക്ഷിതമായ ചവിട്ടായിരുന്നതിനാൽ പ്രവീൺ പിന്നിലേക്ക് തെറിച്ചുപോയി. ആംബുലൻസിന്റെ ബാക്ക് ഡോറിലിടിച്ച് താഴെ വീണു. അത് കണ്ട മറ്റേയാൾ ആക്രോശിച്ചുകൊണ്ട് ആൽബിക്ക് അരികിലേക്ക് ഓടി വന്നു. ആൽബി 2 കാലും ഉയർത്തി നീട്ടി ഓടി വന്ന അയാളുടെ കഴുത്ത് കാലുകൾക്കിടയിലാക്കി വലത്തേക്ക് വീശി. അയാളുടെ തല വശത്തായി സ്ഥാപിച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടറിൽ പോയിടിച്ച് അയാളും താഴേക്ക് പതിച്ചു. അയാളുടെ തല പൊട്ടി അതിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അയാളുടെ ബോധം മെല്ലെ മറഞ്ഞു. പ്രവീൺ വയറിന്റെ മേൽ പറ്റിയ പൊടി തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് താഴെ കിടന്ന ലാൻസെറ്റ് കയ്യിലെടുത്തു. ദാറ്റ് വാസ് എ നൈസ് മൂവ്. കൈകൊട്ടി ആൽബി അഭിനന്ദിച്ച് പ്രവീൺ അത് പറഞ്ഞുകൊണ്ട് ആൽബിക്ക് അടുത്തേക്ക് നടന്നു വന്നു. അവൻ പ്രതീക്ഷിക്കുന്നതിനു മുൻപേ പ്രവീൺ ലാൻസെറ്റ് ആൽബിക്ക് നേരെ വീശി.
ആൽബി ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അതയാളുടെ തോളിൽ ഒന്ന് ഉരസി കടന്നുപോയി. ആൽബിയുടെ തോളിൽ ഒരല്പം രക്തം പൊടിഞ്ഞു. ആൽബി സർവ്വശക്തിയുമെടുത്ത് കാൽ തറയിലൂന്നി ഒന്ന് എഴുന്നേറ്റു. അവനെ ബന്ധിച്ചിരുന്ന് സീറ് പോലെയുള്ള ഭാഗം ഉയർന്നു. നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി. അതിൻ്റെ കാൽഭാഗം പ്രവീണിന്റെ ശരീരത്തിലേക്ക് ഇടിച്ചു. അയാൾ താഴേക്ക് പതിച്ചു. ആൽബി ആ ചെയറിന്റെ കാൽഭാഗം പ്രവീണിന്റെ കഴുത്തിന് ഇരുവശവുമായി വരത്തക്ക വിധം അയാളുടെ മേലിരുന്നു. ആൽബിയുടെ കാൽ പ്രവീണിന്റെ കഴുത്തിൽ അമർന്നിരുന്നു. അഴിക്കടാ, ആൽബി അലറി. പ്രവീൺ താഴെ കിടന്ന ലാൻസെറ്റ് തപ്പി നോക്കി. അയാളുടെ കൈ എത്തുന്നിടത്തൊന്നും അതുണ്ടായിരുന്നില്ല. ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരണ്ട പ്രവീൺ. എൻ്റെ കാലൊന്ന് അമർത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഈ പിഴച്ച ജീവൻ. മര്യാദ കഴിക്കാൻ നോക്ക്. അതൊരു തരം ആജ്ഞയായിരുന്നു. പ്രവീൺ തൻ്റെ കൈയെത്തി ആൽബിയുടെ കയ്യിലേക്ക് കെട്ടുകൾ അഴിച്ചു. കെട്ടുകളഴിഞ്ഞ ആശ്വാസത്തിൽ ആൽബി അല്പനേരത്തേക്ക് കാലുകൾ പിൻവലിച്ചിരിക്കവേ പ്രവീൺ രണ്ട് കൈകളും ഉപയോഗിച്ച് സർവ്വശക്തിയിൽ ആൽബി ഇരുന്ന ചെയർ പുറകോട്ട് തള്ളി. അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആൽബി. അയാൾ ചെയർ ഉൾപ്പെടെ പിന്നോട്ട് മറിഞ്ഞു. ബോക്സിങ്ങിലെ ഗുസ്തിക്കാരെ പോലെ പ്രവീൺ ചാടി എഴുന്നേറ്റ് നിന്നു. ആൽബി വീണെടുത്ത് നിന്നും ഒന്ന് തിരിഞ്ഞു. ചുരുട്ടിപ്പിടിച്ച കൈ പ്രവീണിന്റെ കാലിന്റെ അടുത്തുകൂടെ പാഞ്ഞുപോയി. എന്താണ് നടന്നതെന്ന് പ്രവീൺ ഊഹിക്കുമ്പോഴേക്കും അയാളുടെ കാലിൽ നിന്നും ചുടുരക്തം ചീറ്റിയൊഴുകി. അയാൾ അന്താളിപ്പോടെ ആൽബിയെ നോക്കിയപ്പോൾ കയ്യിൽ ലാൻസൈറ്റും പിടിച്ചു നിൽക്കുകയായിരുന്നു ആൽബി. പ്രവീണിന്റെ കാൽമുട്ടുകൾ മുന്നോട്ട് മടങ്ങി മുട്ടുകുത്തി അവൻ ആൽബിക്ക് മുന്നിലിരുന്നു. ശേഷം മുഖം കുത്തി അവൻ മുന്നോട്ട് പതിച്ചു. ആൽബി പ്രവീണിനെ തിരിച്ചു കിടത്തി. പറയടാ, ജിൻസിക്ക് എന്താ പറ്റിയത്? ഡോക്ടറുടെ മരണത്തിന് അതുമായി എന്താ ബന്ധം? പറയാൻ. അയാളുടെ കോളറിൽ പിടിച്ചുയർത്തി പ്രവീണിന്റെ കണ്ണിലേക്ക് നോക്കി ആൽബി ചോദിച്ചു. അവന്റെ ശബ്ദത്തിലപ്പോൾ രക്ഷപ്പെടാൻ പോകുന്ന തന്റെ കൂട്ടുകാരെ പറ്റിയുള്ള ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു. പ്രവീൺ ആൽബിയുടെ കണ്ണിലേക്ക് നോക്കി ക്രൂരമായ ഒരു ചിരി ചിരിച്ചു. താനൊന്നും പറയാൻ പോകുന്നില്ല എന്ന മട്ടിൽ. ആൽബിക്ക് ദേഷ്യം അടക്കാനായില്ല. അവൻ ആംബുലൻസിന്റെ പിൻവാതിൽ തുറന്നു. പ്രവീണിന്റെ തല റോഡിലേക്ക് പതിയെ താഴ്ത്തി. തന്റെ മുടി റോഡിൽ ഉരയാൻ തുടങ്ങിയതായി പ്രവീൺ തിരിച്ചറിഞ്ഞു. ആൽബി ഒന്നുകൂടി താഴ്ത്തിയാൽ തന്റെ തലയടക്കം റോഡിൽ ഉരഞ്ഞു തീരുമെന്ന് പ്രവീൺ മനസ്സിലാക്കി. പറയാം, ഞാനെല്ലാം പറയാം. വർദ്ധിച്ച ഭയത്തോടെ പ്രവീൺ ആൽബിയോട് പറഞ്ഞു. ആൽബി അവനെ വലിച്ചകത്തേക്കിട്ടു. ആംബുലൻസിന്റെ ഡോറടഞ്ഞു. വെള്ളം, പ്രവീൺ പുലമ്പി. ആൽബി ആംബുലൻസിന്റെ സൈഡിൽ സ്ഥാപിച്ചിരുന്ന സ്റ്റാൻഡിൽ നിന്നും വെള്ളമെടുത്ത് പ്രവീണിന്റെ വായിലേക്ക് പകർന്നു. ഡോക്ടർ സുദർശൻ തന്റെ കരിയർ ആരംഭിച്ചത് തിരുവനന്തപുരം RCCയിലായിരുന്നു. വെള്ളം ആർത്തിയോടെ കുടിച്ച ശേഷം പ്രവീൺ പറഞ്ഞു തുടങ്ങി. അച്ഛന്റെ അകാലത്തിലുള്ള ക്യാൻസർ മരണം, നിർധനയായ അമ്മയുടെ നിസ്സഹായാവസ്ഥയും കണ്ടു വളർന്നതാണ് ഡോക്ടർ സുദർശനനെ ഒരു ഓങ്കോളജി സ്പെഷ്യലിസ്റ്റാക്കിയത്. വരുന്ന രോഗികളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം സൗമ്യമായതിനു കാരണം ഓരോ രോഗിയിലും ഡോക്ടർ കണ്ടത് തന്റെ പിതാവിനെയാണ്. RCCയിലെ കാഴ്ചകൾ കഠിന ഹൃദയന്റെ പോലും കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു. പ്രായഭേദമന്യേ വരുന്ന രോഗികൾ, അവരുടെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ ഒരു ഡോക്ടർ എന്നതിലുപരി കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിനാൽ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസറിനെ ഭേദമാക്കുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിക്കണമെന്നുള്ള ചിന്ത ഡോക്ടറിൽ ഉടലെടുത്തു. അതിനായുള്ള പരീക്ഷണങ്ങൾ ഡോക്ടർ അന്നു മുതലേ ആരംഭിച്ചിരുന്നു. എലികളിൽ തുടങ്ങിയ പരീക്ഷണങ്ങൾ പലതവണ പരാജയപ്പെട്ടുവെങ്കിലും ഒരിക്കലും ഡോക്ടർ പിന്മാറാൻ തയ്യാറായില്ല. നീണ്ട 28 വർഷം അദ്ദേഹം അതിനായി കഠിന പ്രയത്നം നടത്തി. ഇതിനിടയിൽ ഡോക്ടർ പല ആശുപത്രികളിലും ജോലി നോക്കിയിരുന്നു. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അച്ഛൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അതയാളെ കൂടുതൽ പരിശ്രമിക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന് അതിനോടുള്ള അഭിനിവേശം എത്രത്തോളം ഉണ്ടെന്നാൽ അതിനുവേണ്ടി ഒരു കുടുംബജീവിതം പോലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. സർവീസിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി എത്തി. അവിടെ വെച്ചാണ് ഡോക്ടറെ ഞാൻ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. ഡോക്ടറുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം എന്നെ ആകർഷിച്ചിരുന്നു. ഒരു മകനോടുള്ള വാത്സല്യം അദ്ദേഹം എനിക്കും നൽകിയിരുന്നു. അങ്ങനെ ഒരു സായാഹ്നത്തിൽ താനൊരു ക്യാൻസർ ബാധിതനാണെന്ന് ഡോക്ടർ എന്നോട് വെളിപ്പെടുത്തി. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. താനൊരു മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും സാധാരണ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളായി മാറുന്നതിൽ നിന്നും തടയുന്ന മെഡിസിൻ അമിത കോശ വളർച്ചയെ പ്രതിരോധിക്കുകയും ആദ്യ സ്റ്റേജിലെ പ്രയോഗിച്ചാൽ പൂർണ്ണമായും രോഗിയെ ഭേദമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ എലികളിൽ പരീക്ഷിച്ച് വിജയിച്ച ആ മരുന്ന് ആദ്യമായി സ്വന്തം ശരീരത്തിൽ പ്രയോഗിക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നെ ഭയപ്പെടുത്തി. പലതവണ ഞാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടറുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ എനിക്ക് അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ ആ ദിവസം മരുന്ന് തൻ്റെ ശരീരത്തിൽ പരീക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഡോക്ടർക്ക് സമ്മതം മൂളി. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റുകയും ചെയ്തു. മാസം 1 കഴിഞ്ഞു. ഡോക്ടറുടെ ബയോപ്സി റിപ്പോർട്ട് പരിശോധിച്ച് എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരിക്കുന്നു. അന്ന് ആ റിപ്പോർട്ട് ഡോക്ടർക്ക് കൈമാറുമ്പോൾ ലോകം കീഴടക്കിയ ഭാവമായിരുന്നു ഡോക്ടറുടെ കണ്ണുകൾക്ക്. പക്ഷേ മെഡിസിൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് സൗജന്യമായി എത്തിക്കുക എന്ന ഡോക്ടറുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വിലങ്ങു തടിയായി. ഡോക്ടറുടെ പക്കൽ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുന്നതെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റുമായാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്.
അതുകൊണ്ട് തന്നെ തൻ്റെ സ്വപ്നങ്ങൾ താൽക്കാലികമായി അദ്ദേഹം മൂടിവെച്ചു. തൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് തൽക്കാലം ആരോടും പറയണ്ട എന്ന് അദ്ദേഹം വാശി പിടിച്ചു. ആ വാക്ക് പാലിക്കാൻ എനിക്കായില്ല. ഈ സംഭവങ്ങൾക്ക് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ അറേഞ്ച് ചെയ്ത ഒരു ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ. കോളേജ് മേറ്റ്സ് പങ്കെടുത്ത ആ ചടങ്ങിൽ ഗുൽഷൻ റാവത്തും ഉണ്ടായിരുന്നു. ബാച്ച്മേറ്റായ ഗുൽഷൻ 3-ാം വർഷം അച്ഛൻ്റെ മരണത്തോടെ പഠനം ഉപേക്ഷിച്ചു. അച്ഛൻ്റെ കമ്പനി ഏറ്റെടുത്തു. ഇന്ത്യയിലെ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലെ പ്രശസ്ത മരുന്ന് നിർമ്മാണ കമ്പനിയായ ആൽഫ ഫാർമസി കമ്പനിയുടെ ഓണർ ദിലീപ് റാവത്തിൻ്റെ ഏക മകനായിരുന്നു ഗുൽഷൻ. ശരിക്കും അച്ഛൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു അയാൾ മെഡിസിന് ചേർന്നത്. ഒരു ഡോക്ടർ ആവുക എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ബിസിനസ്സുകാരനാവുകയായിരുന്നു ഗുൽഷൻ. അമിതമായി മദ്യപിച്ചിരുന്ന എൻ്റെ വായിൽ നിന്നും സംഭവം പുറത്തു വന്നു. എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു, ഗുൽഷൻ ഒഴികെ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി ക്യാൻസർ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒരു മരുന്ന് അതും ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തമായി തോന്നിയതിൽ അത്ഭുതമില്ല. ഡോക്ടറുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്കറിയാത്തതും അതിനൊരു കാരണമായിരിക്കും. ഫംഗ്ഷൻ കഴിഞ്ഞ് പിരിയാൻ നേരം ഗുൽഷൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഡോക്ടറെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യം ഞാൻ എതിർത്തെങ്കിലും അയാളുടെ നിരന്തരമായ നിർബന്ധം കാരണം ഞാൻ അതിന് വഴങ്ങേണ്ടി വന്നു. ഒരല്പം ജാള്യതയോടെയാണ് ഞാൻ ഗുൽഷനെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തിയത്. ഡോക്ടർ ആദ്യം ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒരു മരുന്നില്ലെന്നും മറ്റും വാദിച്ചെങ്കിലും ഗുൽഷനിലെ ബിസിനസ്സുകാരൻ്റെ വാക്ക് ചാതുര്യത്തിൻ്റെ മുന്നിൽ ഡോക്ടറും കീഴടങ്ങേണ്ടി വന്നു. താനൊരു നല്ല ഉദ്ദേശത്തോടെ കണ്ടുപിടിച്ച മെഡിസിൻ കമ്പനികൾക്ക് അമിത ലാഭത്തിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭയമായിരുന്നു ഡോക്ടറുടെ മനസ്സിൽ. അവസാനം മരുന്നിൻ്റെ ഫോർമുല ഗുൽഷന്റെ കമ്പനിയായ ആൽഫ ഫാർമസി കമ്പനിക്ക് കൈമാറി. താൻ നിർദ്ദേശിക്കുന്ന പേര് മരുന്നിന് നൽകണമെന്നും ഡോക്ടർ ഒരു നിബന്ധന വച്ചു. മരുന്ന് വിപണിയിലെത്തിക്കാൻ 1 മാസം സാവകാശം ഗുൽഷൻ ആവശ്യപ്പെട്ടു. മാസം 1.5 കഴിഞ്ഞു. ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഒരു മെഡിക്കൽ ഷോപ്പിലും ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി പല രോഗികളും ഡോക്ടറെ കാണാനെത്തി. ഡോക്ടർ ഗുൽഷനെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. കമ്പനിയുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു അപ്പോയിൻമെന്റ് നൽകാൻ അവർ തയ്യാറായതുമില്ല. കുപിതനായ ഡോക്ടർ എന്നെയും കൂട്ടി ഗുൽഷനെ കാണാൻ പുറപ്പെട്ടു. ഞങ്ങൾ ചെല്ലുമ്പോൾ എവിടെയോ പോകാൻ ഇറങ്ങുകയായിരുന്നു ഗുൽഷൻ. ഡോക്ടറെ കണ്ടതും അയാൾ അകത്തേക്ക് പോയി. പിന്നാലെ ഞാനും. അവൻ ആദ്യം സമാധാനപരമായാണ് സംസാരിച്ചത്. പക്ഷേ ഡോക്ടർ അയാളുടെ വാക്കുകളിൽ വീഴാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നി. അതിന് മുമ്പൊരിക്കലും ഡോക്ടറെ അത്ര ദേഷ്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് നേരം വാഗ്വാദങ്ങൾ നടന്നു. പെട്ടെന്നാണ് ഗുൽഷന്റെ ഭാവം മാറിയത്. അതുവരെ കാണാത്ത ഒരു ഗുൽഷനെ അപ്പോൾ ഞാൻ കണ്ടു. താൻ മരുന്നിന് പേറ്റന്റ് എടുത്തെന്നും ഈ മരുന്ന് താൻ വാങ്ങിയത് ഒരിക്കലും ഇത് ഉൽപ്പാദിപ്പിക്കാനല്ലെന്നും ഒരിക്കലും ഇത് വിപണിയിൽ എത്താതിരിക്കാനുമാണെന്നും ഗുൽഷൻ പറഞ്ഞു. അല്പനേരത്തേക്ക് ഞാനും ഡോക്ടറും ആ വാക്കുകൾ കേട്ട തരിപ്പിൽ നിന്നും മുക്തമാകാതെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷം സംയമനം വീണ്ടെടുത്ത ഡോക്ടർ ഗുൽഷന്റെ കോളറിൽ കടന്നു പിടിച്ചു. ഒരു ഫ്ലവർ വേഴ്സ് ഡോക്ടറുടെ തലയിൽ പതിക്കുന്നതും ഡോക്ടർ താഴെ വീഴുന്നതുമാണ് പിന്നീട് ഞാൻ കണ്ടത്. അന്നേരം തോന്നിയ ഒരു എടുത്തുചാട്ടത്തിനാണ് അത് നടന്നതെന്നും തന്നെ സഹായിക്കണമെന്നും അയാൾ എന്നോട് അഭ്യർത്ഥിച്ചു. തന്നെ സഹായിച്ചാൽ കേരളത്തിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ പ്രോജക്റ്റിൽ ഒരു ഷെയറും ഓഫർ ചെയ്തു. പക്ഷെ അപ്പോഴും ആ മരുന്ന് എന്തുകൊണ്ട് വിപണിയിൽ എത്തരുതെന്ന് ഗുൽഷൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് അവനോട് തുറന്നു ചോദിക്കുകയും ചെയ്തു. നിലവിൽ ക്യാൻസറിനെതിരെ ഇന്ത്യൻ വിപണിയിൽ അവൈലബിളായ 70% മരുന്നുകളും നിർമ്മിക്കുന്നത് ആൽഫ ഫാർമസ്യൂട്ടിക്കൽസ് ആണെന്നും പുതിയ മരുന്നിൻ്റെ കടന്നുവരവ് മറ്റു മരുന്നുകളുടെ മാർക്കറ്റ് വാല്യൂ ഇടിക്കുമെന്നും നിലവിലുള്ള മരുന്നുകളെല്ലാം അപ്രസക്തമാകുമെന്നും ഗുൽഷൻ പറഞ്ഞു. ഇപ്പോൾ വിപണിയിലുള്ള 100ന് മുകളിലുള്ള മരുന്നുകളിലൂടെ ലഭിക്കുന്ന ലാഭം നഷ്ടപ്പെടുമെന്നും അയാൾ വിശദീകരിച്ചു. തൻ്റെ അച്ഛനും താനും പടുത്തുയർത്തിയ ഈ സ്ഥാപനം ഒരിക്കലും തകരാൻ താൻ അനുവദിക്കില്ലെന്നും അതിനായി എവിടെ വരെ വേണമെങ്കിലും പോകുമെന്നും അയാൾ പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ തീക്ഷ്ണത ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. എതിർത്താൽ എനിക്കും ഡോക്ടറുടെ ഗതിയാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ അയാളുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഡോക്ടറെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി. തലയിലെ ക്ഷതം ഒരു പോസ്റ്റ്മോർട്ടത്തിൽ വരാതിരിക്കാൻ ഗുൽഷൻ കുറച്ച് പണവും സ്വാധീനവും ഉപയോഗിച്ചു. എല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് വിചാരിക്കുമ്പോഴാണ് ഡോക്ടറുടെ മരണത്തിന് സംശയമുണ്ടെന്ന് പറഞ്ഞ് ജിൻസി വരുന്നത്. ഡോക്ടറുമായി അടുത്ത് പരിചയമുള്ളയാൾ എന്ന നിലയ്ക്ക് ജിൻസി ആദ്യം എത്തിയത് എൻ്റെ അടുത്തേക്കാണ്. അവളൊരു മാധ്യമ പ്രവർത്തകയായത് എന്നെയും ഗുൽഷനെയും ഭയപ്പെടുത്തി. തെറ്റായൊരു ഇടപെടൽ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. തന്ത്രപൂർവ്വം അവളെ കൂടെ നിർത്താനും ഒഴിവാക്കാനും ഗുൽഷൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ജിൻസിയുടെ കൂടെ അന്വേഷണത്തിൽ സഹകരിക്കുന്നതായി ഭാവിച്ച് ഞാൻ കൂടെ നിന്നു. രഹസ്യങ്ങൾ അവൾ പോലും അറിയാതെ കണ്ടെത്തിയെന്ന രീതിയിൽ വിവരങ്ങൾ നൽകി, കൂട്ടത്തിൽ ഗുൽഷനെ പറ്റി. അങ്ങനെ ആ ദിവസം പ്ലാൻ ചെയ്ത പോലെ ഞാൻ അവളുടെ ഫയലിൽ നിന്നും ഡോക്യുമെന്റ്സ് റിമൂവ് ചെയ്ത് പകരം ബ്ലാങ്ക് പേപ്പർ നിക്ഷേപിച്ചു. കൂട്ടത്തിൽ ആ പെൻഡ്രൈവ്. അവളെ ഡ്രോപ്പ് ചെയ്യാനെന്നും പറഞ്ഞ് കാറിൽ കയറ്റി പോകുന്ന വഴി അടുത്തുള്ള പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. ക്യാഷ് എടുത്തില്ല എന്ന് പറഞ്ഞ് അടുത്തുള്ള ATMൽ പോകാനെന്ന വ്യാജേന ഞാൻ ഫോൺ കാറിൽ തന്നെ വെച്ച് പമ്പിൽ തന്നെയുള്ള ATM കൗണ്ടറിലേക്ക് നടന്നു. ആ സമയത്ത് മുമ്പ് പ്ലാൻ ചെയ്ത പോലെ ഗുൽഷൻ എന്നെ വിളിച്ചു. കോളർ ID യിൽ കണ്ട പേരും ഫോട്ടോയും കണ്ട് അവൾ ഭയന്നു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചപ്പോൾ
അവൾ തീർന്നോ എന്ന ഗുൽഷന്റെ ചോദ്യം അവളെ കൂടുതൽ ഭയത്തിലാക്കി. അവളുടെ ബാഗുമെടുത്തുള്ള ഓട്ടം ATM കൗണ്ടറിലെ ഗ്ലാസിന്റെ ഇടയിലൂടെ ഞാൻ നോക്കി നിന്നു. ശേഷം അവൾ പോലും അറിയാതെ അവളെ ഞാൻ കാറിൽ പിന്തുടർന്നു. അങ്ങനെയാണ് അവൾ നിങ്ങളുടെ കാറിലേക്ക് വന്ന് കയറിയത്. പക്ഷെ അവൾ എങ്ങനെ മരിച്ചെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല പ്രവീൺ. ആസ്മാരോഗിയായി അവളുടെ ഇൻഹേലറിലെ മരുന്ന് ഞാൻ അന്ന് രാത്രി മാറ്റിവെച്ചിരുന്നു. പകരം അതേ ലേബലിലുള്ള ബോട്ടിലിൽ ഗുൽഷൻ തയ്യാറാക്കി തന്ന പോയിസണാണ് ഉണ്ടായിരുന്നത്. നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവളൊരു പക്ഷേ മറ്റെവിടെയെങ്കിലും വച്ച് അതുപയോഗിച്ച് ഒരുപക്ഷെ റോഡിൽ തന്നെ മരിച്ചു വീഴുമായിരുന്നേനെ. ഗുൽഷന്റെ സ്വാധീനം ഉപയോഗിച്ച് അതൊരു സാധാരണ മരണമായി ചിത്രീകരിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ആ ശരീരം പുഴയിൽ നിക്ഷേപിച്ചതും ശേഷമുള്ള നിങ്ങളുടെ അറസ്റ്റും ഇതൊരു സെൻസേഷണൽ കേസാക്കി മാറ്റി. കാര്യങ്ങൾ ഞങ്ങളുടെ കൈവിട്ടു പോയിരുന്നു, പ്രവീൺ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ബ്രേക്കിട്ട് ആംബുലൻസ് നിന്നു. ബാലൻസ് തെറ്റി ആൽബി പിന്നിലേക്ക് മറിഞ്ഞു. ആംബുലൻസിന്റെ മുന്നിലായി റോഡ് ബ്ലോക്ക് ചെയ്ത് 2 പോലീസ് ജീപ്പുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ മീഡിയയുടെ വലിയ വാഹനങ്ങളും. പോലീസുകാർ അവിടെ ഇറങ്ങി ആംബുലൻസിന്റെ അടുത്തേക്ക് നടന്നു. ഡോർ തുറന്നപ്പോൾ അതിൽ ആൽബിയും പ്രവീണും ബോധരഹിതനായി കിടക്കുന്ന ഗുൽഷനെയും കണ്ടെത്തി. ആംബുലൻസ് ഡ്രൈവർ സീറ്റിൽ നിന്നും ശ്യാം ഇറങ്ങി വന്നു. മാസങ്ങൾക്ക് ശേഷമുള്ളൊരു സായാഹ്നം. കേസുകളെല്ലാം അവസാനിച്ചതിന്റെ സെലിബ്രേഷൻ നടക്കുകയായിരുന്നു ബീച്ചിൽ. എന്നാലും നീ എങ്ങനെ അവിടെ എത്തി മച്ചാനെ? അല്പം അത്ഭുതം കലർന്ന സ്വരത്തിൽ ശ്യാമിനോട് പോളാണ് ചോദിച്ചത്. അന്ന് പ്രവീണിനെ ആശുപത്രിയിൽ കണ്ടിറങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിൽ കാര്യങ്ങളുടെ ഏകദേശം രൂപം വന്നിരുന്നു. പക്ഷെ അത് എങ്ങനെ അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നതൊരു ചോദ്യചിഹ്നമായിരുന്നു. ആൽബിയാണ് അതിന് മറുപടി പറഞ്ഞത്. ശ്യാം അന്ന് എഴുതി തന്ന നമ്പറിൽ ഞാൻ കോയിൻ ബോക്സ് വഴി അവനെ വിളിച്ചു. എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പാർക്കിൽ കാത്തു നോക്കുമ്പോഴേക്കും എന്നെ അവർ കടത്തിക്കൊണ്ടു പോകുമ്പോഴും ആരും അറിയാതെ ശ്യാമും അവിടെ ഉണ്ടായിരുന്നു. കടത്തിക്കൊണ്ടുപോയ വാനിൽ നിന്നും ആംബുലൻസിലേക്ക് എന്നെ കൈമാറുമ്പോൾ ആംബുലൻസ് ഡ്രൈവറെ ബോധം കെടുത്തി ആ സീറ്റിൽ ശ്യാം സ്ഥാനം പിടിച്ചു. നമ്മുടെ കയ്യിൽ വെറും തിയറികൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എവിഡൻസ് എവിടെ നിന്ന് കിട്ടുമെന്നാണ് നീ പ്രതീക്ഷിച്ചത് ആൽബി? കയ്യിലുണ്ടായിരുന്ന മദ്യം ഒരു സിപ്പ് എടുത്തുകൊണ്ട് ജോമോനാണ് അത് ചോദിച്ചത്. ആംബുലൻസിൽ ഞങ്ങളായിരുന്നപ്പോൾ ശ്യാമിന്റെ സഹായത്തോടെ ഇമയെയും കുറച്ച് മാധ്യമ സംഘത്തെയും ഞാൻ പ്രവീണിന്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു. അവിടെ ആ തെളിവുകൾ ഉണ്ടാകുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ശ്യാം ചോദിച്ചു. ശരിക്കും അതൊരു ഗസ്സായിരുന്നു. ഡോക്ടറെ കൊന്ന ഗുൽഷൻ നാളെ എന്നെയും കൊന്നേക്കാമെന്നൊരു ഭയം തീർച്ചയായും പ്രവീണിനും ഉണ്ടായിരിക്കണം. അതിനാൽ ജിൻസി ശേഖരിച്ച റിപ്പോർട്ടുകളുടെ ഒരു പകർപ്പ് മാത്രമാണ് അയാൾ ഗുൽഷന് കൈമാറിയത്. എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ എടുത്ത് ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലിൽ വീട്ടിൽ സൂക്ഷിച്ചിരിക്കണമെന്ന് ഞാൻ ഊഹിച്ചു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലോ മച്ചാനെ, അത് മതി. ചിരിച്ചുകൊണ്ട് പോൾ അത് പറഞ്ഞു. അവന്റെ സംസാരം കേട്ടിട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് പോൾ സീരിയസ് ആയി ജോമോന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ സന്തോഷം ആഘോഷിക്കാനായി നമുക്ക് ഗോവയ്ക്ക് ഒരു ട്രിപ്പ് വിട്ടാലോ ജോമോനെ? നീ കാറ് സെറ്റാക്ക്. കാറ് കോപ്പ് ഓടിക്കോ. കയ്യിൽ കിട്ടിയൊരു കല്ലെടുത്ത് പോളിന്റെ നേരെ ഓങ്ങിക്കൊണ്ട് ജോമോൻ പറഞ്ഞപ്പോൾ പോൾ ഓടാൻ തുടങ്ങി. മറ്റുള്ളവർ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. അത് അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ഇത് നല്ല കഥയായിരുന്നല്ലേ. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി കഥയുമായി വരും നിങ്ങളിൽ നിന്ന് കണ്ട